യുവ ഫോർ ജീസസിൽ ജോയിൻ ചെയ്ത എല്ലാവർക്കും സ്വാഗതം. നമ്മളുടെ കൂടെ ഇന്ന് ചേർന്നിരിക്കുന്ന ഗ്രേസ് ചേച്ചിയാണ്, ഡോക്ടർ ഗ്രേസ് ജിത്തിൻ. മുന്നോട്ടുള്ള സമയം ചേച്ചിയുടെ ടെസ്റ്റിമണി ഷെയർ ചെയ്യുന്നതായിരിക്കും. സോ ഓവർ ടു ചേച്ചി. ദൈവത്തിന് അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നല്ല പകൽക്കാലം ദൈവസന്നിധാനത്തിൽ നമുക്ക് ഒരുമിച്ച് യുവ ഫോർ ജീസസ് സെഗ്മെന്റിൽ കടന്നു വരുവാൻ ദൈവം തന്ന ഈ നല്ല അവസരത്തെ ഓർത്ത് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഒരു കന്നഡ പാട്ടിന്റെ 2 വരികൾ ഞാൻ പാടാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ನಾನು ಸುಖವಾಗಿ ಬಾಳಬೇಕೆಂದು ನನ್ನನ್ನು ಸೃಷ್ಟಿ ಮಾಡಿದೆ. ನಾನು ನಿನ್ನ ಸ್ತುತಿಸಬೇಕೆಂದು ಹೆಸರಿಡಿದು ನೀ ಕರೆದೆ. ನಾನು ಸುಖವಾಗಿ ಬಾಳಬೇಕೆಂದು ನನ್ನನ್ನು ಸೃಷ್ಟಿ ಮಾಡಿದೆ. ನಾನು ನಿನ್ನ ಸ್ತುತಿಸಬೇಕೆಂದು ಹೆಸರಿಡಿದು ನೀ ಕರೆದೆ. ಕೃಪಾಪೂರ್ಣನೇ, ಓ ಕೃಪಾಪೂರ್ಣನೇ, ಕೃಪಾಪೂರ್ಣನೇ, ಓ ಕೃಪಾಪೂರ್ಣನೇ, ಉಸಿರಿರುವ ದಿನವೆಲ್ಲ ನಾ ಮಾಡುವೆ ಆರಾಧನೆ. ನನ್ನ ಉಸಿರಿರುವ ದಿನವೆಲ್ಲ ನಾ ಮಾಡುವೆ ಆರಾಧನೆ. ಆರಾಧನೆ, 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 ആരാധനെ. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. ദൈവം തന്നായി നല്ല അവസരത്തെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. നമുക്ക് ഒരുമിച്ച് കർത്താവ് ചെയ്ത നന്മകൾ, ഹല്ലേലൂയ, എത്ര പറഞ്ഞാലും മതിയാവത്തില്ല. അത്രയധികം നന്മകൾ, ദാനങ്ങൾ, അനുഗ്രഹങ്ങൾ ജീവിതത്തെ അനുഭവിച്ച ഒരു വ്യക്തി തന്നെയാണ് ഞാൻ. ഹല്ലേലൂയ. ഇന്ന് എൻ്റെ കൂടെ കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും കർത്താവ് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങൾ. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ എല്ലാ യങ്സ്റ്റേഴ്സ് ആയിരിക്കുന്ന ഓരോ കൂട്ടുകാർക്കും ഹല്ലേലൂയ. I welcome you all to this program today, and I'm glad and happy that God is using all of us in different parts of the world for the glory of His name. Amen. Hallelujah. നിങ്ങളെ പോലെ തന്നെ ഇന്ന് എനിക്കറിയാം ഒത്തിരി പേരും ഒരു ക്രിസ്തീയ പശ്ചാത്തലത്തിൽ വളർന്ന പല കുഞ്ഞുങ്ങൾ നമ്മുടെ നടുവിലുണ്ട്. Hallelujah. I'm sure today's testimony is going to give you some insight into your life. Hallelujah. ദൈവം എത്രത്തോളമാണ് എന്നെ നടത്തിയത്, എങ്ങനെയൊക്കെയാണ് എന്നെ നടത്തിയത് എന്ന് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ ഹല്ലേലൂയ, അനേക അത്ഭുതങ്ങൾ എൻ്റെ ജീവിതത്തിൽ നടന്നിട്ടുണ്ട്. ഹല്ലേലൂയ. ഇതുവരെ കൊണ്ടുവരുവാൻ യാതൊരു പറയത്തക്ക യോഗ്യതകളോ കാര്യങ്ങളോ ഒന്നുമില്ല. എല്ലാം ദൈവത്തിന്റെ കൃപയൊന്ന് മാത്രമാണ്. എൻ്റെ ഫാമിലി പറയണമെങ്കിൽ എൻ്റെ പേരൻസ് ഇപ്പൊ സെറ്റിൽ ആക്കുന്നത് മൈസൂരിലാണ്. ഞാൻ ജനിച്ചത് മാത്രമാണ് നാട്ടില്. നീണ്ട 25 വർഷത്തോളം 30 വർഷമായി അവർ ദൈവത്തിന്റെ വേലയിൽ കർണാടകയിലായിരിക്കുന്നു. എൻ്റെ പപ്പന്റെ പേര് പോൾ രവീന്ദ്രൻ, എൻ്റെ മമ്മിന്റെ പേര് ജെസ്സി. ഹല്ലേലൂയ. തന്റെ കുടുംബത്തിൽ നിന്ന് ഏകനായി ദൈവത്തിനു വേണ്ടി ഇറങ്ങി തിരിച്ച ഒരു പിതാവാണ്. ഹല്ലേലൂയ. നല്ല ആത്മീക ഒരു പശ്ചാത്തലമുള്ള ഒരു മാതാവും. ഈ 2 കോമ്പിനേഷൻ കൂടെ വന്നപ്പോൾ ഒരു മിറാക്കിൾ എന്ന് പറയത്തക്ക രീതിയിൽ ഹല്ലേലൂയ ഐ കെയിം ഇൻ ടു എക്സിസ്റ്റൻസ്. ഞങ്ങൾ 3 പെൺപിള്ളേരാണ്. മൈസെൽഫ് ഗ്രേസ് ആൻഡ് ഐ ഹാവ് 2 സിസ്റ്റേഴ്സ്, മർസി ആൻഡ് നിസ്സി. ഇന്ന് ദൈവം സഹായിച്ച് 3 പേരും ഡോക്ടേഴ്സ് ആണ്. മർസി സിസ്റ്റർ അവർ കുടുംബമായിട്ട് ബാംഗ്ലൂരിലായിരിക്കുന്നു. നിസ്സി അവർ കുവൈറ്റിലായിരിക്കുന്നു. ഹല്ലേലൂയ. ദൈവം ഞങ്ങളായിരുന്നിടത്തെല്ലാം ദൈവം ഇത്രത്തോളം ഞങ്ങളെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഒരു വചനത്തിന്റെ ഒരു ഭാഗം സംസാരിക്കാൻ പറഞ്ഞാൽ എനിക്ക് കുറച്ചുകൂടെ എളുപ്പമാണ്. എന്നാൽ ടെസ്റ്റ് മണി പറയുമ്പം എനിക്ക് പ്രായം അധികമൊന്നും ആയിട്ടില്ല, ജസ്റ്റ് 31, 32 ആണ്. ബട്ട് സ്റ്റിൽ ഈ ചെറിയൊരു കാലയളവിൽ നോക്കുമ്പോൾ ഹല്ലേലൂയ, ഏകദേശം ഒരു ആവറേജ് കോമൺ മാന്റെ ജീവിതത്തിൽ വരാവുന്ന എല്ലാ രീതിയിലുള്ള പ്രതികൂലങ്ങളിൽ ഹല്ലേലൂയ കടന്നുപോയിട്ടുണ്ട്. എന്നാൽ അതിലൂടെയൊക്കെ ദൈവം ചില കാര്യങ്ങളെ പഠിപ്പിക്കുവാൻ, ദൈവം എന്നെ മൗൾഡ് ചെയ്ത്
കർത്താവിന്റെ കയ്യിൽ ഉപയോഗിക്കപ്പെടത്തക്ക രീതിയിൽ ഒരു മാനപാത്രമാക്കി ഹല്ലേലൂയ ദൈവം മാറ്റിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഒരു പാസ്റ്റർ കുടുംബത്തിൽ വളരുന്നത് ചിലപ്പം ചില പാസ്റ്ററിന്റെ കുഞ്ഞുങ്ങൾ എന്നെ കേൾക്കുന്നുണ്ടാവും. എന്നാൽ ഞങ്ങളുടെ കാര്യം കുറച്ചുകൂടെ ഡിഫറെന്റ് ആയിരുന്നു. ബിക്കോസ് നാട്ടിലൊക്കെ ആണെങ്കിൽ ഒരു എസ്റ്റാബ്ലിഷ് ചേർച്ച് ഉണ്ട്, ഒരു എസ്റ്റാബ്ലിഷ് പാർസനേജ് ഉണ്ട്, ഒരു പെർട്ടിക്കുലർ നമ്പർ ഓഫ് ബിലീവേഴ്സ് ഉണ്ട്, അങ്ങനെ പല കാര്യങ്ങളുണ്ടാവും. എന്നാൽ കർണാടകയിൽ സുവിശേഷ വേല ചെയ്യുന്നത് ഇറ്റ് ഇസ് ക്വൈറ്റ് ഡിഫറെന്റ്. ഹല്ലേലൂയ. ഇപ്പൊ നോർത്ത് ഇന്ത്യനെ പറ്റിയും അവിടുത്തെ വേലകളെ പറ്റി ഒത്തിരി പേർക്ക് അറിയാം, ഒത്തിരി എക്സ്പോഷേഴ്സ് ഒക്കെ ഉണ്ട്. എന്നാൽ അതുപോലെ തന്നെ അന്ധകാരം നിറഞ്ഞ അനേക ഗ്രാമങ്ങൾ ഹല്ലേലൂയ നമ്മുടെ അയലോക്കത്തുള്ള ഇപ്പം തമിഴ്നാട്, കർണാടക, ആന്ധ്ര എന്ന ഈ സ്ഥലങ്ങളിലൊക്കെ ഒത്തിരിയധികം ഗ്രാമങ്ങളുണ്ട്. അവിടെയൊക്കെ പോയി പ്രവർത്തിക്കുന്ന ഒരു കുടുംബത്തിലാണ് ഞാൻ ജനിച്ചത്. പലപ്പോഴും നമുക്കൊരു പാഴ്സനേജ് ഇല്ല, വാടക വീടുകൾ മാറി മാറി പല സ്ഥലത്തും പോകേണ്ട അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഒരു പാസ്റ്റർ വീട്ടിൽ വെറുതെ ഇല്ലെങ്കിൽ പേരൻസ് മാത്രം ശുശ്രൂഷ ചെയ്യുന്നു, ബാക്കി കുഞ്ഞുങ്ങളൊക്കെ അതിലൊന്നും ഇൻവോൾവ് ആകുന്നില്ല എന്നൊരു രീതിയിലല്ലായിരുന്നു. ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഞങ്ങളുടേതായ റെസ്പോൺസിബിലിറ്റീസ് ഇൻ മിനിസ്ട്രി ഉണ്ടായിരുന്നു. അനേക സ്ഥലങ്ങളിൽ ഞങ്ങൾക്ക് പോകാനുണ്ടായിരുന്നു. ഞങ്ങൾ പ്രാർത്ഥനയ്ക്ക് എല്ലാം പോകുമായിരുന്നു. ഒരു സ്ഥലത്തും ഒരു മീറ്റിങ്ങോ കാര്യങ്ങളോ മിസ്സാക്കാൻ പാടില്ല. അങ്ങനെ ആത്മീക കാര്യങ്ങൾക്ക് വളരെയധികം സ്ട്രിക്റ്റ് ഞങ്ങളുടെ വീട്ടിലുണ്ടായിരുന്നു. എന്നാൽ ആ ചെറിയ പ്രായത്തിൽ തന്നെ ദൈവം പ്രാർത്ഥന കേൾക്കുന്ന ഒരു കർത്താവാണ് എന്ന് അനുഭവിച്ചറിയുവാൻ എനിക്കിടയായി. എൻ്റെ ഏറ്റവും യംഗസ്റ്റ് എൻ്റെ മെമ്മറിയിലേക്ക് ഞാൻ പോകുവാണെങ്കിൽ, ഒരു ദിവസം ഞാൻ ബാംഗ്ലൂരിലെ ഒരു സ്കൂളിൽ ആണ് പഠിച്ചുകൊണ്ടിരുന്നത്. അന്നേരം ആ സ്കൂളിലാണെങ്കിൽ നമ്മൾ ഏറ്റവും ടിപ് ടോപ്പ് ആയിട്ട് വേണം ഓരോ ദിവസവും സ്കൂളിൽ പോകാൻ. നമ്മളുടെ ടോപ്പ് ടു ബോട്ടം അവർ നമ്മളെ നോക്കിയിട്ടേ നമ്മുടെ സ്കൂളിനകത്തേക്ക് അവർ കടത്തി വിടത്തുള്ളൂ. അങ്ങനെ നോക്കുമ്പോൾ ഒരു ഫ്രൈഡേ എൻ്റെ ഷൂവിന്റെ ഫ്രണ്ട് സൈഡ് ഇങ്ങനെ പെട്ടെന്ന് കീറി പോവാനായിട്ട് ഇടയായി. അപ്പൊ ഇത് കണ്ട് ഞങ്ങളുടെ പി സാറാണ് ഇതെല്ലാം ചെക്ക് ചെയ്യുന്നത്. പുള്ളി പറഞ്ഞു, ഇത് ചേഞ്ച് ചെയ്തിട്ട് വേണം മൺഡേ വരുവാൻ, ഇല്ലെങ്കിൽ സ്കൂളിലേക്ക് കയറ്റാൻ പറ്റത്തില്ല, ഞങ്ങളുടെ സ്കൂളിന്റെ പോളിസിക്ക് അത് ബുദ്ധിമുട്ടാവും, ഞങ്ങളുടെ സ്റ്റാൻഡേർഡ്സിന് അത് പറ്റത്തില്ല. സോ യു നീഡ് ടു റീപ്ലേസ് ദി ഷൂ ആൻഡ് ദെൻ കം ബാക്ക് ഓൺ മൺഡേ. അപ്പൊ എന്റെ വീട്ടിൽ എന്ത് ഞങ്ങൾ ചോദിച്ചാലും ആദ്യം മിക്കവാറും പപ്പ പറയുന്നത് ഒരു എം ടി വാലറ്റ് പലപ്പോഴും ഞങ്ങളെ കാണിക്കാറുണ്ട്. ബിക്കോസ് ഒന്നും ഉണ്ടാകാറില്ല. ചിലപ്പോൾ ഒരു 5 രൂപയോ 10 രൂപയോ ചിലപ്പം കാണും. എന്നാൽ ഓരോ ദിവസം ഞങ്ങൾക്ക് ആവശ്യമായത് ദൈവത്തോട് നേരിട്ട് ചോദിച്ച് പ്രാർത്ഥിച്ച് മേടിച്ചാണ് ഓരോ ദിവസം ജീവിച്ചത്. അനേക ചില സമയങ്ങളിലൊക്കെ ഭക്ഷണങ്ങൾ ഇല്ലാത്ത സാഹചര്യങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ കടന്നു വന്നിട്ടുണ്ട്. നല്ല വസ്ത്രങ്ങൾ ഇടാനില്ലാത്ത സാഹചര്യങ്ങൾ ജീവിതത്തിൽ കടന്നു വന്നിട്ടുണ്ട്. അപ്പൊ എന്ത് ആവശ്യം ഉണ്ടെങ്കിലും ദൈവത്തോട് നേരിട്ട് ചോദിക്കുക. പേരൻസ് ആയി ഞങ്ങൾ ഹെൽപ്ലെസ്സാ എന്ന ഒരു വലിയ ഒരു ലെസൺ ഞങ്ങളുടെ മൈൻഡിൽ അന്ന് കയറുവാനായിട്ട് ഇടയായി. അങ്ങനെ ഇപ്പൊ ഷൂ കീറിയപ്പം ഓബ്വിയസ്ലി ദിസ് ഈസ് ദി ആൻസർ, യു നീഡ് ടു ആസ്ക് ഗോഡ് വാട്ട് യു വാണ്ട്. അങ്ങനെ ദൈവത്തോട് ഞാൻ മമ്മിയോട് പറഞ്ഞു, ഇതുപോലെയാണ് എന്നോട് മൺഡേ ഷൂ ഇല്ലെങ്കിൽ പോണ്ടെന്ന് പറഞ്ഞു. അപ്പൊ മമ്മി പറഞ്ഞു, ഓക്കെ യു ഗോ ആൻഡ് പ്രേ. അപ്പൊ വേഗം പോയി, ഞാൻ എന്റെ സെക്കൻഡ് സ്റ്റാൻഡേർഡിലായിരുന്നു അത് പഠിച്ചുകൊണ്ടിരുന്നത്, വേഗം പോയി ഇതുപോലെ ഒരു ഷോളൊക്കെ എടുത്തിട്ട് കട്ടില കയറിയിരുന്ന് കൈയും കൂപ്പി പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പ എന്റെ ഷൂ പോയി, എന്റെ പപ്പന്റെ കൈ പൈസ ഇല്ല, ദൈവം എനിക്ക് ഷൂ എന്തായാലും നീ തരണമേ. എനിക്കറിയാവുന്ന വാക്കുകളിൽ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുവാനായിട്ട് ഇടയായി. അത് വെറുതെ പ്രാർത്ഥിക്കുക ല്ല, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോ എന്റെ കണ്ണിൽ കൂടെ ഇങ്ങനെ വെള്ളം വരാനായിട്ട് തുടങ്ങി, എന്റെ ഡ്രസ്സ് എല്ലാം നനയുവാനായിട്ട് തുടങ്ങി. പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ വേഗം മമ്മിന്റെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, മമ്മ നോക്ക്, ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചു, ഡ്രസ്സ് നനയുന്നതാണ് അളവ്, അപ്പൊ എത്ര ഡീപ്പായിട്ട് നനയുവോ അത്രയധികം പ്രാർത്ഥിച്ചു എന്നാണ്. അപ്പൊ ഞാൻ മമ്മിയോട് പറഞ്ഞു, മമ്മി ഇത്രയധികം ഞാൻ പ്രാർത്ഥിച്ചു എന്ന്. അപ്പൊ മമ്മി പറഞ്ഞു, നീ ധൈര്യമായിട്ടിരിക്കുക, ദൈവം നിന്റെ പ്രാർത്ഥന കേൾക്കും, നീ പ്രാർത്ഥിച്ചല്ലോ യേശുപ്പച്ചൻ കേൾക്കും എന്ന് പറഞ്ഞു. അപ്പം ആസ് യൂഷ്വൽ ഫ്രൈഡേ കഴിഞ്ഞു, സാറ്റർഡേ കഴിഞ്ഞു, നത്തിങ് ഹാസ് ഹാപ്പൻഡ്. സൺഡേ കഴിഞ്ഞു, ഇനി നത്തിങ് ഹാസ് ഹാപ്പൻഡ്. സൺഡേ ഈവനിങ് ആയപ്പോഴത്തേക്കും ഞാൻ ഇങ്ങനെ ടെൻഷൻ അടിക്കാൻ തുടങ്ങി. കർത്താവേ, നാളെ എനിക്ക് പുതിയ ഷൂ ഇല്ലെങ്കിൽ പോകാൻ പറ്റത്തില്ല, ഇനിയിപ്പോ എന്ത് ചെയ്യുന്നു? പെട്ടെന്ന് വൈകുന്നേരം ഞാൻ ലേറ്റ് ആയപ്പോ ഞാൻ ഉറങ്ങി. ഡാഡിനെ പെട്ടെന്ന് ഒരു ചർച്ചിലെ ഒരു സഹോദരങ്ങൾ പെട്ടെന്ന് വീട്ടിലേക്ക് പ്രാർത്ഥിക്കാനായിട്ട് വിളിച്ചു. അവിടെ വിളിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ കുറച്ച് പൈസ കീശയിൽ വെച്ചു കൊടുക്കാനായിട്ടിടെ പുറത്ത് വന്ന് നോക്കിയപ്പോൾ കൃത്യം ഒരു ഷൂവിന് എത്ര പൈസ വേണോ എക്സാക്ട് എമൗണ്ട്, ഹല്ലേലൂയ, അത് ഡാഡിന്റെ പോക്കറ്റിലുണ്ടായി. വേഗം പോയിട്ട് ഷൂ മേടിച്ച് ഉറങ്ങിക്കിടന്ന് എന്റെ കാലിൽ രാത്രി തന്നെ കൊണ്ടുവന്നിട്ട് ഹല്ലേലൂയ പറഞ്ഞു, പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവം നമുക്ക് ജീവനോടെ ഉണ്ട്. ഹല്ലേലൂയ. ഒരുപക്ഷെ നമ്മുടെ പേരൻസിന് നമ്മുടെ ഡിമാൻഡ്സ് ഒക്കെ ഫുൾഫിൽ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല, ഒരുപക്ഷെ നമ്മുടെ സാഹചര്യങ്ങൾ അത് നമുക്ക് വേണ്ടതായ സപ്പോർട്ട് നമുക്ക് കിട്ടിയെന്ന് വരില്ല. എന്നാൽ എന്നെ കേൾക്കുന്നവർ ആരെങ്കിലും ഇങ്ങനത്തെ ഒരു പ്രതികൂലത്താൽ കടന്നു പോന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളെ സഹായിക്കാൻ കഴിയുള്ള ഏക വ്യക്തി അത്
കർത്താവാണ്. നിങ്ങളുടെ പേരൻസിന്റെ ലിമിറ്റേഷൻസിനേക്കാൾ അധികമായി, ഹല്ലേലൂയ, നിങ്ങളുടെ സാഹചര്യത്തിനേക്കാൾ അധികമായി നമുക്ക് വേണ്ടി സകലവും നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത ദൈവം ഇന്നും നമ്മളോട് ജീവനോടെ ഉണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ ദൈവത്തോട് ചോദിക്കുമ്പോൾ കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേൾക്കും എന്നൊരു കാര്യം ആ ചെറുപ്രായത്തിൽ തന്നെ എനിക്ക് പഠിക്കുവാനായിട്ട് ഇടയായി. ഇനിയൊരു കാര്യം ഞാൻ പഠിച്ചത് എന്തെന്ന് പറഞ്ഞാൽ, എനിക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ഒരു പീസ് ഓഫ് പേപ്പറിൽ ഞാൻ ഇങ്ങനെ എഴുതുമായിരുന്നു. അപ്പം നോക്കുമ്പോൾ ഞാൻ അബവ് ആവറേജ് സ്റ്റുഡന്റ് ആയിരുന്നു. എപ്പോഴും ടോപ്പ് 5 ടോപ്പ് 3 എപ്പോഴും എന്റെ പേരുണ്ടാവുമായിരുന്നു. അപ്പൊ ആ പ്രാവശ്യത്തെ എന്റെ ലിസ്റ്റിൽ എന്തൊക്കെയാന്ന് പറഞ്ഞാല്, എനിക്ക് മാത്സിൽ എപ്പോഴും ഫുൾ മാർക്ക് വേണം. പലപ്പോഴും ഞാൻ ബാക്കി എല്ലാം ഫുൾ മാർക്ക് കിട്ടുമെങ്കിലും മാത്സിൽ ചിലപ്പോ മാത്സ് എപ്പോഴും എന്നെ ചതിക്കാറുണ്ട്. ചിലപ്പോ ഒരു 1 മാർക്ക് ഇല്ലെങ്കിൽ ഹാഫ് മാർക്ക് ഒക്കെ പറഞ്ഞ് എന്റെ റാങ്ക് എനിക്ക് മിസ് ആവാറുണ്ട്. അതെനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, കർത്താവ് എനിക്ക് ഈ പ്രാവശ്യം എനിക്ക് ഫുൾ മാർക്ക് തന്നേ പറ്റൂ. ഞാൻ എഴുതി ഫുൾ മാർക്സ് ഇൻ മാത്സ്. രണ്ടാമത് എന്റെ ബർത്ത്ഡേ വരുമായിരുന്നു. അപ്പൊ ഞങ്ങളുടെ സ്കൂളിൽ കളർ ഡ്രസ് ഇടാവുന്ന ഏക ദിവസം ബർത്ത്ഡേ മാത്രമാണ്. അപ്പൊ എനിക്ക് എന്താണ് പുതിയ ഡ്രസ് ഒന്നും ഇല്ല. എനിക്കറിയാം എന്റെ ഡാഡിയോട് പോയി ചോദിച്ചാൽ നേരിട്ട് ചോദിച്ചോളന്നേ പറയത്തുള്ളൂ. അപ്പൊ എനിവേ അങ്ങനെ പോയി ചോദിക്കുന്നതിൽ കാര്യമില്ലല്ലോ. അപ്പൊ ഞാൻ എന്റെ അവിടെ എഴുതി, എനിക്ക് ബർത്ത്ഡേക്ക് ഒരു ഡ്രസ്സ് വേണം കർത്താവ്, എനിക്ക് നീ തരണം. അതിന് ചേർന്ന് വേറൊരു കാര്യം എഴുതി, എനിക്കൊരു സൈക്കിള് കിട്ടിയാൽ കൊള്ളാന്നുണ്ട്. അപ്പൊ അത് മൂന്നും എഴുതി ഞാൻ വെച്ചു. എന്നും എന്റെ ബെഡിന്റെ മേൽഭാഗത്ത് ഞാൻ ഒട്ടിച്ചു. രാവിലെയും പകലും അതിന്റെ മേലെ ഞാൻ കിടക്കുമ്പോഴും എണീക്കുമ്പോഴും ഞാൻ അതിന്റെ മേലെ കൈവച്ചു പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങി. ആ പ്രാവശ്യത്തെ എക്സാമില് എനിക്ക് ഫുൾ മാർക്ക് മാത്സിൽ കിട്ടുവാനിടെ ഞാൻ വീണ്ടും ഫസ്റ്റ് റാങ്കിലേക്ക് വന്നു. രണ്ടാമത് എന്റെ ബർത്ത്ഡേ സമയത്തായപ്പോ ഒരു ഡ്രസ്സിന് പകരം എനിക്ക് 3 ഡ്രസ്സ് കിട്ടി. ഒന്ന് എന്റെ ഡാഡി മേടിച്ചെന്നു, ഒന്ന് ഞങ്ങളുടെ ചർച്ചില് വേറൊരു കൺട്രിയിൽ നിന്ന് പെട്ടെന്ന് വിസിറ്റ് ചെയ്യാൻ വന്ന ഒരു ആന്റി മേടിച്ചെന്നു, മറ്റത് ഞങ്ങളുടെ ചർച്ചിൽ ഒരു വിശ്വാസി കൊണ്ടുവരാനിടയായി. ഞാൻ ഒന്ന് ചോദിച്ചു, കർത്താവ് എനിക്ക് 3 തന്നു. അപ്പൊ വലിയ അനക്കം തട്ടാതിരുന്ന ഒരു ടോപ്പിക്കാണ് സൈക്കിള്. ഇത് ഇനിയിപ്പോ എന്താവുന്ന ഞാനിങ്ങനെ ആകാംക്ഷയായിട്ട് കാത്തിരുന്നു. അതിന് ഇച്ചിരി സമയമൊക്കെ എടുത്തു കേട്ടോ. പലപ്പോഴും നമ്മൾ ചിന്തിക്കും ദൈവമൊക്കെ ഒറ്റയടിക്ക് ചോദിക്കുമ്പോഴത്തേക്ക് തരുന്ന, അങ്ങനെയല്ല. നമ്മുടെ ചില പ്രാർത്ഥനയ്ക്ക് ചിലപ്പോൾ പെട്ടെന്ന് യെസ് എന്നൊരു മറുപടി നമുക്ക് കിട്ടും. എന്നാൽ ചില സമയത്ത് നമ്മൾ ചില പ്രാർത്ഥന കഴിയുമ്പോൾ ചില വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പൊ ദൈവത്തിന് അറിയാം ഏതാണ് റൈറ്റ് ടൈം എന്നുള്ളത്. അന്നേരം ദൈവം തരും. ഹല്ലേലൂയ. ചില സമയത്ത് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഒരുപക്ഷെ നോന്നാണെങ്കിലും നിങ്ങൾ സങ്കടപ്പെടേണ്ട കാര്യമില്ല. ഈസ് ഓൾവേസ് പ്ലാനിങ് സംതിങ് ബെറ്റർ ഫോർ യു. അങ്ങനെ ഒരു 6 മാസം കഴിഞ്ഞപ്പോ ഞങ്ങളുടെ ചർച്ചിലെ ഒരു ആന്റി അവരുടെ മോക്ക് വേണ്ടി പുതിയ ഒരു സൈക്കിൾ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ അവര് അത് യൂസ് ചെയ്യാതെ അവർക്ക് അത് ഇഷ്ടമില്ലാതെ അങ്ങനെ തന്നെ ഇരിക്കുമായിരുന്നു. അപ്പൊ എന്നോട് പറഞ്ഞു, ഈ സൈക്കിൾ നല്ലതാണ്, ഇത് ഗ്രേസ് കൊണ്ടുപോക്കോ എന്ന് പറഞ്ഞ് എനിക്ക് ആ സൈക്കിൾ തരുവാനായിട്ട് ഇടയായി. സോ എന്റെ എല്ലാ ടിക് പോയിന്റ്സ്, ഞാൻ പ്രാർത്ഥിച്ച എല്ലാ കാര്യത്തിനും ദൈവം എനിക്ക് മറുപടി തന്നു. ഹല്ലേലൂയ. അന്ന് തൊട്ട് ഇന്ന് വരെ ഞാൻ എന്തൊക്കെ പ്രാർത്ഥിച്ചിട്ടുണ്ടോ എന്റെ ദൈവം എനിക്ക് വേണ്ടി ഇറങ്ങി വന്നിട്ടുണ്ട്. അത് ഒരുപക്ഷെ ആ ചെറിയ കാലത്ത് ചെറിയ കാര്യമായിരിക്കാം. എന്നാൽ ഇന്ന് വലിയ വലിയ വിഷയങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോഴും നമ്മുടെ കർത്താവിന് ചെറിയ റിക്വസ്റ്റ് എന്നോ സില്ലി പ്രയർ റിക്വസ്റ്റ് അങ്ങനെ ഒരു കാര്യമില്ല. നമ്മുടെ മനസ്സിൽ നമുക്കൊരു ആവശ്യമുണ്ടെന്ന് നമ്മൾ ദൈവത്തോട് പറഞ്ഞാൽ കർത്താവ് അത് കേൾക്കുക തന്നെ ചെയ്യും. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ നമുക്ക് ഡേ ടു ഡേ കാര്യങ്ങൾക്കാണെങ്കിലും എല്ലാത്തിനും നമുക്ക് ബുദ്ധിമുട്ടുണ്ടായി. അങ്ങനെ നല്ലൊരു സ്കൂളിൽ അഡ്മിഷൻ കിട്ടി. എന്നാൽ ഞങ്ങൾ 3 പേരും പഠിക്കുന്നത് കൊണ്ട് വലിയൊരു ഫീസ് അതിൽ ഉണ്ടായിരുന്നു. പലപ്പോഴും അത് നമുക്ക് കറക്റ്റ് സമയത്ത് കെട്ടാൻ കഴിയാത്ത അവസ്ഥ. ആദ്യം ഫീസ് കെട്ടാതാകുമ്പോൾ കുറച്ച് ദിവസം പറയും, വാർണിംഗ് ലെറ്റർ ഒക്കെ നമുക്ക് തരും. അത് കഴിഞ്ഞ് നമ്മൾ ഫീസ് കെട്ടിയില്ലെങ്കിൽ ക്ലാസ്സിൽ നമ്മൾ എണീപ്പിച്ച് നിർത്തും. എല്ലാവരും ഇരിക്കുമ്പോൾ പഠിക്കാത്തതിനോ വേറെ കാര്യങ്ങളോ ഒന്നും അല്ല. എന്നാൽ നമ്മൾ ചെയ്യാത്ത ഒരു തെറ്റിന് നമ്മൾ ഹെൽപ്ലെസ് ആയ ഒരു സിറ്റുവേഷനിൽ എല്ലാവരുടെ മുമ്പിൽ എണീച്ച് നിൽക്കുക എന്ന് പറഞ്ഞാല് ആ ഒരു ചെറിയ പ്രായത്തില് എന്റെ മനസ്സിന് വലിയൊരു മുറിവ് അത് ഉണ്ടാക്കിയായിരുന്നു. എന്നാൽ അത് കഴിയുമ്പോൾ ക്ലാസ്സിൽ നിർത്തി. ഇനി ഫീസ് അവർ കെട്ടിയില്ലെങ്കിൽ അവർ പറയും ഇനി ക്ലാസ്സിന് പുറത്ത് നിർത്താൻ പറയും ഫീസ് കെട്ടാത്തവരെ. അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ ക്ലാസ്സിന്റെ പുറത്ത് നിർത്തും. പിന്നെ നോക്കും, അന്നേരവും നമ്മൾ ഫീസ് കെട്ടില്ലെങ്കിൽ നേരെ പ്രിൻസിപ്പൽ ചേംബറിന്റെ ഫ്രണ്ടിൽ കൊണ്ടേ നിർത്തും. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ ഫ്രണ്ടിൽ കൂടെ സ്കൂളിലെ മുഴുവൻ കുട്ടികളും അങ്ങോട്ടും ഇങ്ങോട്ടും പോകും. നമ്മളെ വളരെ ദയനീയമായി നോക്കി കളിയാക്കി ചിരിക്കുന്നവരും അതിന്റെ ഇടയ്ക്ക് ഉണ്ടായിരുന്നു. അന്നേരമൊക്കെ തല താഴ്ത്തി ഹല്ലേലൂയ ദൈവത്തേക്ക് നോക്കാനായിട്ട് ഇടയായി. എന്നാൽ അവിടെയൊന്നും നിരാശപ്പെട്ടില്ല. അങ്ങനെ ഫീസ് കെട്ടില്ല എന്ന പേരിലൊന്നും എഡ്യൂക്കേഷൻ എവിടെ മുടങ്ങുവാനായിട്ട് ഇടയായില്ല. ഹല്ലേലൂയ. തമ്പുരാൻ കൂടെ ഉണ്ടെങ്കിൽ എന്തൊക്കെ പ്രതിസന്ധികൾ വന്നാലും മറ്റാർക്കും എത്താൻ കഴിയാത്ത ചില ഉന്നത നിലവാരങ്ങളിൽ കർത്താവ് നമ്മളെ കൊണ്ടെത്തിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. അതിന്റെ ഒരു പ്രത്യക്ഷ തെളിവ് തന്നെയാണ് ഞാൻ ഇന്നിവിടെ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. അങ്ങനെ ഫീസ് കെട്ടായപ്പോ അവസാനം അവർ പറഞ്ഞു ഇനി സ്കൂളിൽ വരണ്ട എന്ന് പറഞ്ഞു വിടുവാനായിട്ട് ഇടയായി. ഇനിയിപ്പോ എന്ത് ചെയ്യും? അപ്പൊ അങ്ങനെ വീട്ടിൽ വന്നു. ഞങ്ങൾ ഒരുമിച്ച് ഉപവാസിക്കാനും പ്രാർത്ഥിക്കാനും തുടങ്ങി.
അങ്ങനെ നോക്കുമ്പോൾ പെട്ടെന്ന് ആ ഉപവാസ പ്രാർത്ഥന തീരാറായപ്പോ ഒരു ഫോൺ കോൾ വന്നു. ഒരു ആന്റി, ഞങ്ങൾ അറിയാത്ത വേറെ ഒരു ചർച്ചിലെ ഒരു ആന്റി പറഞ്ഞു, പാസ്റ്ററെ നമ്പർ കിട്ടാൻ വേണ്ടി ഞാൻ കുറെ ദിവസമായിട്ട് ട്രൈ ചെയ്യുകയാണ്. ഞാൻ ഇവിടെ ഒരു ചെക്ക് എഴുതി വെച്ചിട്ട് നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുമായിരുന്നു. നിങ്ങളുടെ നമ്പർ കിട്ടാത്തതുകൊണ്ട് ഞാൻ ഒത്തിരി പേരെ വിളിച്ചിട്ട് അവസാനമാണ് കിട്ടിയത്. അത് ഈ ചെക്ക് നിങ്ങൾ ദയവേത് വന്ന് കളക്ട് ചെയ്തിട്ട് പോണെന്ന് പറഞ്ഞു. ആ ചെക്കിൽ നോക്കിയപ്പോ നമ്മുടെ സ്കൂൾ ഫീസിന് ആവശ്യമായ മുഴുവൻ പൈസയും 3 പേരുടെയും അതിലുണ്ടായിരുന്നു. ഹല്ലേലൂയ. തന്റെ ഭക്തന്മാരുടെ പ്രാർത്ഥന കേൾക്കുന്നവനായ ദൈവം, ഹല്ലേലൂയ. ചില കാര്യങ്ങളൊക്കെ വൈകുമ്പോൾ നിങ്ങൾ ആരും നിരാശപ്പെടരുതേ. ദൈവത്തിന് അത്ഭുതം തന്നെ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ചെയ്യും. ഇങ്ങനെ ഫീസ് കെട്ടാതായപ്പോ ഒരു പ്രാവശ്യം ഡാഡി അന്നേരം ആയിരുന്ന ആ സംഘടനയുടെ ഒരു മെയിൻ ലീഡറോട് പറഞ്ഞു, പാസ്റ്റങ്ങളെ പ്രാർത്ഥിക്കണം, കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെ ഒരു ഫീസിന്റെ ഒരു ഇഷ്യൂ ഉണ്ടെന്ന്. അപ്പൊ ഉടനെ വായെടുത്ത് ആ ദേവദാസൻ ചോദിച്ചു, ആരാ പറഞ്ഞ നിങ്ങളോട് ഇംഗ്ലീഷ് മീഡിയമിൽ കൊണ്ട് ചേർക്കാൻ? നിങ്ങൾ വല്ല കന്നഡ മീഡിയമിലോ വല്ല ഗവൺമെന്റ് സ്കൂളിലോ കൊണ്ട് ചേർത്താ പോരെ, നിങ്ങൾ എന്തിനാ വലിയ ഇതൊക്കെ നോക്കി ചേർക്കുന്നതെന്ന്. അതിന് വേദനയോട് വീട്ടിൽ വന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചു. ദൈവം ഞങ്ങൾക്ക് മറുപടി തന്നു. ഹല്ലേലൂയ. നമ്മളെ നിന്ദിക്കുന്നവരുടെ നടുവിലും നമ്മളെ ചോദ്യം ചെയ്യുന്നവരുടെ നടുവിലും നമ്മളെ മാനിക്കാൻ കർത്താവ് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ വേറെ ആർക്കും അതിനെ തടയാനായിട്ട് കഴിയത്തില്ല. അങ്ങനെ ഏകദേശം 12th വരെ ഞാനൊരു 7-8 സ്കൂളിൽ പഠിച്ചു. എന്നാൽ എവിടെയും പഠിത്തം മുടങ്ങാൻ ദൈവം അനുവദിച്ചില്ല. അതിനിടയ്ക്ക് നടന്ന ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ. എങ്ങനെയാണ് പലവിധമായ പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിൽ വരുന്നത് എന്ന് ഒരു എക്സാമ്പിൾ ആണ് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പൊ ഞങ്ങൾ ഒരു വില്ലേജിൽ കടന്നുപോയി മിനിസ്ട്രിക്ക് വേണ്ടി. കൂടുതലും നമ്മുടെ മിനിസ്ട്രി എല്ലാം റൂറൽ ഏരിയാസിലാണ്. അപ്പൊ അങ്ങനെ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഒരു 3-4 hours ട്രാവൽ ചെയ്തിട്ടാണ് ഈ ഒരു ഇന്റീരിയർ വില്ലേജിലേക്ക് എത്തിയത്. പകുതി ദൂരം ട്രെയിനിൽ പോയി, പകുതി ദൂരം ബസ്സിൽ പോയി, പകുതി ദൂരം കുറച്ച് ഒരു വാൻ പോലത്തെ ഒരു സംഭവം. അങ്ങനെ അത്രയും ട്രാൻസ്പോർട്ടേഷൻ അത്രയും ഡെവലപ്പ് ഇല്ലാത്ത ഒരു സ്ഥലമായിരുന്നു. അവിടെ ഞങ്ങൾ ചെന്ന് ഇരുന്നപ്പോ ഉടനെ ഒരു കൂട്ടം ആൾക്കാർ അവിടേക്ക് വന്നിട്ട് പറഞ്ഞു, ഞങ്ങളുടെ വില്ലേജിലെ ലീഡർ നിങ്ങളെ വിളിക്കുന്നുണ്ടെന്ന്. അപ്പൊ നമ്മൾ അവരുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല. പക്ഷെ അവർ ഞങ്ങളെ ഉപദ്രവിക്കാൻ വേണ്ടി ചില പദ്ധതികൾ അവര് പ്ലാൻ ചെയ്തിട്ടായിരുന്നു വന്ന് വിളിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ എന്റെ അനിയത്തിയാണെങ്കിൽ ഭയങ്കര വോമിറ്റിംഗ് ഉള്ള ആൾ. അവിടുന്ന് ഇവിടം വരെ ഫുൾ ട്രാവൽ ചെയ്ത് വോമിറ്റ് ചെയ്ത് ക്ഷീണമായി വന്ന് ഇരുന്ന് ഒരു കപ്പ് ചായ കുടിക്കാൻ നേരത്താണ് പെട്ടെന്ന് ഇവർ വന്ന് വേഗം വാ നിങ്ങൾ വിളിക്കുന്നു എന്ന്. അപ്പൊ ആ വീട്ടിലെ അങ്കിളിന് മനസ്സിലായി അവിടെ എന്തോ ഒരു പ്രതികൂലം ഉണ്ട് എന്ന്. അപ്പൊ അങ്കിൾ പറഞ്ഞു, ഇനി ഇവിടെ നിന്നാൽ ശരിയാവത്തില്ല, കുഞ്ഞുങ്ങളൊക്കെ ഉള്ളതല്ലേ, അവര് നമ്മളെ ചിലപ്പോൾ ഉപദ്രവിക്കുമായിരിക്കും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നമുക്ക് ഇവിടുന്ന് വേറെ എങ്ങോട്ടെങ്കിലും നമുക്ക് മാറിപ്പോകാം, ഇല്ലെങ്കിൽ നിങ്ങൾ വേഗം തിരിച്ചു പോകുന്നു പറഞ്ഞു. പക്ഷെ നമ്മൾ വന്ന ഡിസ്റ്റൻസ് ഇത്രയും ദൂരവും വേറെ വേറെ വണ്ടികളൊക്കെ എടുത്തിട്ടാണ് നമ്മൾ വന്നത്. ഡയറക്റ്റ് ഒരു വാഹനം അവിടെ ഇല്ല. എന്നാൽ അത് കഴിഞ്ഞപ്പോ എന്ത് ചെയ്തു, നമുക്ക് മനസ്സിലായി ഇനി അവിടെ നിന്നാൽ ശരിയാവൂലെന്ന്. ഞങ്ങള് അന്നേരം ഞാൻ ഒരു 7-8 സ്റ്റാൻഡേർഡിലാണ്. എന്റെ 2 അനിയത്തിമാരും തീരെ ചെറുതാണ്. അപ്പൊ ഞങ്ങളെ കൈ പിടിച്ചുകൊണ്ട് നട്ടപ്പൊരിയുന്ന വെയിലത്ത് ഒരു 7-8 കിലോമീറ്റർ നമ്മൾ ഓടുവാനായിട്ട് ഇടയായി. ഞങ്ങൾ അവിടെ നിന്നായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഞങ്ങളെ കംപ്ലീറ്റ് ആയിട്ട് അവർ തീർത്ത് കളഞ്ഞേനെ. അങ്ങനെ ഒരു സാഹചര്യമായിരുന്നു. എന്നാൽ കുഞ്ഞുങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോകണമെന്ന് പറഞ്ഞ് ഞങ്ങൾ അത്രയും ദൂരം ആ വെയിലത്ത്, ഭയങ്കര വെയിലായിരുന്നു, ഓടി ഞങ്ങൾ വളരെ ക്ഷീണിച്ച് പിന്നെയും ഞങ്ങൾ വീട്ടിലേക്ക് കടന്നു വരുവാനായിട്ട് ഇടയായി. അന്ന് ഞങ്ങളുടെ വീട്ടിൽ ഒരു ദേവദാസൻ വൈകുന്നേരം വന്നു, നിങ്ങൾ 3-4 ദിവസം മീറ്റിംഗ് നടത്താൻ വേണ്ടി പോയതല്ലേ, എന്ത് പറ്റി നിങ്ങൾ പെട്ടെന്ന് വന്നെന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ പറഞ്ഞു ഇതുപോലൊക്കെ പ്രതിസന്ധികൾ ഉണ്ടായെന്ന്. വളരെ വേദനയോടെ കണ്ണുനീരോടെ ആയിരുന്നു ഞങ്ങൾ അന്ന് വൈകുന്നേരം ദൈവസന്നിധാനത്തിൽ ഇരുന്നത്. ആ ദേവദാസന് കുറച്ചിരി BP ഒക്കെ ഉള്ള ആളാണ്. അപ്പൊ പുള്ളി ഒരൊറ്റ പ്രാർത്ഥന, കർത്താവേ ഇതിന്റെ പിൻപിൽ ആരാണോ പ്രവർത്തിച്ചേ, ദൈവമേ നീ അവരെ കൊന്നു കളയണേന്ന്. സത്യം പറഞ്ഞ ഇതൊന്നും ആരും അനുകരിക്കല്ലേ, കേൾക്കുന്നവരാരും ഇങ്ങനെയൊന്നും ആർക്കും വേണ്ടി പ്രാർത്ഥിച്ചേക്കല്ലോ കേട്ടോ. അപ്പൊ അങ്ങനെ ആ പാസ്റ്റർ മനസ്സിലെ വിഷമവും ഞങ്ങൾ ക്ഷീണിച്ച് ഞങ്ങളുടെ ഉള്ള കിടപ്പൊക്കെ കണ്ടപ്പോ വേദനയോടെ പുള്ളി അങ്ങ് പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. പ്രതികാരം ദൈവത്തിനുള്ളതാണ്. ഒരുപക്ഷെ നമ്മൾ ചില കാര്യങ്ങൾ മറന്നുകളയും വിട്ടുകളയും. എന്നാൽ ഹല്ലേലൂയ, നമ്മുടെ കണ്ണിന് കൃഷ്ണമണി പോലെ ദൈവം നമ്മളെ സൂക്ഷിക്കുമ്പോൾ, ഹല്ലേലൂയ, നമ്മൾക്കെതിരെ ഉള്ള ഇപ്പോൾ 2 പേര് ഒരു ആക്സിഡന്റിലും ഒരാൾ ഹാർട്ട് അറ്റാക്ക് ആയിട്ട് മരിച്ചു. ഇവർ 3 പേരും 30-35 ഇയേഴ്സിന്റെ ഇടയ്ക്കുള്ള ഒരു വ്യക്തികളായിരുന്നു. അവർ ഞങ്ങളെ ദ്രോഹിക്കുവാൻ, ഞങ്ങളെ ഉപദ്രവിക്കുവാൻ അവർ പദ്ധതി ഇട്ടപ്പോൾ, ഹല്ലേലൂയ, സ്വർഗ്ഗസ്ഥനായ കർത്താവ് അതിന് മേലെ ഹല്ലേലൂയ ചില കാര്യങ്ങളെ ചെയ്യുവാനായിട്ട് ഇടയായി. ദൈവമക്കളെ, ഇതുപോലെ പലവിധമായ പ്രതിസന്ധികളിലൂടെ ഞങ്ങളുടെ ജീവിതം കടന്നുപോയിട്ടുണ്ട്. അങ്ങനെ അനേക അനുഭവങ്ങളുണ്ട്. ഞാൻ അതൊന്നും ഒത്തിരി എക്സ്പ്ലെയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. വേഗത്തിൽ മുമ്പോട്ട് ഞാൻ പറയട്ടെ. അങ്ങനെ 10th സ്റ്റാൻഡേർഡ് കഴിഞ്ഞു.
+2 അപ്പൊ എല്ലാവർക്കും അറിയാം, ഒരുപക്ഷെ ആ ഏജ് ഗ്രൂപ്പിലുള്ള ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടോ, ഇനിയാണ് വലിയൊരു കടമ്പ. ഇനി ഏത് കോഴ്സ് എടുക്കും, എവിടെ പോയി പഠിക്കും, ഇപ്പോഴത്തെ പിള്ളേർക്കാണെങ്കിൽ ഏത് കൺട്രിയിൽ പോകണം എന്ന് വേണ്ട 100 കണക്കിന് ചോദ്യങ്ങളാണ്. ഒരാൾ പറയും മെഡിസിൻ നല്ല, മറ്റൊരാൾ പറയും എഞ്ചിനീയറിംഗ് നല്ലതാ, അവർ പറയും ഇത് രണ്ടും കൊള്ളത്തില്ല എന്ന് വേണ്ട 100 കണക്കിന് കൺഫ്യൂഷൻസ് നമ്മുടെ മനസ്സിൽ. എന്നാൽ എന്റെ കാര്യത്തിൽ ഒരു വ്യത്യാസം ഉണ്ടായിരുന്നു. എന്തെന്ന് പറഞ്ഞാൽ, ഞാൻ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് തൊട്ട് എനിക്ക് ഒരു ഒറ്റ ആഗ്രഹമേ ഉള്ളൂ, എയ്റോസ്പേസ് എഞ്ചിനീയർ ആകണമെന്ന്. അപ്പൊ നിങ്ങൾ ചിന്തിക്കുക ഇത്രയും ചെറിയ മനസ്സിൽ ഈ ഒരു ഐഡിയ എങ്ങനെ വന്നെന്ന്. ഞാൻ പഠിച്ച സ്കൂളിൽ എയറോനാറ്റിക്കും എയ്റോസ്പേസ് എഞ്ചിനീയറിംഗും ഉണ്ടായിരുന്നു. അത്രയും ഒരു നല്ല ക്യാമ്പസിലാണ് പഠിച്ചത്. അപ്പൊ ഇവരുടെ പല കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ, ഞങ്ങളുടെ ചേർന്നുള്ള ക്യാമ്പസിലാണ് ഈ പൈലറ്റ്സിനെയൊക്കെ ഫ്ലൈ ചെയ്യാൻ പഠിപ്പിക്കുന്നത്. അവരീ പോയി പാരഷൂട്ടിന് ചാടുന്നതും അങ്ങനെ പല കാര്യങ്ങളും ഞങ്ങൾ സ്ഥിരമായി കണ്ടോണ്ടിരുന്നപ്പോ എന്റെ ഹൃദയത്തിനുള്ളിൽ ഇത് നല്ല ഐഡിയ ആണല്ലോ, നമുക്കൊന്ന് എയറോസ്പേസ് എഞ്ചിനീയർ അയക്കാം. അപ്പൊ ഞാൻ ഈ ഫ്ലൈറ്റ്സിനെ പറ്റി, സ്പേസ്, സാറ്റലൈറ്റ്സ്, റോക്കറ്റ്സ് എന്ന് വേണ്ട എല്ലാത്തിനെ പറ്റി അപ് ടു ഡേറ്റ് ഇൻഫർമേഷൻ ആണ് എനിക്ക് ഉണ്ടായിരുന്നത്. അതിന്റെ പിക്ചേഴ്സ് കളക്ട് ചെയ്യുക, അതിന്റെ ബുക്സ് കളക്ട് ചെയ്യുക. അന്ന് പിന്നെ ഗൂഗിളും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നല്ലോ, ഉണ്ടായിരുന്നെങ്കിൽ അതിലും കുറെ ഞാൻ നോക്കിയേനെ. അങ്ങനെ ഞാൻ എന്റെ മൈൻഡ് ഞാൻ ഫിക്സ് ചെയ്തു, ഞാൻ എന്തായാലും ഞാൻ എയറോസ്പേസ് എഞ്ചിനീയർ എന്നെ ആവണമെന്നും. അങ്ങനെ 10th ഇരിക്കുമ്പം എനിക്ക് അന്നേരം ആദ്യമായിട്ട് ചന്ദ്രയാൻ ലോഞ്ച് ചെയ്ത സമയത്താണ് സ്കൂളിൽ നിന്ന് എനിക്ക് സെലക്ഷൻ കിട്ടി. ചന്ദ്രയാന്റെ മാനേജിംഗ് ഡയറക്ടറെ അവരൊക്കെ കാണാനുള്ള ഒരു അവസരം. അപ്പൊ ഞാൻ ഓർത്തു ഇത് തന്നെ എന്റെ എയിം, ഞാൻ എന്തായാലും ഫിക്സ് ചെയ്തു എന്ന് ഞാൻ എന്റെ മാനസികമായ ചിന്തയിൽ ഞാൻ സെലക്ട് ചെയ്തു. അങ്ങനെ +2 എക്സാം ആയപ്പം ഞങ്ങളുടെ വീട്ടിൽ എല്ലാ മാസവും 3 ദിവസം ഫാസ്റ്റിംഗ് ഉണ്ട്. അത് 3 കുഞ്ഞുങ്ങളും കമ്പൽസറി ഫാസ്റ്റിംഗ് എടുക്കണം. അതിനിടയ്ക്ക് പഴം തിന്നുക, ബനാന തിന്നുക, ബണ്ണ് തിന്നുക, പരിപാടികൾ ഒന്നുമില്ല. എല്ലാവരും ഫാസ്റ്റിംഗ് എടുക്കുവാണെങ്കിൽ ഞങ്ങളുടെ അടുക്കളയിൽ ഒരു പരിപാടിയും ഇല്ല, അവിടെ പോയിട്ട് കാര്യവുമില്ല. എന്നാൽ അങ്ങനെ ഫാസ്റ്റിംഗ് എടുന്നപ്പോ ബാംഗ്ലൂരിലുള്ള ചക്ക കുഞ്ഞു എന്ന് പറഞ്ഞ ഒരു ദേവദാസൻ ഏജിലെ ദേവദാസൻ കടന്നു എന്നോട് തല കൈവച്ച് പ്രാർത്ഥിച്ചു. നമ്മുടെ അവിടെ ഒന്നും അധികം പ്രവാചകന്മാരോ കാര്യങ്ങളൊന്നും വില്ലേജിലെ മിനിസ്റ്ററുകൾക്കൊന്നും ആരും അങ്ങനെ ഓടി വരുന്ന സമയമല്ല. അപ്പൊ ആദ്യമായിട്ടാണ് ഞാൻ ഒരു പ്രവചനം കേൾക്കുന്നത്. ആ ദേവദാസന്റെ തല കൈവച്ച് പ്രാർത്ഥിച്ചു എന്നോട് പറഞ്ഞു, മോളെ എന്താകാനാണ് ആഗ്രഹം എന്ന്. Obviously you all know the answer now. അപ്പൊ ഞാൻ പറഞ്ഞു എയറോസ്പേസ് എഞ്ചിനീയർ. എല്ലാരും എന്നെ ഇത് പറയുമ്പോൾ ഒത്തിരി അപ്രീഷിയേറ്റ് ചെയ്യും, പിള്ളേരായ ഇങ്ങനെ വേണം, ഇത്ര എയിം ഉണ്ടല്ലോ, ഇപ്പോഴത്തെ പിള്ളേർക്കൊന്നും ഒരു എത്തും പിടിയില്ല, യു ആർ ലൈക്ക് ക്വൈറ്റ് ഫോക്കസ്, ദാറ്റ്സ് ഗുഡ് എന്നൊക്കെ. പക്ഷെ ഞാൻ പാസ്റ്ററുകളുടെ മുഖത്തേക്ക് നോക്കിയപ്പോ പാസ്റ്ററുകളുടെ മുഖത്ത് ഒരു വ്യത്യാസമില്ല. പാസ്റ്ററുകൾ എന്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കി. അപ്പൊ ഞാൻ ഉടനെ ചോദിച്ചു, പാസ്റ്ററുകളെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ഉണ്ടെങ്കിൽ ഒന്ന് പറയണേന്ന് പറഞ്ഞു. അപ്പൊ ദേവദാസൻ എന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് പറഞ്ഞു, നിങ്ങൾ ഒരാളല്ല, നിങ്ങളുടെ വീട്ടിലെ 3 പേരും നിങ്ങൾ ഡോക്ടേഴ്സ് ആവും എന്ന് പറഞ്ഞു. അപ്പം സത്യം കോമഡി എന്ന് പറഞ്ഞാല്, എനിക്ക് മെഡിസിനോടോ ഞങ്ങളുടെ ചർച്ചിൽ ഇഷ്ടം പോലെ നഴ്സിംഗ് സ്റ്റുഡൻസും ഡെന്റിസ്റ്റും മെഡിക്കൽ എല്ലാം, എനിക്ക് ഇവരുടെ അടുത്ത് പോലും ഞാൻ ഈ കാര്യം പറഞ്ഞ് ഞാൻ പോവാറില്ല. ഭയങ്കര എനിക്ക് ദേഷ്യമുള്ള ഒരു ഫീൽഡ് ആയിരുന്നു ഈ സർജറി ആട്ടെ കാര്യങ്ങളാട്ടെ. എനിക്ക് ഇതിനൊന്നും ഒരു താല്പര്യം ഇല്ലായിരുന്നു. അപ്പൊ ഇങ്ങനെ ഒരു എയിം വന്നപ്പോ ഞാൻ ഓർത്തു, പിന്നെ ഇപ്പൊ പാസ്റ്റർ അങ്ങള് പറഞ്ഞോർത്ത് കാര്യങ്ങൾ നടക്കണമെന്നൊന്നും ഇല്ലല്ലോ, നമുക്ക് നോക്കാന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എൻട്രൻസ് ഒക്കെ എഴുതി. അപ്പൊ എല്ലാ ദിവസവും അന്ന് നമ്മുടെ വീടുകളിൽ ഇന്റർനെറ്റ് ഇല്ലല്ലോ, അപ്പൊ നമ്മൾ കെഫേ പോയിട്ട് ഇതിന്റെ കോളേജസ് എവിടെയാന്നൊക്കെ ഞാൻ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഈ ഉപവാസ പ്രാർത്ഥന കഴിഞ്ഞ സമയത്ത് എനിക്ക് പോകാനായിട്ട് പറ്റിയില്ല. ഞാൻ വീണ്ടും പോയപ്പോഴത്തേക്ക് ഫൈനൽ ഡേറ്റ് ഫോർ അപ്ലിക്കേഷൻ ഇസ് ക്ലോസ് എന്ന് പറഞ്ഞു. ഞാൻ മൊത്തത്തിൽ തകർന്നു പോയി. ഞാൻ ദൈവസന്നാഹത്തിൽ കടന്നു വന്ന് ഞാൻ ചോദിച്ചു, കർത്താവേ, ഞാൻ ഇത്രയധികം ആഗ്രഹിച്ച് എയറോസ്പേസ് എഞ്ചിനീയർ ആവണമെന്നൊക്കെ വന്നല്ലോ, ഇനി എന്റെ എയിമും പോയി, എനിക്കിനി വേറെ ഒന്നും എന്റെ മനസ്സിലേക്ക് വരുന്നുമില്ല, എന്റെ എല്ലാം എന്നെ പോയി, എന്റെ ഒരു ഹോപ്പ് എനിക്ക് എന്റെ ജീവിതത്തില്ല എന്ന് പറഞ്ഞ് ഏകദേശം ഒരു 3 ദിവസം ഞാൻ എല്ലാ ദിവസവും കരച്ചിലും സങ്കടം പറച്ചിലും മാത്രമായിരുന്നു. എന്നാൽ എൻട്രൻസിന്റെ റിസൾട്ട് വന്നപ്പോൾ എനിക്ക് ഗവൺമെന്റ് കോളേജിൽ മെഡിസിൻ എൻട്രൻസിൽ എനിക്ക് സീറ്റ് കിട്ടാനായിട്ട് ഇടയായി. ആ തുടക്ക സമയത്തൊക്കെ ഞാൻ ഓർത്തു, എന്തിനാണോ ഞാൻ ഇതിന് വന്നത്, ഇതിന് എന്നെ വല്ല പ്രയോജനം ഉണ്ടാകുമോ, ഇഷ്ടമില്ലാത്തൊരു ഫീൽഡ് വന്നെന്ന്. എന്നാൽ ഇന്ന് എനിക്ക് അത് ചിന്തിച്ചു നോക്കുമ്പോൾ എനിക്ക് പറയാനായിട്ട് കഴിയും, ഹല്ലേലൂയ, നമ്മൾ നമ്മുടെ ലിമിറ്റഡ് ആയിരിക്കുന്ന നോളജ് വെച്ച് ഇല്ലെങ്കിൽ സ്കോപ്പ് വെച്ച് കാര്യങ്ങൾ തീരുമാനിക്കുമ്പോൾ, നമ്മുടെ ഇന്നലെയും ഇന്നും നാളെയും അറിയുന്നവനായ കർത്താവിന്റെ പാദപീഠത്തിൽ വരുമ്പോ നമ്മുടെ സെലക്ഷനേക്കാളും നമ്മൾക്ക് ഏതാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് അറിയുന്ന ദൈവത്തിന്റെ സന്നിധാനത്തിലാണ് നമ്മൾ ആയിരിക്കുന്നത്. ഇന്ന് എനിക്ക് എന്റെ കൈ നെഞ്ചത്ത് വെച്ച് എനിക്ക് കംപ്ലീറ്റ് പ്രൗഡോടെ എനിക്ക് പറയാനായിട്ട് കഴിയും, ഇന്ന് ഞാൻ ദൈവം എന്നെ ഈ ഫീൽഡിലാക്കിയത് ഏറ്റവും ഉന്നതമായ ഒരു ഫീൽഡിലാണ്. എന്തിനെന്ന് പറഞ്ഞാൽ, നമ്മളൊരു എഞ്ചിനീയർ ആയി, ഇല്ലെങ്കിൽ ഒരു ഡെന്റിസ്റ്റ് ആയി, ഒരു ഫാർമസിസ്റ്റ് ആയി, കർത്താവിന് എന്താണ് അതിൽ പ്രയോജനം ഉള്ളത്? ഇല്ലെങ്കിൽ നമ്മൾ ജോർജിയ വിട്ടു, ചൈന വിട്ടു, UK വിട്ടു, എങ്ങോട്ടെങ്കിലും വിട്ടു, കർത്താവിന് എന്താണ് അതിൽ പ്രയോജനം ഉള്ളത്? ഹല്ലേലൂയ. നമ്മളെ ഓരോ കോഴ്സിൽ വിടുമ്പോൾ, ഓരോ രാജ്യത്തേക്ക് വിടുമ്പോൾ, അതിന്റെ പുറകെ ദൈവനാമ മഹത്വത്തിനു വേണ്ടി നമ്മൾ നിൽക്കണം എന്നതാണ് ദൈവത്തിന്റെ ആഗ്രഹം. അതിൻ പ്രകാരം നമ്മൾ മുമ്പോട്ട് പോയാൽ മാത്രമേ നമ്മുടെ പ്ലാനുകളൊക്കെ സക്സീഡ് ആകുള്ളൂ. നമ്മൾ പലപ്പോഴും
ഒത്തിരി എഫേർട്സ് എടുക്കും, ഒത്തിരി സ്ട്രെയിൻ ചെയ്ത് പല കാര്യങ്ങളും ചെയ്യും. എന്നാൽ അതിന്റെ പുറകിൽ ദൈവഹിതം ഉണ്ടോ എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ അത് എന്റെ ലൈഫിലെ ഏറ്റവും വലിയ ലെസൺ ആയിരുന്നു. ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഇസ് ഗോഡ്സ് വിൽ, എന്താണ് ദൈവഹിതം, നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ ദൈവഹിതം ഉണ്ടോ. അതിൽ പിന്നെ ഇന്ന് വരെ ഹല്ലേലൂയ എന്റെ ജീവിതവും എല്ലാം ഏറ്റവും ഭംഗിയായി കർത്താവ് നടത്തി. പ്രയാസങ്ങൾ ഇല്ലെന്നല്ല, പ്രതികൂലങ്ങൾ ഇല്ലെന്നല്ല, ദൈവഹിതം എന്തെന്ന് നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ മുമ്പിൽ കർത്താവ് തന്നെ അസാധ്യങ്ങളെ സാധ്യമാക്കി തരും, വാതിലുകളെ തുറന്നു തരും, മുഖാന്തരങ്ങളെ ഒരുക്കി തരും. അങ്ങനെ ഞാൻ വേഗത്തിൽ പോട്ടെ, മെഡിസിന് കയറി. ആസ് യൂഷ്വൽ സെയിം സിറ്റുവേഷൻ ആണ്. മെഡിസിൻ പഠിക്കണമെങ്കിൽ കുറെ ബുക്സ് വേണം, ഒത്തിരി പൈസ വേണം. എന്തായാലും എൻട്രൻസ് കിട്ടിയതുകൊണ്ട് നമുക്ക് ഫീസ് ഒന്നും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പൊ ബുക്സ് മേടിക്കാൻ നമുക്ക് പൈസ ഇല്ല. അങ്ങനെ ആദ്യത്തെ ഇന്റേണൽസിന് സമയമായി. അപ്പൊ ഞങ്ങളുടെ കോളേജ് പുതിയതായിട്ട് തുടങ്ങിയ കോളേജ് ആയതുകൊണ്ട് ലൈബ്രറിയിൽ അങ്ങനെ സപ്ലൈ അധികം ഒന്നും ഇല്ലായിരുന്നു. അപ്പൊ എല്ലാരും പഠിച്ചുകൊണ്ടിരിക്കുക, എനിക്ക് പഠിക്കാനായിട്ട് ബുക്കില്ല. അനാറ്റമി എക്സാം ആണ്, ഒത്തിരി അധികം പഠിക്കാനുള്ള ഒരു സബ്ജക്റ്റ് ആണ്. ഞാൻ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കും. അന്നേരം എന്നെ ഒരു PG-യിലാണ് ഞാൻ താമസിച്ചുകൊണ്ടിരിക്കുന്നത്. എന്റെ കൂട്ടുകാരോട് ഞാൻ ആരോടെങ്കിലും ചോദിച്ചു, നിങ്ങൾ ആരെങ്കിലും കുറച്ചു നേരം പഠിക്കാൻ എനിക്ക് ടെക്സ്റ്റ് ബുക്ക് തരുമോ? അത്രയും നേരം പഠിക്കാത്തവർക്കും അന്നേരം പഠിക്കണം. അന്നേരം പറഞ്ഞു ഞങ്ങൾക്കൊന്നും തരാൻ പറ്റത്തില്ല, ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഞങ്ങൾക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, അങ്ങനെ ഞാൻ ഒത്തിരി റിക്വസ്റ്റ് ചെയ്ത് എന്റെ ഒരു റൂംമേറ്റിനോട് ഞാൻ ചോദിച്ചു, ഒരു 10 മിനിറ്റ്സ് നിങ്ങൾ കഴിച്ചു പോകുന്ന, നിങ്ങൾ ഡിന്നർ കഴിച്ചു വരുമ്പോഴേക്കും ഞാൻ തരാം, ഒരു 10 മിനിറ്റ്സ് എനിക്ക് പ്ലീസ് തരുമോ എന്ന് ചോദിച്ചു. അവൾ പറഞ്ഞു 10 നിമിഷമേ ഉള്ളൂ, ഞങ്ങൾ വരാൻ, ഞങ്ങൾക്ക് പഠിക്കണം തരാം. ഞാൻ പറഞ്ഞു ഓക്കെ സെറ്റ്. അങ്ങനെ അവര് കഴിക്കാൻ പോയ സമയത്ത് വേഗം ഞാൻ ടെക്സ്റ്റ് ബുക്ക് മേടിച്ച് കുറച്ച് ഷോർട്ട് നോട്ട്സ് ഒക്കെ വേഗം ഉണ്ടാക്കി എനിക്ക് അറിയാവുന്ന പോലെ എല്ലാം സെറ്റ് ചെയ്ത് അവള് വന്നപ്പോഴേക്കും കൊടുത്തു. അങ്ങനെ ഞാൻ ഡിന്നറിന് പോകുന്ന സമയം. അപ്പൊ ഞാൻ ഡിന്നർ പോയപ്പോ ഇവള് പറഞ്ഞു, നിന്റെ ആ ഷോർട്ട് നോട്ട്സ് ഒന്ന് തരുമോന്ന്. എങ്ങനെയുണ്ട്? അപ്പൊ അവര് ചോദിച്ചു ഷോർട്ട് നോട്ട്സ് തരുമോ. നമ്മൾ നല്ല രീതിയിൽ ചിന്തിക്കുന്നു, നമ്മൾ എല്ലാവരും ഹെൽപ്പ് ചെയ്യാൻ ചിന്തിക്കുന്നു. ഓക്കെ, ടെക്സ്റ്റ് ബുക്ക് എന്നല്ലേ, നമ്മൾ എല്ലാവരും ഹെൽപ്പ് ചെയ്യണോ. ഞാൻ കൊടുത്തു. ഞാൻ ഡിന്നർ കഴിച്ച് വന്നപ്പോഴത്തേക്ക് ടെക്സ്റ്റ് ബുക്കും ഇല്ല, ഷോർട്ട് നോട്ട്സും ഇല്ല, ആളും ഇല്ല. ഇത് മൂന്നും എടുത്തോണ്ട് ആള് വേറെ ഹോസ്റ്റലിൽ പോയി. ഞാൻ ഈ രാത്രിയിൽ ഇനി എന്ത് ചെയ്യും? എന്റെ കയ്യിൽ ബുക്കും ഇല്ല, ഉള്ള ഷോർട്ട് നോട്ട്സും പോയി, ആളും ഇല്ല, വേറെ ആരും ചോദിക്കാനും ഇല്ല. സത്യത്തിൽ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ഷാറ്റേർഡ് ആയി. പേരൻസിനോട് ചോദിച്ചാൽ പേരൻസ് ഇല്ല, അവരാരും അടുത്തില്ല, വേറെ ആരും നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ ഒരു മനുഷ്യനില്ല. ഞാൻ നേരെ ഓടി എന്റെ ടെറസിലേക്ക് ഞാൻ പോയിരുന്നു. അവിടെ ചെന്ന് ഞാൻ വാവിട്ട് കർത്താവിനോട് പറഞ്ഞു, ദൈവമേ യു ഹാവ് പുട്ട് മീ ഇൻ ദിസ് പൊസിഷൻ. എന്റെ പേരൻസ് ഒരു പക്ഷെ പൈസ ഉണ്ടായിരുന്നെങ്കിൽ അവരെനിക്ക് ബുക്ക് മേടിച്ചേനെ, എന്റെ ബുക്ക് എന്റെ കയ്യിലുണ്ടായിരുന്നെങ്കിൽ ഞാൻ കുത്തിയിരുന്ന് പഠിച്ചേനെ. ഇപ്പൊ എനിക്ക് ബുക്കും ഇല്ല, ഒന്നുമില്ല. ഐ ആം കംപ്ലീറ്റ്ലി ഹെൽപ്ലെസ്. ഇനി ദൈവം എന്റെ ജീവിതത്തിൽ ഒരു അത്ഭുതം ചെയ്തേ പറ്റൂ. എന്റെ പേരൻസ് നിന്റെ ദാസന്മാരാണ്, ഞാൻ നിന്റെ മകളാണ്, ദൈവവേലയ്ക്ക് ഇറങ്ങിയവരാണ്, കർത്താവ് എനിക്ക് വേണ്ടി ഇറങ്ങി വന്നേ മതിയാവൂ എന്ന് പറഞ്ഞ് ഞാൻ ശക്തമായിട്ട് ആ രാത്രി മുഴുവൻ ഞാൻ ദൈവസന്നിധാനത്തിൽ ഇരുന്ന് ആ ടെറസിൽ ഇരുന്ന് ഞാൻ കരയുവാനായിട്ട് ഇടയായി. രാവിലെ എണീച്ചു വന്നു. അപ്പൊ എനിക്ക് നമ്മുടെ കയ്യിൽ പഠിക്കാനൊന്നുമില്ല. എല്ലാരും ബുക്കൊക്കെ പഠിച്ചപ്പോ നമ്മൾ കയ്യും വീശി പോവാണ്. എല്ലാരും പറഞ്ഞു പഠിച്ചെന്റെ ഓവർ കോൺഫിഡൻസ്. ഞാൻ പറഞ്ഞു ഓ, തലേ ദിവസം നടന്ന സംഭവങ്ങൾ എന്തൊക്കെയാന്ന് നിങ്ങൾക്ക് ഇപ്പൊ അറിയാലോ. അപ്പൊ ദൈവാത്മാവ് എന്റെ മനസ്സിൽ ഒരു പാട്ട് തന്നു. നിങ്ങൾ കേട്ടാണ്, ഇംഗ്ലീഷിലെ ഒരു പാട്ടുണ്ട്, ഹി ഈസ് മൈറ്റി ടു സേവ്, ഹി ഈസ് മൈറ്റി ടു സേവ് എന്ന് പറഞ്ഞ ഒരു ഇംഗ്ലീഷ് സോങ്. ഞാനത് പെട്ടെന്ന് ഇയർഫോണിൽ വെച്ച് ഞാൻ പാട്ട് പാടിക്കൊണ്ട് നന്ന സമാധാനത്തോടെ ഞാൻ പോവുകയാണ്. എല്ലാവരും കളിയാക്കുന്നൊക്കെ ഉണ്ട്, ഞാൻ അതൊന്നും മൈൻഡ് ആക്കുന്നില്ല. ഞാൻ പറഞ്ഞു ദൈവമേ, എന്റെ ലൈഫ്, എന്റെ സക്സസ്, എന്റെ മാർക്സ് ദൈവത്തിന്റെ കയ്യിലാണ്. ഞാൻ ഇതുവരെ മാർക്ക് ഫെയിൽ ആയിട്ടില്ല, ഞാൻ സപ്ലൈ ചെയ്തിട്ടില്ല, ഞാൻ ടോപ്പ് ലിസ്റ്റിൽ അല്ലാതെ വേറെ ഒരു കാര്യം എനിക്കറിയത്തില്ല. എന്റെ പരീക്ഷ ദൈവം എഴുതണം എന്ന് പറഞ്ഞ് ഞാൻ എക്സാം സെന്ററിലേക്ക് പോയി. അവര് പോയപ്പോഴത്തേക്ക് അവരെനിക്ക് ക്വസ്റ്റ്യൻ പേപ്പർ തന്നു. 2 മിനിറ്റ് തുറന്നു നോക്കിയപ്പോ എന്റെ കണ്ണിൽ ഫുൾ ബ്ലാങ്ക് ആണ്. നമ്മൾ വല്ലതും പഠിച്ചാലല്ലേ ഓർമ്മയുള്ളൂ. പഠിച്ചു പോയവർക്ക് തന്നെ പലപ്പോഴും ഈ അവസ്ഥ ഉണ്ടാവാറുണ്ട്. ഇനിയിപ്പോ എന്ത് ചെയ്യും കർത്താവേ? ഞാൻ ഒരു 2 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ കണ്ണടച്ച് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, ദൈവമേ വാട്ട് നെക്സ്റ്റ്, വാട്ട് നെക്സ്റ്റ്, വാട്ട് നെക്സ്റ്റ്, ഡു സംതിങ് എന്ന് പറഞ്ഞ്. അപ്പൊ ഞാൻ കണ്ണടച്ച് നോക്കുമ്പോൾ എന്റെ മൈൻഡിനകത്ത് ഞാൻ ഒരു പ്രൊജക്ടർ പോലെ ഒരു സാധനം ഇങ്ങനെ കാണാനായിട്ട് തുടങ്ങി. അപ്പൊ ഞാൻ കാണുന്നത് എന്തെന്ന് പറഞ്ഞാല് എന്റെ ടെക്സ്റ്റ് ബുക്ക് തുറന്നിരിക്കുന്നത് പോലെ ഒരു ഇമേജ് എന്റെ മനസ്സിൽ ഞാൻ കാണാനായിട്ട് ഇടയായി. പുറത്ത് കോപ്പി അടിച്ചതാന്ന് നിങ്ങൾ ആരും പറഞ്ഞേക്കല്ലോ കേട്ടോ. അപ്പൊ നമ്മുടെ കോപ്പി അടിക്കാൻ ഒരു ഇതും ഇല്ല, ഇൻവിജിലേറ്റേഴ്സ് ഉണ്ട്, എല്ലാരും ചുറ്റും ഇരിക്കുമ്പോൾ എന്റെ മനസ്സിനുള്ളിൽ ഹല്ലേലൂയ ദൈവം എന്റെ ടെക്സ്റ്റ് ബുക്ക് എന്ന രീതിയിൽ പിക്ചേഴ്സ് ഉൾപ്പെടെ എനിക്ക് ഇന്നും ഞാൻ ഓർക്കുന്നുണ്ട്. ഏതൊക്കെ പേജിൽ ഏതൊക്കെ പിക്ചേഴ്സ് ഉണ്ടോ അതിന്റെ ലേബലിംഗ് ഉൾപ്പെടെ എന്റെ കർത്താവ് എന്റെ മനസ്സിൽ ഹല്ലേലൂയ ദൈവം എനിക്ക് വെളിപ്പെടുത്തി തരുവാനായിട്ട് ഇടയായി. ആ ഇന്റേണൽസ് കഴിഞ്ഞു വന്നപ്പോൾ ഏറ്റവും എല്ലാരെക്കാളും ഏറ്റവും നല്ല മാർക്കോടെ പാസ്സാകാനായി കർത്താവ് ഇടയാക്കി. ഹല്ലേലൂയ. നമ്മുടെ ഹെൽപ്ലെസ് ആയ സിറ്റുവേഷനിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ കഴിവുള്ള ഒരു ദൈവത്തെയാണ് നമ്മൾ ആശ്രയിക്കുന്നത്. നമ്മുടെ ഫ്രണ്ട്സ് നമ്മളെ ഹെൽപ്പ് ചെയ്തൊന്നും വരില്ല. നമ്മുടെ അനേകർ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്ന വിചാരിക്കുന്നവരാരും നമുക്ക് വേണ്ടി ഹെൽപ്പ് ചെയ്തില്ലെങ്കിലും ഏത് ടഫ് സിറ്റുവേഷനിലും നമുക്ക് വേണ്ടി ഇറങ്ങി പ്രവർത്തിക്കാൻ കഴിവുള്ള ഏക ദൈവം അത് നമ്മുടെ കർത്താവാണ്. പലപ്പോഴും നമ്മൾ അതിന്റെ വില നമ്മൾ
അറിയാറില്ല. അതുകൊണ്ട് ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്ക് വേണ്ടി ദൈവം വൻ കാര്യങ്ങളെ ചെയ്യും. അങ്ങനെ ഫസ്റ്റ് ഇയർ എക്സാമിന്റെ അവസാനം വന്നപ്പോൾ 25 സീറ്റ്സ് ആണ് ഗവൺമെന്റിലുള്ളത്. അപ്പൊ എല്ലാ എക്സാം വന്നപ്പോ റിസൾട്ട് വന്നു. അപ്പൊ ഞാൻ എല്ലാരും വിളിക്കുന്നുണ്ട്, ആരും ഫോൺ എടുക്കുന്നില്ല. ഞാനോർത്ത് കർത്താവ് ഇത് എന്തൊരു കഷ്ടമാണ്, ആരും ഫോൺ, എല്ലാരും ഒന്ന് കോൺഗ്രാറ്റുലേറ്റ് വല്ലതും ചെയ്യാന്നോർത്ത് വിളിക്കുമ്പോ ആരും എടുക്കുന്നില്ല. അപ്പൊ എന്റെ ക്ലാസ്സിൽ വേറൊരു ഒരു ക്ലാസ്മേറ്റ് ഉണ്ടായിരുന്നു. അവൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, 25 പേരില് 2 പേര് മാത്രമേ പാസ്സായിട്ടുള്ളൂ, ബാക്കി എല്ലാരും ഫെയിലായി, ഒന്ന് നീയും ഒന്ന് ഞാനും എന്ന് പറഞ്ഞു. ഞാൻ അവിടെ തന്നെ ലിറ്ററലി ഞാൻ എന്റെ മുട്ടുമേലിരുന്നു. എല്ലാരും എക്സാം പാസ്സാകുമ്പോ ഒരു പക്ഷെ പായസം കൊടുക്കുമായിരിക്കും, ഒരു പക്ഷെ മുട്ടായികൾ കൊടുക്കുമായിരിക്കും. എന്നാൽ ഞങ്ങൾ കുടുംബം സമേതമായി ഹല്ലേലൂയ ദൈവസന്നിധാനത്തിൽ ഇരുന്ന് കരഞ്ഞു പ്രാർത്ഥിക്കുവാനായിട്ട് ഇടയായി. അപ്പാ ഹല്ലേലൂയ, എന്നെ ഇത്ര ഉയർത്തുവാൻ, എന്നെ ഇത്ര കരുതുവാൻ അപ്പാ എന്ത് യോഗ്യതയാണ് കർത്താവേ എനിക്ക് നിന്റെ സന്നിധാനത്തിൽ ഉണ്ട് എന്ന് ഞാൻ ദൈവസന്നിധാനത്തിൽ ഹല്ലേലൂയ, ഞങ്ങൾ ഒരാൾ മാത്രമല്ല ഞങ്ങൾ എല്ലാവരും മുട്ടുമടക്കി ദൈവത്തോട് നന്ദി പറയുവാനായിട്ട് ഇടയായി. ഹല്ലേലൂയ. ബാക്കിയുള്ളവരുടെ ജീവിതത്തിൽ എന്തൊക്കെ നടന്നാലും ദൈവം നമ്മുടെ ജീവിതത്തിന്റെ കൺട്രോൾ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ, നമ്മളെ നിരാശപ്പെടുവാൻ അവൻ അനുവദിക്കത്തില്ല, നമ്മൾ നിന്ദിക്കപ്പെടുവാൻ അവൻ അനുവദിക്കത്തില്ല, നമ്മളെ തലതാഴ്ത്തുവാൻ അവൻ അനുവദിക്കുന്ന കർത്താവല്ല. ഹല്ലേലൂയ. അങ്ങനെ എന്റെ മെഡിസിന്റെ ഓരോ വർഷം പറയണെങ്കിലും ഓരോ അത്ഭുതമാണ്. സെക്കൻഡ് ഇയർ എക്സാമിന്റെ മെയിൻ എക്സാമിന്റെ സമയത്ത് രാവിലെ ഫാസ്റ്റിംഗ് പ്രെയർ ആണ്, 2 മണി തൊട്ടാണ് എക്സാം. ഇനിയിപ്പോ എന്ത് ചെയ്യും? എക്സാമിന് പോവോ പ്രയറിന് പോവോ? ഒട്ടുമുക്കാലും ആൾക്കാർ പറയും നിങ്ങൾ ഇരുന്ന് പഠിച്ചാൽ മതി, വരണ്ടെന്ന് പറഞ്ഞ് അവിടെ ഇരുത്തി പോകുന്നതാണ് പതിവ്. അപ്പം ഡാഡി എന്നെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു, ഇറ്റ്സ് യുവർ ടേക്ക്. പിന്നെ മാർക്സ് പറഞ്ഞാൽ ആരും കുറ്റം പറയാൻ പാടില്ല. ഞാൻ പറഞ്ഞു ഞാൻ എന്തായാലും പ്രയറിന് വരുന്നു. അന്ന് രാവിലെ ഞാൻ ഉച്ചവരെ ഫാസ്റ്റിംഗ് പ്രയർ അറ്റൻഡ് ചെയ്തിട്ട് നേരെ എക്സാം സെന്ററിലേക്കാണ് പോയത്. ഹല്ലേലൂയ. ആ വർഷം ഉന്നതമായ മാർക്കോടെ പാസ്സാകുവാനായിട്ട് ദൈവം ഇടയാക്കി. അതിനുശേഷം നോക്കുമ്പോൾ ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ 25 പേരിൽ 2 പേര്, ഇപ്പൊ എന്റെ ക്ലാസ്സിൽ ആകെ 2 പേരേ ഉള്ളൂ. ഞാനും ഉണ്ട്, എന്റെ വേറൊരു ഫ്രണ്ട് ഉണ്ട്. ഞങ്ങൾ 2 പേര് മാത്രമേ പാസ്സായിട്ടുള്ളൂ. അപ്പൊ ഈ കൂടെ വരുന്ന ഒരു ഉണ്ടായിരുന്നവെന്ന് പറഞ്ഞാല് ഒരു ഹിന്ദു ഫ്രണ്ടാണ്, ഒരു ലോക്കൽ വന്ന ഒരു ഫ്രണ്ട്, ഒരു കന്നഡികയാണ്. അപ്പം ഞങ്ങള് ഫൈനൽ ഇയറിലേക്ക് എത്തിയപ്പം അവൻ കോളേജിന്റെ പ്രസിഡന്റ് ആയി. അപ്പം എല്ലാ കാര്യങ്ങളൊക്കെ ഞങ്ങൾ 2 പേരുമാണ് കോളേജിൽ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പൊ ഞായറാഴ്ച എന്ത് സെമിനാർ വന്നാലും എന്ത് ഇത് വന്നാലും എന്നെ കാണത്തില്ല. ചിലപ്പോ മെയിൻ ട്രെയിനിങ് ആയിരിക്കും. അപ്പൊ അവൻ തന്നെ പെടും. അതുപോലെ നീ തന്നെ ഉണ്ടല്ലോ, നീയും വീട്ടിൽ പൊക്കോന്ന് പറഞ്ഞ് അവനെ പറഞ്ഞു വിടും. അപ്പൊ അവന് എന്നോട് ഭയങ്കര ദേഷ്യം ഉണ്ടാകാനായി തുടങ്ങി. അവൻ ചോദിച്ചു, നീ എന്തുകൊണ്ടാണ് ഈ ഞായറാഴ്ചയൊക്കെ മിസ്സാക്കുന്നത്, നിന്റെ കരിയർ ഇമ്പോർട്ടന്റ് അല്ലേ നിനക്ക് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്റെ പ്രയറിനെക്കാളും എനിക്ക് വേറെ ഒന്നും ഇമ്പോർട്ടന്റ് അല്ല. ഞാൻ പറയാനായിട്ടെ, നിന്റെ ഫൈനൽ എക്സാം ഞായറാഴ്ച വന്നാൽ നീ എഴുതത്തില്ലേന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എന്റെ ഫൈനൽ എക്സാം ഞായറാഴ്ച വന്നാൽ ഞാൻ എഴുതത്തില്ല എന്ന് ഞാൻ കോൺഫിഡൻസോടെ പറയാനായിട്ട് തുടങ്ങി. അന്നേരം ആ പ്രാവശ്യം ടൈം ടേബിൾ വന്നപ്പോൾ ഒരു എക്സാം ഞായറാഴ്ച. എന്ത് ചെയ്യും നിങ്ങൾ തന്നെ പറ? പരീക്ഷയ്ക്ക് പോവോ ചർച്ചിൽ പോവോ? അങ്ങനെ ഞാൻ പറഞ്ഞു ടൈം ടേബിൾ വന്നല്ലേ ഉള്ളൂ, നമുക്ക് നോക്കാം, പരീക്ഷ തുടങ്ങിയില്ലല്ലോ. അങ്ങനെ നോക്കുമ്പോ കറക്റ്റ് ആ പരീക്ഷന്റെ 2 ദിവസം മുമ്പ് എക്സാം പോസ്റ്റ്പോൺ ആയി. അത് ലാസ്റ്റിലേക്ക് അത് മാറ്റിവെക്കാനിടെ അവിടെയും നമ്മൾ ചെറിയൊരു കാര്യത്തിനാണെങ്കിലും നമ്മൾ ദൈവത്തിന് വേണ്ടി കോൺഫിഡൻസോടെ ഒരു സ്റ്റാൻഡ് എടുക്കുമ്പോഴാണ് ദൈവപ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നത്. ദാനിയേലോട് പറഞ്ഞു, നീ ഈ ബിംബത്തെ നീ ആരാധിക്കണം, വേറെ ഒന്നിനെ ആരാധിക്കാൻ പാടില്ല. ഇമ്മീഡിയറ്റ്ലി ഹി ടുക്ക് ഹിസ് സ്റ്റാൻഡ്. എന്താണ്? ഞാൻ ദൈവത്തെ മാത്രമേ ആരാധിക്കത്തുള്ളൂ. ശദ്രക് മേശക് അബേദ്നെഗോയോട് പറഞ്ഞു, നിങ്ങൾ ഇപ്പം ഇവര് രാജാവിനെ നിങ്ങൾ ആരാധിച്ചില്ലെങ്കിൽ, അല്ലെങ്കിൽ നമസ്കരിച്ചില്ലെങ്കിൽ നിങ്ങൾ ഞാൻ തീയിലേക്ക് എറിയുമെന്ന് പറഞ്ഞു. അന്നേരം അവര് പറഞ്ഞു, വി ടേക്ക് ആ സ്റ്റാൻഡ്. നമ്മളായിരിക്കുന്ന യൂണിവേഴ്സിറ്റിയിൽ, നമ്മളായിരിക്കുന്ന കോളേജുകളിൽ എന്ത് സ്റ്റാൻഡാണ് നമ്മൾ ദൈവത്തിന് വേണ്ടി എടുക്കുന്നത്? നമ്മുടെ കൂട്ടുകാർ പറയും, വാ നമുക്ക് പാർട്ടിക്ക് പോകാം, അല്ലെങ്കിൽ നമുക്ക് പിക്നിക്കിന് പോകാം. വാട്ട് ഈസ് യുവർ സ്റ്റാൻഡ്? നമ്മൾ ദൈവത്തിന് വേണ്ടി ഒരു സ്റ്റാൻഡ് എടുക്കുമ്പോൾ കർത്താവ് നമുക്ക് വേണ്ടി ഇറങ്ങി വരുവാൻ ശക്തനായ ദൈവമാണ്. അങ്ങനെ കുറച്ച് ദിവസം കൊണ്ട് കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ ചില മെയിൻ ഫൈനൽ കോൺഫറൻസസ് ഒക്കെ ഈ ഞായറാഴ്ച വരുവാനായിട്ട് തുടങ്ങി. അപ്പൊ ബാക്കി എല്ലാ ജൂനിയേഴ്സും കാണത്തക്ക രീതിയിൽ ഇവൻ എന്നെ 1 മണിക്കൂർ എന്നെ ഇൻസൾട്ട് ചെയ്യാനായിട്ട് തുടങ്ങി. എല്ലാവരുടെ മുമ്പിലും യു ആർ ഗുഡ് ഫോർ നത്തിങ്, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് ഒരു കുറെ സ്റ്റുഡൻസിന്റെ ഫ്രണ്ടിൽ ഞങ്ങളുടെ എല്ലാ ജൂനിയേഴ്സ്, 5 വർഷത്തെ ജൂനിയേഴ്സിന് മുമ്പിൽ എന്നെ വളരെ ഇൻസൾട്ട് ചെയ്താനായിട്ട് തുടങ്ങി. ഞാൻ ഞായറാഴ്ച ഒരു മെയിൻ ഈവന്റിന് പോയില്ല. അതായിരുന്നു പ്രശ്നം. ഞാൻ വീട്ടിൽ വന്ന് ഞാൻ കരഞ്ഞു പ്രാർത്ഥിച്ചു, കർത്താവേ നീ അവനെ തൊടണം, ദൈവമേ അവൻ ഒരു ദൈവത്തിന്റെ പൈതലായി തീരണം, കർത്താവേ എന്നെ ഇത്ര ഇൻസൾട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവന്റെ ജീവിതത്തിൽ ദൈവം ഒരു പ്രവൃത്തി ചെയ്യണം എന്ന് ഞാൻ ദൈവത്തോട് ചലഞ്ച് ചെയ്യുവാനായിട്ട് ഇടയായി. കുറച്ചു ദിവസം കഴിഞ്ഞപ്പോ ഒരു ദിവസം ഇവൻ ഭയങ്കര സൈലന്റ് ആയിട്ട് ഡിപ്രസ്ഡ് ആയിട്ട് ഒരു സൈഡിൽ ഇരിക്കുകയാണ്. അപ്പൊ ഞാൻ ചോദിച്ചു, എന്താണ് പ്രശ്നം? അവനൊന്നും മിണ്ടുന്നില്ല. യൂഷ്വലി ഒരു ഇച്ചിരി അങ്ങനത്തെ സ്വഭാവക്കാരായത് നമ്മൾ കൂടുതലായിട്ടൊന്നും പറയാനൊന്നും പോയില്ല. എന്നാൽ കുറച്ചു നേരം ഞാൻ അവിടെ അടുത്തിരുന്നപ്പോ എനിക്ക് മനസ്സിലായി
ഇവൻ എന്തോ ഒരു ഒരു ദുഷ്ടശക്തിന്റെ ഒരു ഇൻഫ്ലുവൻസ് അവന് വരുന്നുണ്ട്, ഒരു പ്രതികൂലം അവന്റെ ജീവിതത്തിൽ വരുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ വീണ്ടും അവിടെ തന്നെ ഇരുന്ന് ചോദിച്ചു എന്താണ്. അവൻ എടുത്ത വായിക്ക് പറഞ്ഞു ഞാൻ മരിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ സത്യം പറഞ്ഞ ഷോക്കായി പോയി. കർത്താവെ, ഇനി ഒരു സൂസൈഡും വിറ്റ്നസ് ചെയ്യേണ്ടി വരുമോ, ഇനി അതും എന്റെ മേലെ വരുമെന്ന് ഞാൻ ആകെ പേടിച്ചു. ഞാൻ എന്താ ചെയ്യണമെന്ന് എനിക്ക് മനസ്സിലായില്ല. ഞാൻ വേഗം ഡാഡിയോട് ഫോൺ ചെയ്തിട്ട് പറഞ്ഞു, ഡാഡി എന്നെ ഒരു ക്ലാസ്മേറ്റ് ഉണ്ട് ഇതുപോലെ, അവൻ പറയുവാണ് അവന് സൂയിസൈഡ് ചെയ്യണമെന്ന്, എനിക്ക് എന്താ ചെയ്യണമെന്ന് എനിക്ക് അറിയത്തില്ല. അപ്പൊ ഡാഡി പറഞ്ഞു നീ എത്രയും പെട്ടെന്ന് അവനെ കൂട്ടി വീട്ടിലേക്ക് വരാൻ പറഞ്ഞു. അങ്ങനെ ആ ഒരു ജേർണി, ആ കോളേജിൽ നിന്ന് വീട് വരെ എത്തിയത് എങ്ങനെയാന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് എന്നെ ഓർമ്മയില്ല. എന്നെക്കാളും നല്ല ഹൈറ്റും വെയിറ്റും ഉള്ള ഒരാളാണ്. ഞാൻ നോക്കുമ്പോ എന്നെയും വലിച്ചുകൊണ്ട് ഇവർ റോഡില് വണ്ടികളുടെ മുമ്പിലേക്കാ ചാടിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ഓർത്ത് കർത്താവ്, ഇത് ഭയങ്കര ഒരു ചലഞ്ച് ആയിപ്പോയല്ലോ. എന്നിട്ട് അവസാനം അങ്ങോട്ട് ഓടുന്നു, റോഡിന്റെ നടുക്ക് കൂടെ റോഡ് ക്രോസ് ചെയ്യുമ്പോ ഒക്കെ ഭയങ്കര ബഹളം. പിന്നെ ഞാൻ എങ്ങനെയൊക്കെയോ പ്രാർത്ഥിച്ച് അവനെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. 3 ദിവസം ഞങ്ങളുടെ വീട്ടിൽ താമസിച്ചു. 3 ദിവസം അവന് വേണ്ടി സഭയും ഞങ്ങളുടെ കുടുംബവും ശക്തമായി ഉപവസിച്ചു. ആ 3 ദിവസത്തിന് ശേഷം അവനൊരു പൂർണ്ണ വിടുതൽ ഉണ്ടായി. ഹല്ലേലൂയ. അവന്റെ പിതാവ് സൂസൈഡ് ചെയ്തതാണ്. അതേ ഒരു ആത്മാവ് അവനെയും സൂസൈഡ് ചെയ്യുവാനായി ഒത്തിരിയധികം പ്രതികൂലമായി അവന്റെ ജീവിതത്തിൽ കടന്നു വന്നപ്പോൾ ആ ഒരു വലിയൊരു നെഗറ്റിവിറ്റിന്ന് അവനൊരു വിടുതൽ ഉണ്ടായി. അവൻ സ്നാനപ്പെട്ടു. അവൻ ദൈവത്തിന്റെ മകനായി തീരുവാനായിട്ട് ഇടയായി. ഹല്ലേലൂയ. നമ്മളെ ഒരു യൂണിവേഴ്സിറ്റിയിൽ, ഒരു കോളേജിൽ, ഒരു ദേശത്ത് ആക്കിയിരിക്കുന്നത് അനേകരുടെ വിടുതലിന് വേണ്ടിയാ ദൈവമക്കളെ. നിങ്ങൾ ആയിരിക്കും, നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട്സ് ഉണ്ട്. എത്ര പേരോട് നിങ്ങൾ സുവിശേഷം പറഞ്ഞിട്ടുണ്ട്, എത്ര പേർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ട്. അവരുടെ ഫാമിലിയിൽ എന്തൊക്കെയാണ് നടക്കുന്നത് നിങ്ങൾക്ക് അറിയാവോ, അവരുടെ റിലേഷൻഷിപ്പിൽ എന്തൊക്കെയാണ് നടക്കുന്നത് നിങ്ങൾക്ക് അറിയാവോ. നിങ്ങൾ ആ ഒരു രീതിയിൽ അവരോടൊന്ന് ഇടപെട്ട് നോക്കിക്കേ. ആരെങ്കിലും ഞങ്ങളുടെ ഒരു വിഷമം കേൾക്കാൻ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന എത്രയോ കുഞ്ഞുങ്ങൾ നമ്മുടെ ചുറ്റുപാടുണ്ട്. എന്നാൽ ഹല്ലേലൂയ, ദൈവമക്കളായ നമ്മൾ ഈ ദിവസങ്ങളിൽ കുറച്ച് അലേർട്ട് ആയിരിക്കണം. നമുക്ക് ആദ്യം ആവശ്യമായത്, ഇല്ലെങ്കിൽ നമ്മൾ പുറമെ കാണിക്കുന്ന കുറെ കാര്യങ്ങളല്ല. വി നീഡ് ടു ബി കൈൻഡ്, വി നീഡ് ടു ഹാവ് എംപതി. അതാണ്, വി നീഡ് ടു ഷോ വാട്ട് ഈസ് ഗോഡ്സ് ലവ്. ഇന്ന് ഒത്തിരി പേര് ഡിപ്രഷനിലൂടെ കടന്നു പോകുവാണ്. എന്തിനാണ്? അവർക്ക് they don't have answer to so many problem. അവർ ആഗ്രഹിച്ച പലതും നടക്കുന്നില്ല. എന്നാൽ അവരുടെ ജീവിതത്തിൽ ഒരു ഹോപ്പ് കിട്ടാൻ വേണ്ടിയാണ് ദൈവം നമ്മളെ ഉയർത്തുന്നത്, ദൈവം നമ്മളെ കോഴ്സുകളിലേക്ക് അയക്കുന്നത്. എന്തെന്ന് പറഞ്ഞാൽ ഒരു ആത്മാവിന്റെ വില ഈ ലോകത്തിലെ എല്ലാത്തിനേക്കാളും വലിയതാണെങ്കിൽ അത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. നമ്മുടെ കൂട്ടുകാരിൽ എത്ര പേരുണ്ടോ അവർ അത്രയും പേരും ദൈവത്തെ അറിയേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഒരു പ്രാവശ്യമെങ്കിലും കുറഞ്ഞത് നിങ്ങൾ ആ കോഴ്സ് ഇല്ലെങ്കിൽ തീരുന്നതിന് മുമ്പ്, ഇല്ലെങ്കിൽ ആ ജോലിയിൽ മാറുന്നതിന് മുമ്പ് ഒരു പ്രാവശ്യമെങ്കിലും ദൈവത്തെ പറ്റി നിങ്ങൾ പറയണം. അതിന്റെ റിസൾട്ട് എന്താ വരുന്നത് നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല. ദാറ്റ് ഈസ് ഇൻ ചാർജ് ഓഫ് ഹോളി സ്പിരിറ്റ്. ദൈവമാണ് റെസ്പോൺസിബിൾ. പറയേണ്ടത് മാത്രം നമ്മുടെ ഡ്യൂട്ടി, പ്രവർത്തിക്കുന്നത് ദൈവമാണ്. അങ്ങനെ ആ കാര്യങ്ങളൊക്കെ ഭംഗിയായി നടന്നു. ഫൈനൽ എക്സാമിലേക്ക് വന്നു. അപ്പൊ അങ്ങനെ 5 years കഴിഞ്ഞു. ഇനിയിപ്പോ ഇന്റേൺഷിപ്പിലേക്ക് പോകണം. എല്ലാം സെറ്റാണ്, ഒരു കുഴപ്പമില്ല. പല ചാലഞ്ചസ് ഇങ്ങനെ ഇതിലൂടെയൊക്കെ വന്നു. എക്സാമിന്റെ 10 ദിവസം മുമ്പ് എന്റെ ഒരു സൈഡ് തളർന്നു പോകുവാനായിട്ട് ഇടയായി. ഞാൻ നോക്കുമ്പോൾ എനിക്കൊരു സിവിയർ ഹെഡേക്ക് പോലെ വരും. ഹെഡേക്ക് പോലെ വന്നിട്ട് എന്റെ ചെവിയും ഒരു സൈഡ് മൊത്തം, കഴുത്തും കൈ, റൈറ്റ് ഹാൻഡും റൈറ്റ് ലെഗും ഒക്കെ ഭയങ്കരമായിട്ട് പെയിൻ. ആദ്യമൊക്കെ ഞാൻ ആ വേദന സഹിച്ച് ഞാൻ പഠിക്കുമായിരുന്നു. കുറെ നേരം ഇരുന്ന് കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി എനിക്ക് ഇരിക്കാൻ പറ്റത്തില്ല, എനിക്ക് നിൽക്കാൻ പറ്റുന്നില്ല, എനിക്ക് ബുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ കംപ്ലീറ്റ് കിടപ്പിലായി പോയി. അന്നേരം ആകെ ഞാൻ കോഫി കുടിക്കും, റസ്ക് കഴിക്കും, ഇത് മാത്രമാണ് എന്റെ ഫുഡ്. ഞാൻ അവിടെ കിടന്ന് എന്റെ പില്ലോ നനഞ്ഞ് കുതിർന്ന എത്രയോ രാത്രികൾ എന്റെ ജീവിതത്തിലുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു, കർത്താവേ, ഇത്രത്തോളം നീ എന്നെ കൊണ്ടുവന്നല്ലോ അപ്പാ, ഇത്രയും അത്ഭുതങ്ങൾ നീ ചെയ്തല്ലോ. ഈ ഫൈനൽ മൊമെന്റില് ഞാൻ എക്സാം എഴുതില്ലെങ്കിൽ ഞാൻ ബാക്ക് ആയി പോകും. പിന്നെ എന്റെ കൂടെ എല്ലാവരും ഇന്റേൺഷിപ്പിലേക്ക് പോകും. ഞാൻ ഇനി എന്ത് ചെയ്യും കർത്താവേ? ഞാൻ മാത്രം ഒറ്റപ്പെട്ടു പോവുമല്ലോ ദൈവമേ എന്ന് ഞാൻ ഹല്ലേലൂയ രാത്രി തോറും എന്റെ കർത്താവിന്റെ മുമ്പേ ഞാൻ കരയുവാനായിട്ട് ഇടയായി. എനിക്ക് എണീക്കാൻ വയ്യ, എനിക്ക് ഉറക്കെ പ്രാർത്ഥിക്കാൻ വയ്യ. എന്റെ തലവണ പലപ്പോഴും ഹല്ലേലൂയ ഒത്തിരി കണ്ണുനീർ നിറഞ്ഞ് അത് കുതിരുവാനായിട്ട് ഇടയായി. എക്സാമിന്റെ അന്ന് വന്നു. അവസാനം എല്ലാവരും എന്നോട് പറഞ്ഞു, നിന്റെ ഹെൽത്ത് നീ നോക്ക്, നീ എണിച്ച് നിന്നാലല്ലേ എക്സാം എഴുതാൻ പറ്റൂ. ഒത്തിരി വിഷമിക്കേണ്ട, സാരമില്ല, 6 മാസം കഴിഞ്ഞിട്ട് നിനക്ക് എക്സാം എഴുതാം, കുഴപ്പമൊന്നുമില്ല, നീ ഹെൽത്തി ആവാൻ നോക്ക്. ഞാൻ പറഞ്ഞു, കർത്താവേ, എന്നോ എന്റെ ജീവിതത്തിൽ ഇതുവരെ ഞാൻ ഫെയിലിയർ അനുഭവിച്ചിട്ടില്ലെങ്കിൽ ഞാനൊരു ദൈവ പൈതലാണ്. ഈ ഒരു സിറ്റുവേഷനിൽ ഞാൻ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. എനിക്ക് വേണ്ടി നീ അത്ഭുതം ചെയ്തേ മതിയാവോ എന്ന് ഞാൻ കർത്താവിനോട് അവിടെ കിടന്നുകൊണ്ട് ഞാൻ വാദിക്കുവാനായിട്ട് തുടങ്ങി. എക്സാമിന്റെ ദിവസം വന്നു. രാവിലെ ഞാൻ ഒരു കൈ നിറച്ചും പെയിൻ കില്ലർ എടുത്തുകൊണ്ട് ഞാൻ എക്സാം സെന്ററിലേക്ക് പോയി. 3 മണിക്കൂർ എഴുതേണ്ട എക്സാം എനിക്ക് 1 മണിക്കൂർ എഴുതാൻ കഴിഞ്ഞു.
കഴിഞ്ഞുള്ളൂ. ആ 1 മണിക്കൂർ ഞാൻ എഴുതി കഴിഞ്ഞപ്പോഴേക്കോ എനിക്ക് അതിയായ പെയിൻ വന്ന് ഞാൻ വേഗം ഡെസ്കെ തലവെച്ച് ഞാൻ കിടന്നു. അപ്പൊ അപ്പുറത്തിപ്പുറത്തേക്ക് എന്റെ ഫ്രണ്ട്സ് പറഞ്ഞു, ഗ്രേസ് എന്തെങ്കിലും നീ ഒന്ന് എഴുത്, ഇത് ഫൈനൽ എക്സാം ആണ്, അറ്റ്ലീസ്റ്റ് പാസിംഗ് മാർക്കെങ്കിലും വേണമെന്ന് പറഞ്ഞു. എന്റെ ടീച്ചേഴ്സ് എന്നോട് വന്ന് സംസാരിച്ചു, എന്റെ പ്രിൻസിപ്പൽ എന്നോട് വന്ന് സംസാരിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് എഴുതാനുള്ളതൊക്കെ ഞാൻ എഴുതി, ഇനി എനിക്ക് ഒരു അക്ഷരം എഴുതാനും പറ്റത്തില്ല, എണിച്ചിരിക്കാനും പറ്റത്തില്ല എന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ എല്ലാ എക്സാം ആ വർഷത്തെ ഫൈനൽ എക്സാം ഞാൻ എല്ലാം എഴുതി. എന്നാൽ നിങ്ങൾക്ക് ഒരു കാര്യം അറിയാവോ, റിസൾട്ട് വന്നപ്പോ ഏറ്റവും കൂടുതൽ മാർക്ക് എനിക്കായിരുന്നു. അത് മാത്രമല്ല, ആ കോളേജ് തുടങ്ങിയ വർഷം തൊട്ട് ഞാൻ എക്സാം എഴുതിയ വർഷം വരെ എത്ര ബാച്ച് കൊണ്ടിരുന്നോ അത്രയും ബാച്ചിലും ഏറ്റവും കൂടുതൽ മാർക്ക് എന്റേതായിരുന്നു. കഴിഞ്ഞിട്ടില്ല, ഞങ്ങളുടെ കോളേജിലെ ആദ്യത്തെ ഗോൾഡ് മെഡലിസ്റ്റ് ഞാനാണ്. അത് കഴിഞ്ഞിട്ടില്ല, വീണ്ടും യൂണിവേഴ്സിറ്റി ടോപ്പേഴ്സ് ലിസ്റ്റിൽ എന്റെ പേര് എഴുതാനായിട്ട് ഇടയായി. ഹല്ലേലൂയ. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ഒരു ദൈവം നമ്മുടെ കൂടെയുള്ളപ്പോ നമ്മൾ എന്തിനാണ് ഭാരപ്പെടുന്നത്? നമ്മൾ എന്തിനാണ് വിഷമിക്കുന്നത്? നമുക്ക് രോഗം വന്നോ, ക്ഷീണം വന്നോ, ഗിവ് ഇറ്റ് ടു ഗോഡ്. ഹല്ലേലൂയ. ദൈവകരത്തിൽ നമ്മൾ ഏൽപ്പിക്കാത്തത് കൊണ്ടാണ് പല വിഷയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ തടസ്സമായി നിൽക്കുന്നത്. ദൈവത്തിന്റെ കരങ്ങളിൽ നമ്മൾ ഏൽപ്പിക്കുമ്പോൾ അത്ഭുതങ്ങൾ നമ്മൾ കാണും. വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം കാണും എന്ന് വചനത്തിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ വചനത്തിന് യാതൊരു മാറ്റമില്ല. ദൈവത്തിന് അന്നത്തെ കാലത്ത് ദൈവം അത്ഭുതങ്ങൾ ചെയ്തു, അടയാളങ്ങൾ ചെയ്തു, മരിച്ചവരെ ഉയർപ്പിച്ചെങ്കിൽ ഈ വർഷവും ഇന്ന് ഇരിക്കുന്ന ഈ സമയത്തും ദൈവത്തിന്റെ ശക്തിക്ക് ഒരു മാറ്റവുമില്ല. ഹല്ലേലൂയ. ഞാൻ ദൈവത്തെ സ്തുതിക്കട്ടെ. വീണ്ടും പറയട്ടെ, ഇനി ആയിരക്കണക്കിന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന എനിക്കറിയാം. ഈ ഇന്നത്തെ ഫുൾ ഡേ കാര്യങ്ങൾ ഞാൻ പറയാൻ റെഡിയാണ്, നിങ്ങൾ കേൾക്കാനും റെഡിയാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് വേഗത്തിൽ ചില കാര്യങ്ങളൂടെ പറഞ്ഞിട്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അപ്പൊ അങ്ങനെ ഡിഗ്രി ഒക്കെ ഭംഗിയായിട്ട് കഴിഞ്ഞു. വിവാഹപ്രായമായി പഠിച്ചു കഴിഞ്ഞപ്പോഴേക്കും പ്രഷർ തുടങ്ങി. മമ്മിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു 25 വയസ്സ് കഴിയുന്നതിന് മുമ്പ് 3 പെമ്പിള്ളാരും കെട്ടിച്ചുവിടണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. എന്നാൽ ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ കണ്ടിട്ടില്ല. എപ്പോഴും ചർച്ചിലുള്ള ആർക്കെങ്കിലും വേണ്ടി ഉപവാസവും പ്രാർത്ഥനയാണ്. അപ്പൊ ഏകദേശം അതേ സമയമായപ്പോ ഞങ്ങളുടെ ചർച്ചിലെ 1-2 ചേച്ചിമാർക്ക് ഇതേപോലെ 30 വയസ്സൊക്കെ കഴിഞ്ഞവർ, വിവാഹപ്രായം ആകാത്തവര്, ഞാൻ നോക്കുമ്പോൾ മമ്മി കുത്തിരുന്ന് അവർക്ക് വേണ്ടി ഉപവാസവും പ്രാർത്ഥനയാണ് എപ്പോഴും. അപ്പൊ ഞാനിപ്പോ ഇങ്ങനെ പ്രാർത്ഥിച്ചു, കർത്താവെ ദൈവത്തിന്റെ സമയത്ത് കർത്താവ് ഭംഗിയായി ചെയ്യണം എന്നങ്ങനെ. ഹല്ലേലൂയ. 24-ാമത്തെ വയസ്സിൽ തക്ക സമയത്ത് കർത്താവ് നല്ലൊരു അത്ഭുതമായ വഴി അതിനു വേണ്ടി ഒരുക്കുവാനായിട്ട് ഇടയായി. ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിത പങ്കാളിയെ കർത്താവ് എനിക്ക് തരുവാനായിട്ടിടയായി. അതിൽ ഞാൻ ദൈവത്തോട് ചോദിച്ചു, ദൈവഹിതം മാത്രം എന്റെ ജീവിതത്തിൽ നടക്കണമെന്ന് ഞാൻ പറഞ്ഞു. ഹല്ലേലൂയ. അങ്ങനെ അത്ഭുതമായി ഞങ്ങളെ കല്യാണം കഴിഞ്ഞു. അങ്ങനെ ഞാൻ ആദ്യമായിട്ട് നാട്ടിൽ ലോങ് സ്റ്റേക്ക് വേണ്ടി ഞാൻ വരികയാണ്. അപ്പം അവിടെ ഞാൻ ക്ലിനിക്കിൽ, എനിക്ക് സ്വന്തമായിട്ട് ക്ലിനിക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, എല്ലാം വിട്ടു ഇങ്ങോട്ട് വന്നു. അപ്പൊ കുറച്ച് ദിവസത്തേക്ക് വേണ്ടി ഞങ്ങൾ ഒരു ഹോസ്പിറ്റലിൽ ജോലി ചെയ്തു. അത് കഴിഞ്ഞപ്പോ എങ്ങനെയെങ്കിലും, അപ്പൊ എന്റെ ഹസ്ബൻഡ് അന്നേരം ഖത്തറിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു. അപ്പൊ രണ്ടുപേർക്കും ഒരുമിച്ച് പോകാൻ കഴിയാത്ത ചില ഇഷ്യൂസ് വന്നപ്പോൾ ജോലി റിസൈൻ ചെയ്തിട്ട് നാട്ടിലേക്ക് വന്നു. ഇനി ഒരുമിച്ച് നമുക്ക് എങ്ങോട്ടെങ്കിലും പോകാമെന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പം എങ്ങനെയെങ്കിലും വിദേശത്ത് പോകണം എന്നൊരു ആഗ്രഹം അച്ഛൻ എപ്പോഴും പറയുമായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, എന്റെ ജീവിതത്തിൽ ഞാൻ ദൈവഹിത പ്രകാരമേ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളൂ, ദൈവഹിതമാണെങ്കിൽ കാര്യങ്ങളൊക്കെ നടക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു നമുക്ക് സ്റ്റുഡന്റ് വിസന്റെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കാം. അപ്പൊ അന്വേഷിക്കാൻ പോകുമ്പോഴൊക്കെ എന്തെങ്കിലുമൊക്കെ വെച്ചാലല്ലേ ലോൺ കിട്ടുമല്ലോ, വെക്കാനൊന്നുമില്ല. അപ്പൊ പറഞ്ഞു, എല്ലാരും നോക്കുമ്പോ കുറെ ഗോൾഡ് മെഡലും കുറെ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ, എന്റെ വിചാരം ഇതൊക്കെ കാണിക്കുമ്പോഴേക്ക് ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ തരുന്ന. പിന്നെയാണ് മനസ്സിലായി ഇതുകൊണ്ടൊന്നും ഒരു കാര്യം ഇല്ലെന്നാണ് പിന്നെയാണ് മനസ്സിലായത്. അപ്പൊ ഓരോ ബാങ്കിൽ പോകുമ്പോൾ അവർ നമ്മൾ ഒത്തിരി അപ്രീഷിയേറ്റ് ചെയ്യും. ചിലർ പൂവും ബൊക്കെയൊക്കെ തരും, എന്നിട്ട് പറയും സോറി ലോൺ തരാൻ പറ്റത്തില്ല. അപ്പൊ ഇതിങ്ങനെയായിട്ട് മടുത്തു. അവസാനം ലാസ്റ്റ് ഒരു ഓപ്ഷൻ ആയിരുന്നു, ആരോ പറഞ്ഞു മൈനോറിറ്റിയിൽ പോയി ചോദിച്ചാൽ ചിലപ്പം നല്ല മെറിറ്റ് ഉള്ള സ്റ്റുഡൻസിന് ലോൺ കിട്ടുമെന്ന് പറഞ്ഞു. അന്ന് ശരി. അപ്പൊ ഞങ്ങള് പത്തനംതിട്ടയിൽ നിന്ന് ട്രെയിൻ കയറി നേരെ ബാംഗ്ലൂർ പോയി. അവിടെ വിധാൻ സൗദന്റെ അടുത്ത് മൈനോറിറ്റി ഓഫീസിൽ പോയി വളരെ പ്രതീക്ഷയോടെ പോകുന്നത്. കുറെ ഫോം ഒക്കെ ഫില്ല് ചെയ്തു, പല കാര്യങ്ങളും ചെയ്തു. അവിടെ 24-ാമത്തെ നിലയിൽ പോകണം. 24-ാമത്തെ നിലയിൽ പോകുമ്പോൾ അവർ പറയും 20-ാം നിലയിൽ പോവാൻ. അവിടെ 20th ഫ്ലോർ പോകുമ്പോൾ ഇവിടെയല്ല 21st. ഇങ്ങനെ അവർ കുറെ ഞങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറെ നേരം കഷ്ടപ്പെടുത്തി. അവസാനം ഒരു സ്ഥലത്ത് പോയപ്പോൾ ഒരു വിളി പറഞ്ഞു, ടു ബി ഓണസ്റ്റ് ഈ വർഷത്തെ എല്ലാ ലിസ്റ്റ് ഒക്കെ കഴിഞ്ഞു, അത് ഇപ്പോഴൊന്നും അല്ല അതിന്റെ സമയം എന്ന് പറയാനായിട്ടിടയായി. ഞാൻ വീണ്ടും തകർന്നു. എന്നാലും ഞാൻ പറഞ്ഞു, എന്റെ അച്ചാച്ചാ, എന്റെ ജീവിതത്തിൽ ദൈവം എല്ലാം ദൈവഹിത പ്രകാരം ചെയ്തിട്ടുണ്ടെങ്കിൽ ദൈവം ഇതിനൊരു പരിഹാരം നമുക്ക് വെച്ചിട്ടുണ്ട്. ദൈവഹിതമുള്ള വഴി മാത്രം മതി. നമുക്ക് ലോണോ കടവോ ഇതൊന്നും വേണ്ട. ഇതുവരെ ദൈവം എന്നെ അങ്ങനെയാണ് നടത്തിയത്, ഇനിയും അങ്ങനെ നടത്തും. ആ 24-ാം നിലയിൽ നിന്ന് ഞാൻ താഴോട്ട് ഇറങ്ങി വന്നത് എത്ര സ്ലോ എന്ന് എനിക്ക് മാത്രമേ അറിയുള്ളൂ. ഞാനോട് ലിറ്ററലി ആ മൈനോറിറ്റി ഓഫീസിന് മുമ്പിൽ ഞാൻ മുട്ടുമടക്കി ഞാൻ ദൈവത്തോട് പറഞ്ഞു, അപ്പാ ഹല്ലേലൂയ, ഞാനൊരു ദൈവ പൈതലാണെന്നും എന്റെ പ്രാർത്ഥന ദൈവം കേൾക്കുമെന്നും ദൈവ മക്കളും അല്ലാത്തവരും തമ്മിൽ ഒരു വ്യത്യാസമുണ്ടെന്നോ എന്റെ ജീവിതത്തിൽ എനിക്ക് അറിയണം എന്ന് ഞാൻ ദൈവത്തോട് പറയാനായിട്ട് ഇടയായി. അങ്ങനെ ഞാൻ നാട്ടിലേക്ക് തിരിച്ചു വന്നു. കുറച്ചു ദിവസമായിട്ട് എന്റെ ഫോണിലേക്ക് ഒരു ഇന്റർനാഷണൽ നമ്പറിന് കോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അന്നത്തെ ആ ചെറിയ 2016 അപ്പൊ എന്റെ ആ ചെറിയ ബുദ്ധിയില് സ്കാമേഴ്സ് ആണ്,
നാം ഫോൺ ചോദിക്കും, ലോണ് അക്കൗണ്ട് നമ്പർ ചോദിക്കും, പിൻ നമ്പർ ഒക്കെ ചോദിക്കും, പൈസ ഒക്കെ അടിച്ചോണ്ട് പോകും എന്നൊക്കെ നമ്മൾ കേൾക്കുന്നതാണല്ലോ. അപ്പൊ ഞാൻ ജന്മം ചെയ്താലും ഫോൺ എടുക്കത്തില്ല. ഏതോ കള്ളന്മാരാണ്, നമ്മൾ ഒരു ജോലിക്ക് അപ്ലൈ ചെയ്തിട്ടില്ല, നമ്മൾ എവിടെ അപ്ലിക്കേഷൻ കൊടുത്തിട്ടില്ല, ഒന്നും ചെയ്യത്തില്ല, പിന്നെ നമ്മൾ ആരെ വിളിക്കാനാ? നമ്മുടെയൊക്കെ റിലേറ്റീവ്സ് ഒക്കെ വിദേശത്ത് പല സ്ഥലത്തുണ്ടെങ്കിൽ അങ്ങനെ റെഗുലർ ആയിട്ട് നമ്മളാരും വിളിക്കാറൊന്നുമില്ല. അപ്പൊ ഞാൻ ഇങ്ങനെ നോക്കുമ്പോ കുറെ ദിവസമായിട്ട് ഇങ്ങനെ ബാക്ക് ടു ബാക്ക് വരുവാ. അന്ന് അച്ഛൻ പറഞ്ഞു, നീ ഒരു ദിവസം എടുക്ക്, നിനക്ക് എന്തായാലും ഭാഷ അറിയില്ല, നീ പൊട്ടിയൊന്നും അല്ലല്ലോ, അവർ ചോദിച്ചാൽ നീ പറയണ്ട, അല്ലെങ്കിൽ കട്ട് ചെയ്തോ, എന്താ അറ്റൻഡ് ചെയ്യാൻ പറഞ്ഞു. ഞാൻ ഫോൺ അറ്റൻഡ് ചെയ്തപ്പോ അവർ ഉടനെ എന്നോട് പറയുവാണ്, ദുബായിലെ ഒരു ഹെൽത്ത് റിസോർട്ടിൽ നിന്ന് ഞങ്ങൾ വിളിക്കുന്നത്, യു ഹാവ് ക്ലിയർഡ് യുവർ ഫസ്റ്റ് ലെവൽ ഓഫ് ഇന്റർവ്യൂ. ഞാൻ ആകെ സർപ്രൈസ് ആയി. ഞാൻ പറഞ്ഞു, നിങ്ങൾ തെറ്റ് വിളിച്ചതായിരിക്കും, ഞാൻ ഇന്റർവ്യൂ ഒന്നും അറ്റൻഡ് ചെയ്തിട്ടില്ല. ഇല്ല, ആദ്യത്തെ റൗണ്ട് ലിങ്ക്ഡിൻ റൗണ്ട് ആയിരുന്നു. അപ്പൊ ലിങ്ക്ഡിനിൽ ഞങ്ങൾ നിങ്ങളുടെ പ്രൊഫൈൽ കയറി നോക്കിയപ്പോ ഞങ്ങൾക്ക് വളരെ സന്തോഷം തോന്നി. അപ്പൊ കഷ്ടി എനിക്ക് 1 വർഷം പോലും എക്സ്പീരിയൻസ് ഇല്ല, നിങ്ങൾ ചിന്തിച്ചു നോക്കണം. ഞങ്ങൾക്ക് ഭയങ്കര ഹാപ്പി ആയി, നിങ്ങൾ എന്തായാലും അടുത്ത റൗണ്ടിലേക്ക് സെലക്ട് ആയിരുന്നു. അപ്പൊ ഞാൻ എടുത്തു, ആ ശരി, എന്നാ പിന്നെ ഇതൊരു അത്ഭുതമാണല്ലോ എന്ന് പറഞ്ഞ സന്തോഷത്തോടെ ഞാൻ എഴുതു. അങ്ങനെ ഒരു 10 സ്റ്റെപ്പ് ഇന്റർവ്യൂ കഴിഞ്ഞപ്പോ അവസാനം പറഞ്ഞു, അടുത്തത് ഫോട്ടോ റൗണ്ട് ആണ്, നിങ്ങളുടെ ഹാഫ് സൈസും ഫുൾ സൈസും ഫോട്ടോ അയച്ചു തരണം, എന്നിട്ട് ഞങ്ങൾ തീരുമാനിക്കും നിങ്ങളെ ജോലിക്ക് എടുക്കണോ വേണ്ടേ. അപ്പൊ ആ ടീമിൽ ഇന്ത്യൻ ആയിട്ട് ഞാൻ മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാം വിദേശത്തുള്ളവരാ. അപ്പൊ ഞാൻ ഓർത്ത്, തീർന്നു, എല്ലാത്തിലും ഒരു പരിഹാരമായി. എന്തായാലും അവരെക്കാളും നന്നായി ഒരുങ്ങി മഞ്ഞും പോകാൻ നമുക്ക് പറ്റത്തില്ല. അതുകൊണ്ട് ഈ ജോലി എനിക്ക് എന്തായാലും കിട്ടത്തില്ല. എന്തായാലും വെറുതെ ഇട്ട ഒരു ചുരിദാർ ഇട്ടോണ്ട് ഒരു ഏപ്രോൺ ഇട്ട് നിന്ന് അതേപടി ഒരു ഹാഫും ഫുള്ളും ഫോട്ടോ എടുത്തു കൊടുത്തു. 2 ദിവസത്തിൽ മെസ്സേജ് വന്നു, യു ഹാവ് ബീൻ സെലക്ടഡ് ഫോർ ദിസ് റോൾ. ഹല്ലേലൂയ. അങ്ങനെ അത്ഭുതമായി ദൈവം പെട്ടെന്ന് ഒരു എക്സ്പീരിയൻസും ഇല്ലാതെ, ഒരു റെഫറൻസും ഇല്ലാതെ, അപ്ലൈ ചെയ്യാത്ത ഒരു ജോലിക്ക് വേണ്ടി ദൈവം എന്നെ ദുബായിലേക്ക് കൊണ്ടുപോയി. അവിടെ ചെന്നപ്പോ ഞാൻ അവരോട് ഒരു റിക്വയർമെന്റ് ഞാൻ പറഞ്ഞിരുന്നു, അവിടെ വെള്ളിയാഴ്ച ആരാധനയ്ക്ക് പോകണമല്ലോ, എല്ലാ വെള്ളിയാഴ്ച എനിക്ക് ലീവ് തന്നിരിക്കണം, എന്നാൽ മാത്രമേ ഞാൻ വരുള്ളൂ എന്ന് പറഞ്ഞു. അന്നേരം എന്റെ ഒരു മാനേജർ ഒരു യൂറോപ്യനാ, പുള്ളിക്കാരി പറഞ്ഞു ഓക്കെ സെറ്റ് എന്ന് പറഞ്ഞ എല്ലാം എടുത്തു. കുറച്ച് കഴിഞ്ഞപ്പോ എന്നെ കാണാൻ ഒത്തിരി പേര് വരാനായിട്ട് തുടങ്ങി. അന്നേരം ഇവരുടെ സ്വഭാവം മാറി. അന്നേരം ഇവരെന്ത് ചെയ്തു, മെല്ലെ എനിക്ക് ഫ്രൈഡേ ഡ്യൂട്ടി ഇടാനായിട്ട് തുടങ്ങി. ആ സമയം ആയപ്പോഴത്തേക്ക് ഞാൻ പ്രഗ്നന്റ് ആയി. അന്നേരം ഇതും കൂടെ ആയപ്പോഴത്തേക്ക് ഇവർക്ക് സഹിക്കാനായിട്ട് പറ്റില്ല. ഒരു ഫ്രൈഡേനോട് പറഞ്ഞപ്പോൾ ഞാൻ അവരോട് പോയി ആർഗ്യൂ ചെയ്യാനായിട്ട് ഞാൻ പറഞ്ഞു, ഞാൻ ഒറ്റ ഡിമാൻഡേ വെച്ചുള്ളൂ, എനിക്ക് ഫ്രൈഡേ എനിക്ക് ഡ്യൂട്ടി ഇടരുത്. നിങ്ങൾ എന്തിനായിട്ട്? അവർ പറഞ്ഞു, അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റത്തില്ല, നിങ്ങളുടെ ഇഷ്ടപ്രകാരം ചെയ്യാൻ പറ്റത്തില്ല. എന്നെ ഒത്തിരി റൂഡായിട്ട് എന്നെ വഴക്ക് പറയും, എന്നെ ഇൻസൾട്ട് ചെയ്യാനായിട്ട് ഇടയായി. അന്നേരം എന്ത് ചെയ്തു, അപ്പൊ ഞാൻ ഓൾറെഡി പ്രഗ്നന്റ് ആണ്. അപ്പൊ ഇവരെന്ത് ചെയ്തു, എന്നെ മോർണിംഗ് ഷിഫ്റ്റിന് ഇടയായി. ഞാനൊരു തീരുമാനം എന്റെ ജീവിതത്തിൽ എടുത്തിട്ടുണ്ട്, അന്ന് തൊട്ട് ഇന്ന് വരെ ഹല്ലേലൂയ, എന്റെ ആരാധന മുടക്കി, എന്റെ ദൈവിക കാര്യങ്ങൾ മുടക്കി ഞാൻ ഇതുവരെ ഒരു കാര്യവും ഞാൻ ചെയ്തിട്ടില്ല. അതെന്റെ ലൈഫിലെ തീരുമാനമാണ്, ഇനിയും അങ്ങനെ തന്നെ ഇരിക്കും. അന്നേരം ഞാൻ നോക്കുമ്പോൾ ഇവർ 9 മണി തൊട്ട് ഡ്യൂട്ടിക്ക് എന്നെ ഇട്ടു, രാവിലെ 5 മണി 6 മണി തൊട്ടുള്ള ആരാധനക്ക് ഞാൻ പോകുവാനായിട്ട് ഇടയായി. അപ്പൊ പ്രഗ്നന്റ് ആയിരുന്നപ്പോ ഭയങ്കര വോമിറ്റിങ്ങും ഭയങ്കര ക്ഷീണവുമാണ്, പലപ്പോഴും ഇങ്ങനെ വീണ് കിടക്കുന്ന അവസ്ഥയാണ്. അന്നേരം രാവിലെ 6 മണിക്കത്തെ ആരാധന, 6 മണിക്ക് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങും, എന്നിട്ട് 9 മണിക്ക് തിരിച്ചു വന്ന് ഒന്നും കഴിക്കാതെ പോലും നേരെ ഡ്യൂട്ടിക്ക് പോയി പിന്നെ രാത്രി 12 മണിക്കാണ് വരുന്നത്. ഇങ്ങനെ ചില ദിവസം പോകാനായിട്ട് ഇടയായി. അന്നേരം വല്ലാത്ത പ്രതികൂലം ജീവിതത്തിൽ കടന്നു വന്നു. ഒരു ദിവസം ജോലി കഴിഞ്ഞ് വന്നുകൊണ്ടിരിക്കുമ്പോ 6 കാറ് ഒരുമിച്ച് ഇടിച്ച് ഒരു ആക്സിഡന്റ് ഉണ്ടായി. അന്നേരം ഞാൻ 4 months പ്രഗ്നന്റ് ആണ്. എന്റെ മുട്ട് വന്ന് എന്റെ വയറിനിട്ട് ഒറ്റ ഇടിച്ചത് മാത്രമേ ഞാൻ ഓർക്കുന്നുള്ളൂ. ദുബായിലൊക്കെ സ്പീഡും കാര്യങ്ങളും എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. 6 കാറ് ബാക്ക് ടു ബാക്ക് ഇടിച്ചു. അപ്പൊ ഞാൻ നോക്കുമ്പോ ഓരോരുത്തരെ വായിന്ന് ബ്ലീഡ് ആവുന്നു, കയ്യിന്ന് ബ്ലീഡ് ആവുന്നു, കാലിന്ന് ബ്ലീഡ് ആവുന്നു, വല്ലാത്തൊരു സാഹചര്യം. ഞാൻ എന്റെ മേത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ടൊന്നും എനിക്ക് ഒരു ഡാമേജും കാണുന്നില്ല. അപ്പൊ എല്ലാരും പറയുന്നുണ്ട്, ഗ്രേസിനെ നോക്ക്, ഗ്രേസിനെ നോക്കുന്നത് പറയുന്നുണ്ട്. അങ്ങനെ എന്നെ നേരെ അവർ പറഞ്ഞു, ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാം. ഞാൻ പറഞ്ഞു വേണ്ട, എന്നെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ പറഞ്ഞു. അങ്ങനെ വേഗം ഫ്ലാറ്റിലേക്ക് വന്നു. വീട്ടിലേക്ക് വന്നപ്പോ അച്ഛൻ ഡോർ തുറന്നപ്പോ എന്റെ ഫ്രണ്ട്സിന് ഭയങ്കര കരച്ചില്, അവർക്ക് പറയാൻ പോലും കഴിയുന്നില്ല. ഞാൻ ഓർത്തു അതോടെ തീർന്നു, ഈ പ്രഗ്നൻസിക്ക് ഇനി ഒരു മുമ്പോട്ടൊരു ഇതില്ല, അത് നഷ്ടപ്പെടുന്നു തന്നെ ഞാൻ വിചാരിച്ചു. ക്ലിനിക്കിലേക്ക് പോയി ഡോക്ടർ ചെക്ക് ചെയ്തിട്ട് എന്നെ അരമണിക്കൂർ കൗൺസിൽ ചെയ്തിട്ട് പറഞ്ഞു, ഇത് മിക്കവാറും നഷ്ടപ്പെട്ടിട്ടുണ്ടാവും, നിങ്ങൾ യാതൊരു കാരണവശാലും വിഷമിക്കരുത്, അത് നിന്റെ മെന്റൽ ഹെൽത്തിനെ അഫക്ട് ചെയ്യും, അതുകൊണ്ട് ഈ കുഞ്ഞ് നഷ്ടപ്പെട്ടിട്ടുണ്ട്, നമുക്കത് സ്കാൻ ചെയ്തിട്ട് അടുത്തത് എന്താ നടപടി നമുക്ക് ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു അവർ സ്കാൻ ചെയ്തപ്പോൾ ഹല്ലേലൂയ, ജീവനോടെ എന്റെ കുഞ്ഞ് ഹല്ലേലൂയ അവിടെ ഉള്ളത് നമുക്ക് കാണുവാനായിട്ട് ഇടയായി. ഇത് കഴിഞ്ഞ് കൃത്യം 2 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ വെളിയിലേക്ക് ഇറങ്ങിയപ്പോ പെട്ടെന്ന് അൺകോൺഷ്യസ് ആകുവാനും തല ഇടിച്ച് ഞാൻ വീഴുവാനായിട്ട് ഇടയായി. അന്നേരം എന്നെ എടുത്തോണ്ട് ഹോസ്പിറ്റലിൽ പോയി. അന്നേരം അരമണിക്കൂർ കൗൺസിലിംഗ്, എന്നിട്ട് അവർ പറഞ്ഞു നഷ്ടപ്പെട്ടിട്ടുണ്ടോ, സ്കാൻ ചെയ്തു, എന്റെ കുഞ്ഞു ജീവനോടുണ്ട്. അങ്ങനെ 3-ാമത്തെ പ്രാവശ്യവും ഹല്ലേലൂയ ഇതേപോലെ ഒരു മോളിൽ പോയപ്പോ അവിടെയും വീണ്ടും വീണു, തലയിറങ്ങി. അന്നേരവും സ്കാൻ ചെയ്തു. ഒരാഴ്ചയിൽ തന്നെ 3 പ്രാവശ്യം ഞാൻ വീണു. ഹല്ലേലൂയ. എന്നാൽ അവിടെയൊന്നും ഒരു പോറൽ പോലും തട്ടാതെ എന്റെ കർത്താവ് എന്നെ സൂക്ഷിച്ചു, എന്റെ ഉദരത്തിലും എന്റെ കുഞ്ഞിനെ എന്നെ സൂക്ഷിച്ചു. അങ്ങനെ ഞാൻ പെട്ടെന്ന് ഇതൊക്കെ പല വിഷയങ്ങളായപ്പോ ഞാൻ തീരുമാനിച്ചു, ഞാൻ ഇനി ഇതിന്റെ ജോലി
കണ്ടിന്യൂ ചെയ്യുന്നില്ല എന്ന് ഞാൻ മനസ്സിൽ തീരുമാനിച്ചു. പിറ്റേ ദിവസം ഞാൻ പെട്ടെന്ന് ജോലിയിലേക്ക് പോയപ്പോൾ എന്റെ മാനേജർ എന്നോട് വന്നിട്ട് എന്റെ ടേബിളിൽ ഒരു ലെറ്റർ വെച്ചിട്ട് പോയി. ഞാൻ നോക്കുമ്പോൾ അതിനകത്ത് എഴുതിയിട്ടുണ്ട്, യു ആർ ടെർമിനേറ്റഡ് എന്നെന്ന് പറഞ്ഞാൽ അന്നേരം 4 മാസം പ്രഗ്നന്റ് ആണ്. അച്ഛൻ അന്നേരം ജോലിക്ക് അന്നേരം അവിടെ കയറിയിട്ടില്ല. ഇങ്ങനെ പല പ്രതിസന്ധികൾ നോക്കുമ്പോൾ ഇതിനു മുമ്പ് ഒരാളുടെ സുവിശേഷം പറഞ്ഞ പേരിൽ എനിക്ക് വാർണിംഗ് ലെറ്റർ ഇഷ്യൂ ചെയ്തു, മാനേജറോട് കടുത്ത് സംസാരിച്ചു, അതിൽ നിന്നൊക്കെ പറഞ്ഞ് എനിക്ക് ഒരു ബന്ധമില്ലാത്ത വിഷയങ്ങളൊക്കെ എഴുതി പറഞ്ഞു, യു ആർ ടെർമിനേറ്റഡ്. എന്നോട് എന്റെ പ്രിയപ്പെട്ടവരോടൊക്കെ എല്ലാവരും പറഞ്ഞു, നീ ഭയങ്കര ആരഗന്റ് ആണ്, നീ ഭയങ്കര സ്റ്റബേർഡ് ആണ്, നിന്റെ സ്വഭാവം നീ മാറ്റണം, ഈ അഹങ്കാരമൊക്കെ മാറ്റണം എന്നൊക്കെ. എന്നാൽ ഞാൻ വേറെ ഒരു കാര്യത്തിനോ ഞാൻ അവരോട് വാശി പിടിച്ചിട്ടില്ല. എന്റെ ആത്മിക കാര്യത്തിൽ ഇടപെടാൻ നിന്നാൽ ഹല്ലേലൂയ, എന്റെ ദൈവത്തെക്കാൾ ഞാൻ വേറെ ഒരു മനുഷ്യനെ ഈ ഭൂമിയിൽ ഞാൻ ഭയപ്പെടുന്നില്ല. എന്റെ ദൈവിക പ്രമാണം വിട്ട് ഞാൻ ഇതുവരെ ജീവിച്ചിട്ടില്ല, ഇനിയും അങ്ങനെ തന്നെയാണ് എന്ന് പറഞ്ഞ് ഞാൻ ശക്തമായി അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങാനായിട്ട് ഇടയായി. 33 ആഴ്ചയായപ്പം പെട്ടെന്ന് എന്റെ ചെക്കപ്പിന് പോയപ്പോ അവർ പറഞ്ഞു, നിങ്ങൾ ഓൾറെഡി ഇൻ ലേബർ ആണ്, നിങ്ങളുടെ യൂട്രസ് ഓൾറെഡി ഓപ്പൺ ആണെന്ന് പറയാനായിട്ട് ഇടയായി. അങ്ങനെ പെട്ടെന്ന് കുഞ്ഞിനെ സി സെക്ഷൻ ചെയ്ത് പുറത്തെടുത്തു. കുഞ്ഞ് പുറത്ത് വന്ന് 1 മണിക്കൂർ ആയപ്പോഴത്തേക്ക് കംപ്ലീറ്റ്ലി ബ്ലൂ ആയി പോയി. എന്നിട്ട് പെട്ടെന്ന് അവർ ഐസിയുലേക്ക് കൊണ്ടുപോയിട്ട് പറഞ്ഞു, രക്ഷപ്പെടാൻ യാതൊരു വഴിയില്ല. 33 ആഴ്ചയേ ഉള്ളൂ, പക്ഷെ എന്റെ കുഞ്ഞിന്റെ വെയിറ്റ് 3.5 കിലോ ഉണ്ടായിരുന്നു. അപ്പൊ ആ ഒരു കോമ്പണന്റ് കൊണ്ട് നമ്മൾ നോക്കാം, ചിലപ്പോൾ വെന്റിലേറ്ററിൽ വെക്കേണ്ടി വരും എന്നൊക്കെ പറഞ്ഞ് അവര് എന്നെ ഒത്തിരി അധികം പേടിപ്പിക്കാനിടയായി. വേറൊരു ഹോസ്പിറ്റലിലേക്ക് അവർ ഷിഫ്റ്റ് ചെയ്തു. അപ്പൊ ഞാൻ സിസറിനായിട്ട് കിടക്കുക, എന്റെ അപ്പൻ ഒറീസയിലാണ്, എന്റെ മമ്മിയും എന്റെ ഹസ്ബൻഡും ഈ കുഞ്ഞുമായിട്ട് അടുത്ത ഹോസ്പിറ്റലിൽ പോയേക്കുവാണ്. എന്റെ 2 സിസ്റ്റേഴ്സ് മാത്രമേ ഉള്ളൂ. അവർ രണ്ടുപേരും മെഡിസിൻ പഠിച്ചുകൊണ്ടിരിക്കുക. ഒരാൾ രാവിലെ വരും, ഒരാൾ വൈകിട്ട് വരും. ഞാൻ സിസറിയൻ കഴിഞ്ഞ് അവിടെ കിടക്കുമ്പോൾ എനിക്ക് ഒരു ഗ്ലാസ് വെള്ളം തരാൻ അവിടെ ആരുമില്ല, എന്നെ ഒന്ന് എണിപ്പിച്ചിരുത്താൻ അവിടെ ആരുമില്ല, എന്നെയൊന്ന് വാഷ്റൂമിൽ കൊണ്ടുപോകാൻ അവിടെ ആരുമില്ല. അന്ന് തന്നെ അവിടെ ഇതേ ഒരു ഇഷ്യൂ കാരണം ഒരു കുഞ്ഞ് അവിടെ മരിച്ച പേരിൽ സ്റ്റാഫും എല്ലാവരും ഭയങ്കര ടെൻഷനിലായിരുന്നു. അങ്ങനെ വല്ലാത്തൊരു സാഹചര്യത്തിലൂടെ കടന്നുപോയി. ഞാൻ ഓർത്തു, കർത്താവേ, എന്റെ കൂടെ വേണമെന്ന് ഞാൻ ആഗ്രഹിച്ച ഒരു മനുഷ്യൻ പോലും എന്റെ കൂടെ ഇല്ലല്ലോ എന്ന് ഞാൻ ദൈവത്തോട് ചോദിച്ചു. അപ്പൊ കർത്താവ് എന്റെ മനസ്സിലൊരു ധൈര്യം തന്നു. പിറ്റേ ദിവസം ഞാൻ നോക്കുമ്പോൾ ഞങ്ങളുടെ ചർച്ചിലല്ലാത്ത ഒരു ആന്റി പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് കടന്നു വരുവാണ്. അപ്പൊ ഞാൻ ഓർത്തു, എന്ത് പറ്റിയെന്ന്. അപ്പൊ ആന്റി നോക്കുമ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളതാണ് ബ്രൂ കോഫി. ഈ കോഫി ഇട്ടുകൊണ്ട് ഇഡ്ഡലി എടുത്തുകൊണ്ട് വരികയാണ്. ഹല്ലേലൂയ. ഒരു പക്ഷെ നമ്മൾ കടന്നു പോകുന്ന സ്ഥാനത്ത് നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ കൂടെ ഉണ്ടാകത്തില്ല, നമ്മുടെ സഹോദരങ്ങൾ കൂടെ ഉണ്ടാകത്തില്ല. എന്നാൽ എവിടെ ചെന്നാലും ദൈവത്തിന് തന്റെ ദൂതന്മാരെ വിവിധ ആൾക്കാരെ മുഖാന്തരമായി നമ്മൾ അയക്കാനായിട്ട് കഴിയും. അതുകൊണ്ട് ആരെങ്കിലും ലോൺലി ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ, എന്റെ കൂടെ ആരും ഇല്ലല്ലോ നിങ്ങൾ വിഷമിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഭാരപ്പെടേണ്ട. നിങ്ങളെ ഒരിക്കലും അനാഥരായി വിടുകയില്ല. ലോകത്തിന്റെ അവസാനത്തോളം എല്ലാ നാളും നിങ്ങളുടെ കൂടെയുണ്ട് എന്ന് വാഗ്ദാനം ചെയ്ത ദൈവം, ഹല്ലേലൂയ, നിങ്ങൾ ഏത് ഭൂമിയുടെ അറ്റത്ത് ചെന്നാലും ഹല്ലേലൂയ നിങ്ങളോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. അങ്ങനെ അത് ഒരാഴ്ച ഒരു ഒബ്സർവേഷൻ വെച്ചു. അതിനുശേഷം ഹല്ലേലൂയ ഒരു കുഴപ്പവും ഇല്ലാതെ കുഞ്ഞിനെ അവർ ഡിസ്ചാർജ് ചെയ്യാനായിട്ട് ഇടയായി. കഴിഞ്ഞ നവംബർ 20-ാം തീയതി എന്റെ കുഞ്ഞിന് 6 വയസ്സായി. ഹല്ലേലൂയ. ഇതുവരെ കർത്താവ് നടത്തി, ഒരു ദോഷവും തട്ടാതോണം അപ്പൻ ഞങ്ങളെ പരിപാലിച്ചു. അപ്പൊ ദുബായിലുള്ള ജോലിയും കളഞ്ഞു, എല്ലാം കഴിഞ്ഞ് ഭാര്യയും ഭർത്താവും വീട്ടിലുണ്ട്, കൊച്ചുണ്ട്. ഇനിയിപ്പോ എന്ത് ചെയ്യുന്ന അറിയത്തില്ല. അങ്ങനെ പെട്ടെന്ന് ഒരു ദിവസം, ഓൾറെഡി നമുക്ക് ദൈവം എഡ്യൂക്കേഷൻ സ്കില്ല് തന്നിട്ടുണ്ടല്ലോ, ഞങ്ങളുടെ വീടിനോട് ചേർന്ന് തന്നെ ഒരു ക്ലിനിക്ക് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഇടയായി. ഇഷ്ടംപോലെ വ്യക്തികൾ അവിടെ വന്നു. കുറച്ച് കഴിഞ്ഞപ്പോ കോവിഡ് വന്നു, അതും പൂട്ടി. ഹല്ലേലൂയ. ഇനിയിപ്പോ എന്ത് ചെയ്യും? ആരും ഞങ്ങളുടെ പേരൻസ് ആരും ഞങ്ങളുടെ അടുത്തില്ല. ഇനിയിപ്പോ ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോ പെട്ടെന്ന് ഒരു കോഴ്സിന്റെ ഡീറ്റെയിൽ ഇങ്ങനെ കാണുവാനായിട്ട് ഇടയായി. UK നിന്ന് NHS വന്നിട്ട് ഡൽഹിയിൽ ഒരു കോഴ്സ് നടത്തുന്നുണ്ട്, എമർജൻസി മെഡിസിൻ. അപ്പൊ എനിക്ക് കോവിഡിൽ വർക്ക് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. എങ്ങനെ എത്തിപ്പെടേണ്ടത് എനിക്ക് അറിയത്തില്ലായിരുന്നു. ഇത് പെട്ടെന്ന് ട്രെയിനിങ്ങിലേക്ക് പോകുവാനായിട്ട് ഇടയായി. അവർ പറഞ്ഞു, ഒറ്റ പ്രാവശ്യം IELTS എഴുതണം, അവർ ഇത്രയും സ്കോർ കിട്ടണം, എന്നാലേ പറ്റുള്ളൂ. അപ്പൊ ഞാൻ പോയി ഡേറ്റ് എടുത്തത് കറക്റ്റ് ഒരു ഞായറാഴ്ചയാണ്. ഞായറാഴ്ച ഉച്ചയ്ക്കാണ് എനിക്ക് ഡേറ്റ് കിട്ടിയത്. ഞാൻ രാവിലെ ആരാധനയ്ക്ക് പോയി. അതിനുശേഷം നേരെ IELTS സെന്ററിലേക്ക് പോയി. ഞാൻ IELTS എഴുതി. ഹല്ലേലൂയ. എനിക്ക് 2 മോഡലിനും 9ഉം ബാക്കി 2 മോഡലിനും 8.5 കിട്ടി. ഹല്ലേലൂയ. ഒത്തിരി പേര് IELTS 10ഉം 15ഉം പ്രാവശ്യം എഴുതിയിട്ട് കൃത്യം 7 പോലും കെട്ടാൻ തികഞ്ഞ് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുമ്പം ഹല്ലേലൂയ നമ്മുടെ കൂടെ ദൈവം ഉണ്ടെങ്കിൽ, ഹല്ലേലൂയ, നമുക്ക് എത്ര കഴിവില്ലെങ്കിലും നമുക്ക് എത്ര പ്രാപ്തി ഇല്ലെങ്കിലും നമ്മുടെ നാവോട് നാവായിരുന്ന് നമ്മുടെ കരങ്ങളിൽ ദൈവം ഹല്ലേലൂയ ബലപ്പെടുത്തി നമ്മുടെ ബുദ്ധിയിൽ ദൈവിക ജ്ഞാനം തന്ന് ദൈവം നമ്മളെ മാനിക്കുവാനായിട്ട് ഇടയായി. അങ്ങനെ അവർ പറഞ്ഞു, കോഴ്സ് 6 മാസത്തെയാണ്, 4 മാസം കഴിഞ്ഞു, 2 മാസേ ഉള്ളൂ. അതിനുള്ളിൽ നിങ്ങൾ പഠിച്ച് UK ഒരു ടീം വരും, നിങ്ങൾ അത് പാസ്സാകുവാണെങ്കിൽ നിങ്ങൾക്ക് UK അവർ സെലക്ട് ചെയ്തുകൊണ്ട് പോകുന്നു. ഞാൻ പറഞ്ഞു ഓക്കെ. 4 മാസം കഴിഞ്ഞ് എല്ലാം എങ്ങനെയൊക്കെയോ പഠിച്ചെടുത്ത് ഞാൻ പോയി. 2 മാസം ഞങ്ങളുടെ ഇന്റർവ്യൂവിന്റെ തലേ ആഴ്ച കോവിഡ് വന്ന് എല്ലാം പൂട്ടി. എന്നിട്ട് ആ കോളേജും പൂട്ടി. അവർ ഇന്റർവ്യൂവിന് വരുന്ന പറഞ്ഞു അതും നിർത്തു.
അന്നേരം ഞാനോർത്ത് വീണ്ടും തീർന്നു. കർത്താവേ ഇനിയിപ്പോ എന്ത്? ഉള്ള ക്ലിനിക്കും അടച്ചുപൂട്ടി. ഇനിയിപ്പോ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞ് ഞാൻ സത്യം പറഞ്ഞ നെടുമ്പാട് വീണ് അവിടെ ഞാൻ കർത്താവിനോട് കരയുവാനായിട്ട് ഇടയായി. പെട്ടെന്ന് എന്റെ ഫോണിലേക്ക് ഒരു കോൾ വന്നു. UK ന്നാണ് കോള്. എന്തെന്ന് പറഞ്ഞാല് ഡൽഹിയില് ചീഫ് മിനിസ്റ്ററിന്റെയും ഗവർണറിന്റെയും ടീമിലേക്ക് ഒരാളെ എമർജൻസി ആയിട്ട് ആവശ്യമുണ്ട്. പോകാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ സത്യം പറഞ്ഞാൽ ഷോക്കാണ്. ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ പെട്ടെന്ന് നമുക്ക് ഒരു പ്രിപ്പറേഷൻ ഇല്ലാതെ ഇനി എങ്ങനെയാന്ന് എനിക്കറിയാം. ഞാൻ പറഞ്ഞു എന്തായാലും ഞാൻ പോകാൻ റെഡിയാന്ന് ഞാൻ പറയുവാനായിട്ട് ഇടയായി. പെട്ടെന്ന് എനിക്ക് നാട്ടില് ആന്ധ്ര CMന്റെ ടീമിലേക്കായിരുന്നു. ഞാനൊരു ആന്ധ്രക്കാരിയല്ല, ഗവൺമെന്റ് എംപ്ലോയി അല്ല, നമുക്ക് ആരും അങ്ങനെ അറിയുന്നവരാരും ആ ഭാഗത്തൊന്നും ഇല്ല. അങ്ങനെ ഞാൻ ശക്തമായി അല്ലെങ്കിൽ പ്രാർത്ഥിച്ചു, ആ ജോലി എനിക്ക് ലഭിക്കുവാനായിട്ട് ഇടയായി. അല്ലെങ്കിൽ അവിടെ ഞാൻ ചെന്ന് നോക്കുമ്പോൾ 3 ഡോക്ടേഴ്സ് ആണ്. ഒരു സീനിയർ ഡോക്ടറുണ്ട്, 30 വർഷം എക്സ്പീരിയൻസ് ഉള്ളത്. പിന്നെ ഞാനും എന്റെ കൂടെ വേറൊരു ഫ്രണ്ടും ഉണ്ട്. 500ഓളം വ്യക്തികളുണ്ട്. അതിൽ മിക്കവാറും ആൾക്കാർ കോവിഡ് പേഷ്യൻസ് ആണ്. കർത്താവെ ഇനിയിപ്പോ എന്ത് ചെയ്യും? ഇത് ഇത്രയും പേരെ നമ്മൾ എങ്ങനെ മാനേജ് ചെയ്യും? ഡൽഹിയിലൊക്കെ കോവിഡ് എത്രത്തോളം കൂടുതലായിരുന്നെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ. അങ്ങനെ ഞാൻ നോക്കുമ്പോൾ പെട്ടെന്ന് എന്റെ കൊലീഗ് എന്റെ കൂടെ ഉണ്ടെന്ന ആള് ഫോൺ ചെയ്തു, ഞാന് എയർപോർട്ടിലാന്ന്. ഞാൻ പറഞ്ഞു ഓക്കെ, എന്ത് പറ്റി? ഞാൻ നാട്ടിൽ പോയി, എനിക്കിതൊന്നും പറ്റില്ല, ഞാൻ പോവാന്ന് പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോൾ ഈ 30 വർഷം എക്സ്പീരിയൻസ് ഉണ്ടായിരുന്ന സീനിയർ ഡോക്ടർ പെട്ടെന്ന് മരിച്ചു പോകാനായിട്ട് ഇടയായി. ഇപ്പൊ 500 പേഷ്യൻസ് ഉണ്ട്, ഞാൻ ഒരാളും ഉണ്ട്. ഇനിയിപ്പോ എന്ത് ചെയ്യും? ഒന്നും ചെയ്യാൻ പറ്റാത്ത ആ സാഹചര്യമാണ്. ഇഷ്ടംപോലെ ആൾക്കാർ മരിച്ച് വീണുകൊണ്ടിരിക്കുകയാണ്. സ്റ്റാഫ് മരിക്കുന്നു, ബാക്കിയുള്ളവർ മരിക്കുന്നു. ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആണ്. എന്നെ എല്ലാരും വിളിച്ചിട്ട് പറഞ്ഞു, നിനക്കൊരു കുഞ്ഞി കൊച്ചുള്ളതല്ലേ, അതൊക്കെ വിട്ടിട്ട് വാ, അത്യാവശ്യം കഞ്ഞി കുടിക്കാനുള്ള ഗതിയൊക്കെ ദൈവം തന്നിട്ടുണ്ട്. എന്റെ ജീവിതത്തിൽ ഇന്ന വരെ ഞാൻ എവിടുന്നും തോറ്റ് ഓടിയിട്ടില്ല. അപ്പൊ എന്റെ ബ്രദർ ഇൻ ലോ ഓസ്ട്രേലിയയിലാണ്. പുള്ളി പറഞ്ഞു ഞാൻ ടിക്കറ്റ് എടുക്കാൻ പോവാണ്, ഇങ്ങോട്ടൊന്നും പറയരുതെന്ന് പറഞ്ഞു. അവൻ എനിക്കൊന്നും പറഞ്ഞു. ഞാൻ അച്ഛനോട് ഞാൻ പ്രാർത്ഥിച്ചിട്ട് ദൈവനോട് പറഞ്ഞു 3 ദിവസം സമയം ചോദിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ബ്രദറോട് പറഞ്ഞു, അച്ഛാ 3 ദിവസം സമയം താ, ശരി അല്ലെങ്കിൽ ഞാൻ നാട്ടിൽ പോയിക്കോളാം, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ 3 ദിവസത്തിൽ എല്ലാ കാര്യങ്ങളും ദൈവം കൺട്രോളിലേക്ക് കൊണ്ടുവരുവാനായിട്ട് ഇടയായി. ഞാൻ എന്ന് അവിടെ 30 വർഷം എക്സ്പീരിയൻസ് ഇരുന്ന ഒരാള് ചെയ്യേണ്ട ജോലി വെറും 29 വയസ്സ് മാത്രം പ്രായമുള്ള എന്നെ കർത്താവ് ആ സ്ഥാനത്തേക്ക് ഉയർത്തി. ഹല്ലേലൂയ. ഞാൻ എന്ന് തൊട്ട് അവിടെ ആ ഇൻചാർജ് ആയിട്ട് റെസിഡന്റ് മെഡിക്കൽ ഓഫീസറായിട്ട് കയറിയോ, അതിൽ പിന്നെ ഒരൊറ്റ മരണം ആ ക്യാമ്പസ് നടക്കുവാനായിട്ട് ഇടയായില്ല. അത് മാത്രമല്ല, അവിടെ ഒരു ഭവനത്തിൽ എല്ലാ ചർച്ചുകളും കോവിഡിന്റെ സമയത്ത് പൂട്ടിയപ്പോൾ ആ ഒരു ഭവനത്തിൽ ഞങ്ങൾ ആരാധന തുടങ്ങുവാനായിട്ട് ഇടയായി. ഏത് ഭവനത്തിലാണോ ഒരു ആരാധന ഞങ്ങൾ തുടങ്ങിയത്, ആ തെലുങ്കിലെ ഒരു ആരാധന ഞങ്ങൾ അവിടെ തുടങ്ങുവാനായിട്ട് ഇടയായി. ആ ഭവനത്തിൽ മാത്രം അവിടെ മരണം സംഭവിച്ചില്ല. ഇന്നും അവരൊരു സാക്ഷിയായിട്ട് അവിടെ നിൽക്കുകയാണ്. അങ്ങനെ ഹല്ലേലൂയ, നമ്മൾ ഏത് ദേശത്തായാലും ദൈവത്തെ ആരാധിക്കുന്നവർ ദൈവത്തെ ആരാധിക്കണം, ദൈവത്തിന് വേണ്ടി നിൽക്കേണ്ടവർ ദൈവത്തിന് വേണ്ടി നിൽക്കണം. എന്നാൽ മാത്രമേ ദൈവപ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ നടക്കത്തുള്ളൂ. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ അതോടനുബന്ധിച്ച് പറയാനായിട്ടുണ്ട്. എന്നാൽ ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. ഇങ്ങനെ ഗവർണറിന്റെയും CMന്റെ ഒക്കെ മെഡിക്കൽ ടീമില് നല്ല അടിപൊളിയായിട്ട് ഇഷ്ടംപോലെ പൈസ ഉണ്ട്, നല്ല പൊസിഷൻ ഉണ്ട്, പാർലമെന്റിനോട് ചേർന്നാണ് ഞങ്ങളുടെ ഓഫീസ്, എപ്പോഴും പോലീസ് സെക്യൂരിറ്റിയാണ്. കാര്യങ്ങളൊക്കെ ഭംഗിയായി നടക്കുമ്പോൾ പെട്ടെന്ന് ഒരു ദിവസം എനിക്ക് ഒരു തലവേദന പോലെ വരാനായിട്ട് ഇടയായി. ഒരുമാതിരി വലിച്ചു മുറുക്കുന്ന ഒരു പെയിൻ ആയിരുന്നത്. എന്റെ ലൈഫിൽ അത്രയും ഒരു സിവിയർ പെയിൻ ഞാൻ അനുഭവിച്ചിട്ടില്ല. അപ്പം ഈ പ്രൈം മിനിസ്റ്ററിനെ അവരെയൊക്കെ ട്രീറ്റ് ചെയ്യുന്ന ഒരു മെയിൻ ന്യൂറോ സർജൻ എനിക്ക് അറിയാവുന്ന ഒരു പുള്ളിയായിരുന്നു. അപ്പൊ പുള്ളി പറഞ്ഞു നമുക്കൊന്ന് MRI ചെയ്ത് നോക്കാം എന്ന് പറഞ്ഞു. ഈ വേദന വന്നു കഴിഞ്ഞാൽ നമുക്ക് പോയി തല എവിടെയെങ്കിലും ഭിത്തിക്കെട്ടി ഇടിക്കാൻ തോന്നും. ഈ തലവേദന വന്നിട്ട് ഒത്തിരി പേര് സൂയിസൈഡ് വരെ ചെയ്തിട്ടുണ്ട്. അത്രയും സിവിയർ ആയിപ്പോയി. നമ്മുടെ ഈ കണ്ണും എല്ലാം ഈ ഞരമ്പ് പിടിച്ച് മുറുക്കുന്ന പോലത്തെ ഒരു പെയിൻ. എന്റെ ലൈഫിൽ അത്രയും പെയിൻ ഞാൻ അനുഭവിച്ചിട്ടില്ല. അപ്പൊ പോയി MRI എടുത്ത് നോക്കിയപ്പോൾ ഇൻട്രാക്രേനിയൽ ഹൈപ്പർടെൻഷൻ എന്ന് പറഞ്ഞാൽ ബ്രെയിനിന്റെ ഉള്ളിൽ ഭയങ്കര പ്രഷറാണ്. അപ്പൊ ഒരു 10 ദിവസം ഞാൻ ഉറങ്ങാതെ ഡേ ആൻഡ് നൈറ്റ് CMന്റെ കൂടെയും ഗവർണറുടെ കൂടെയൊക്കെ പോയി ട്രാവൽ ചെയ്ത് ഉറങ്ങാതെ ചെയ്തായിരുന്നു. അതിന്റെ ഫലമായിട്ട് എന്റെ ബ്രെയിനിന്റെ ഉള്ളിൽ പെട്ടെന്ന് പ്രഷർ കൂടിയിട്ട് അങ്ങനെ ഒരു സംഭവമാണ്. അവരെനിക്ക് ഗുളിക തന്നു. ഞാൻ ഒരു ദിവസം എമർജൻസിയിൽ അഡ്മിറ്റ് ആയിരുന്നു. അവരെനിക്ക് ഗുളിക തന്നിട്ട് പറഞ്ഞു വിട്ടു, ഇത് എന്തായാലും കഴിക്കണം, ഇത് നിർത്താൻ പാടില്ല, എന്നിട്ട് നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാം, ചിലപ്പോൾ സർജറി ആയിരിക്കും, ചിലപ്പം വേറെ എന്തെങ്കിലും ആയിരിക്കും, അവർ എന്നെ പറഞ്ഞു വിടാനായിട്ട് ഇടയായി. ഞാൻ പകുതി ബോധത്തില്ല. ഞാൻ ജോലിക്ക് പോകാൻ വേണ്ടി റെഡി ആയിട്ട് ഹാളിലേക്ക് വരും. എന്നാൽ അച്ഛൻ എണീച്ച് വരുമ്പോൾ ജോലിക്ക് പോകേണ്ട ആളവിടെ സോഫയിൽ കിടപ്പുണ്ടാവും. അത്രയ്ക്ക് വീക്ക്നെസ് എനിക്ക് വരാനായിട്ട് തുടങ്ങി. അപ്പൊ ഞാൻ ഒരു ദിവസം വെറുതെ ഞാൻ ഈ ടാബ്ലറ്റ് എന്താണെന്ന് ഞാൻ നോക്കിയിട്ടില്ലായിരുന്നു. വെറുതെ നോക്കിയപ്പോ ഈ ഫിറ്റ്സിനൊക്കെ കൊടുക്കില്ല, എപ്പിലെപ്സി ഫിറ്റ്സിനൊക്കെ കൊടുക്കുന്ന ആ മരുന്നായിരുന്നു. ഭയങ്കര ഹൈ ഡോസ് ആണ്. ഒരിക്കലും നമുക്ക് നോർമൽ ആയുള്ളവർക്ക് അത് കഴിക്കാൻ
പറ്റത്തില്ല, അതിന് വേറെ ഒരു മരുന്നും ഇല്ല എന്ന് പറഞ്ഞു. എന്നാൽ ഹല്ലേലൂയ, എനിക്ക് ഇച്ചിരി ഒന്ന് എണീച്ച് നിൽക്കാനായപ്പോ ഞാൻ തീരുമാനിച്ചു, എന്റെ കർത്താവിനെ ഇതുവരെ സൗഖ്യമായിട്ടുണ്ടെങ്കിൽ ഇനി ഒരു രോഗത്തിന് എന്റെ മേലെ അധികാരം ഉണ്ടാവത്തില്ല. ഞാൻ ഇത്രത്തോളം വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു രോഗത്തിൽ നിന്നും കർത്താവിന് എന്നെ സൗഖ്യമാക്കാൻ പറ്റും എന്ന് ഞാൻ വിശ്വസിച്ച് ഹല്ലേലൂയ പെട്ടെന്ന് 10 ദിവസം ലീവ് എടുത്ത് അവിടുന്ന് ഡെഹ്റാഡൂൺ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു ദേവദാസന്റെ വീട്ടിൽ പോയി ഞങ്ങൾ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ചു. കുറച്ച് നമ്മൾ കാമായിട്ടൊക്കെ കുറച്ചു നേരം ഇരിക്കാനുള്ള അവസരം എനിക്ക് കിട്ടി. 10 ദിവസം കഴിഞ്ഞ് വന്നേ പിന്നെ ഹല്ലേലൂയ ഇന്നേ വരെ ആ വേദന എനിക്ക് ഉണ്ടാകുവാനായിട്ട് ദൈവം അനുവദിച്ചിട്ടില്ല. ഒരു മരുന്നും കഴിക്കാനായിട്ട് ദൈവം എന്നെ അനുവദിച്ചിട്ടില്ല. അങ്ങനെ 1-2 വർഷത്തോളം ഞാൻ അവിടെ ഹല്ലേലൂയ CM-ന്റെ ഗവർണറെ കൂടെ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ ഹല്ലേലൂയ എന്റെ ജ്ഞാനമല്ല, എന്റെ കഴിവല്ല, ഹല്ലേലൂയ ഒരു ചെറിയ മിസ്റ്റേക്ക് ആയാൽ പോലും ഒരുപക്ഷെ നമ്മുടെ ജീവൻ തന്നെ ആപത്താണ്, അത്രയും വലിയൊരു റിസ്ക് ആണ്. എന്നാൽ ഹല്ലേലൂയ നല്ല ആലോചനക്കാരനായ ദൈവം ഹല്ലേലൂയ നമ്മളെ ഹല്ലേലൂയ ഉയർത്തും, നമ്മളെ മാനിക്കും. ഹല്ലേലൂയ നമ്മൾ നിന്ദിക്കപ്പെട്ട സ്ഥാനങ്ങളിൽ ദൈവം നമുക്ക് വേണ്ടി അനുഗ്രഹങ്ങളെ ചെയ്യുവാനായിട്ട് ഇടയായി. ഞാൻ എന്റെ ലൈഫിൽ തീരുമാനിച്ചു, ഞാൻ ഒരൊറ്റ രൂപ മുടക്കി വിദേശത്ത് പോകത്തില്ല. ദൈവത്തിന് എന്നെ ആവശ്യമുണ്ടെങ്കിൽ കർത്താവ് എന്നെ വിട്ടോണം. ഇതുവരെ അങ്ങനെയാണെങ്കിൽ ഇനിയും അങ്ങനെ തന്നെയാണെന്ന് എന്റെ മനസ്സിൽ ഞാൻ തീരുമാനിച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് വീണ്ടും UK-ലേക്കുള്ള ഈ പൊസിഷൻ ഓപ്പൺ ആകുവാനായിട്ട് ഇടയായത്. ഞാൻ പറഞ്ഞു, ഞാൻ ഒരു ഏജൻസിക്ക് പുറകെ ഞാൻ പോകത്തില്ല, ഞാൻ ആരെ കൈയും കാലും പിടിക്കത്തില്ല, ഒന്നും ചെയ്യത്തില്ല. ദൈവത്തിന് ഈ നമ്മളൊക്കെ ചിലർ ചോദിക്കത്തില്ലേ നൂലെ കെട്ടി തരുമോ എന്നൊക്കെ, ഏകദേശം അങ്ങനെയൊക്കെ തന്നെയാണ് എന്റെ ജീവിതത്തിലെ എല്ലാ അനുഭവങ്ങളും. അങ്ങനെ ഈ പെട്ടെന്ന് ഇരിക്കുമ്പോഴാണ് പെട്ടെന്ന് UK-ലെ ഒരു ജോലിന്റെ സാധ്യത ഓപ്പൺ ആയി വന്നേ. കറക്റ്റ് ഞാൻ ജോലിക്ക് കയറിയതിന് ശേഷം അത് ക്ലോസ് ആവും ചെയ്തു. എനിക്ക് ഇങ്ങോട്ട് 1.5 ലക്ഷത്തോളം രൂപ പൈസ അവർ തന്നിട്ടാണ് എന്നെ ഇങ്ങോട്ട് എടുത്തത്. ഹല്ലേലൂയ ഒരു ലോൺ ഞാൻ അപ്ലൈ ചെയ്തില്ല, ഒരു മനുഷ്യടുത്ത് കടം ഞാൻ മേടിച്ചില്ല. ഹല്ലേലൂയ നമ്മൾ അങ്ങനെ ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഹല്ലേലൂയ നമ്മുടെ പരിമിതികൾക്ക് അപ്പുറത്ത് ഹല്ലേലൂയ ദൈവത്തിന് ഒരു കരം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ മറ്റാരുടെ ജീവിതത്തിൽ എന്ത് നടക്കുന്നു നമ്മൾ അറിയേണ്ട കാര്യമില്ല. ചിലർ ഒത്തിരി പരീക്ഷ എഴുതി ചിലപ്പോൾ ഫെയിൽ ആവും, ചിലപ്പോൾ ടഫ് ആയിരിക്കും. എന്നാൽ നമ്മളൊരു ദൈവത്തിന്റെ പൈതലാണെങ്കിൽ നമുക്കൊരു ഉറപ്പുണ്ടാകണം, മൈ ലൈഫ് ഈസ് ഇൻ ഗോഡ്സ് ഹാൻഡ്സ്, ഹി ഈസ് ഇൻ കൺട്രോൾ ഓഫ് വാട്ട് എവർ ഹാപ്പൻസ്, ഹി മേക്സ് ദ ഇംപോസിബിൾ പോസിബിൾ, ഹി ഓപ്പൺ വേസ് there are no ways. ഹല്ലേലൂയ നമുക്ക് വേണ്ടി അത്ഭുതമായ വഴികൾ തുറന്നു. ഞാൻ ജോലിക്ക് കയറി 2 മാസം കഴിഞ്ഞപ്പോ അതും അവർ അടച്ചു. ഹല്ലേലൂയ അപ്പൊ ഇങ്ങനെ ഇപ്പൊ 2 വർഷത്തോളമായിട്ട് ഞാൻ UK-യിലാണ്. ഇപ്പം ലേറ്റസ്റ്റ് ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞിട്ട് ഞാൻ എങ്ങനെയാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഇരുന്ന് സംസാരിക്കുന്നതിനുള്ള കാര്യത്തിൽ മാത്രം ഞാൻ പറയാം. ഞാൻ ബാക്കി എനിക്ക് 6-7 ലാംഗ്വേജസ് എനിക്കറിയാം, കന്നഡ, ഇംഗ്ലീഷ്, ഹിന്ദി, മലയാളം, തമിഴ്, തെലുഗു. ഓക്കെ, അപ്പൊ ഇത്രയും ഭാഷയെ പഠിച്ചുള്ളൂ. ഇനി ആഗ്രഹമുണ്ട്, ദൈവം അനുവദിക്കുകയാണെങ്കിൽ ബാക്കിയും കൂടെ പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പം ഞാൻ ഓൾറെഡി ചെറുപ്പത്തിലെ തെലുങ്ക് പഠിച്ചത് കൊണ്ട് എനിക്ക് CM-ന്റെ ഓഫീസിൽ വന്നപ്പോ ചിലരൊക്കെ ചോദിച്ചു ഇവർക്ക് തെലുങ്ക് അറിയാവോ എന്ന്. എനിക്കറിയത്തില്ല, ദൈവം എവിടുന്ന് എനിക്ക് ആ ഭാഷ തന്നു. ഞാൻ നല്ല പച്ച മലയാളം പറയുന്ന പോലെ തെലുങ്ക് പറയാനായിട്ട് തുടങ്ങി. ആ ഒരു കൃപ ദൈവം എനിക്ക് തന്നപ്പോ ഞാൻ തെലുങ്കിൽ പ്രസംഗിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ നമുക്ക് എന്തൊക്കെ ടാലന്റ് ദൈവം തന്നാലും, പാടാനോ പ്രസംഗിക്കാനോ എഴുതാനോ എന്തൊക്കെ തന്നാലും അത് ദൈവനാമത്തിന് വേണ്ടി നമ്മൾ ഉപയോഗിച്ചില്ലെങ്കിൽ ആ ഒരു ടാലന്റ് കൊണ്ട് ഒരു പ്രയോജനവും ഇല്ല. ഹല്ലേലൂയ നമ്മുടെ നോളജ്, നമ്മുടെ കപ്പാസിറ്റി നമ്മൾ ദൈവസ്ഥാനത്തിൽ കൊടുക്കുമ്പോൾ ദൈവം അതിനെ ഇനിയും വളർത്തി അത് വലിയൊരു കാര്യമാക്കി നമ്മുടെ ജീവിതത്തിൽ തരാനായിട്ട് ഇടയാകും. അങ്ങനെ ഞാൻ ജോലിക്ക് കയറി 6 മാസം കഴിഞ്ഞപ്പോൾ ദൈവത്തിന്റെ ഒരു ശബ്ദം ഞാൻ കേട്ടു, രണ്ടാമത്തെ ഒരു തലമുറയ്ക്ക് ഒരു സമയമായെന്നുള്ളത്. അപ്പൊ മൂത്ത കുഞ്ഞിന് ഓൾറെഡി 4-4.5 വയസ്സ്. ഞാൻ പറഞ്ഞു, കർത്താവേ ഇപ്പൊ വന്നിട്ട് 6 മാസമേ ആയുള്ളൂ, അറ്റ്ലീസ്റ്റ് ഒരു 1-2 വർഷമായി നമ്മൾ ഇവിടുന്ന് സെറ്റ് ആവണ്ടേ എന്നിട്ട്. പക്ഷെ അന്നേരം അത് നടക്കുന്നതിന് തൊട്ട് മുമ്പ് 3 പേര് എനിക്കെതിരെ കംപ്ലൈന്റ് എഴുതാനായിട്ട് ഇടയായി. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ ആംബുലൻസ് സർവീസിൽ, എമർജൻസി സർവീസസിലാണ് ആദ്യമായിട്ട് ജോലിക്ക് വന്നത്. അതിന്റെ ഉള്ളിൽ ഹല്ലേലൂയ നോക്കുവാണെങ്കിൽ ഒരു ഇന്ത്യനോ ഒരു ഏഷ്യനോ ഇതുവരെ കാലുകുത്തിയിട്ടില്ല. മുഴുവൻ വെള്ളക്കാർ മാത്രം ഡോമിനേറ്റ് ചെയ്യുന്ന ഒരു ഏരിയ ആണ്. അപ്പൊ പെട്ടെന്ന് നമ്മളെ കണ്ടപ്പോ അവർക്ക് വല്ലാത്തൊരു അസ്വസ്ഥ ഉണ്ടായി തുടങ്ങി. ഇവിടെയും ഇനി ഇവരൊക്കെ വന്നോ, ഹോസ്പിറ്റലും ബാക്കിയുള്ള സ്ഥലത്തൊക്കെ ഇവരുണ്ട് ഓൾറെഡി, ഇതിലും കയറി ഇനി കൊളാക്കാൻ വേണ്ടി വന്നോ എന്ന രീതിയിൽ വെറുതെ ഞാൻ ഇവിടെ ചായ കുടിച്ചു എന്നോ ഞാൻ എന്തൊക്കെയോ ചെയ്തു, പേഷ്യന്റിനെ നോക്കിയില്ലെന്നൊക്കെ പറഞ്ഞ് ചുമ്മാ ഇവർ കംപ്ലൈന്റ് എഴുതി എന്റെ ടീം ലീഡറിന് കൊടുക്കുവാനായിട്ട് ഇടയായി. അപ്പൊ ഞാനടുത്ത് കർത്താവ് ഈ സമയത്ത് ഞാൻ ഇനി പ്രഗ്നന്റും കൂടെ അറിഞ്ഞ ഇനി എന്റെ ജോലി തന്നെ പോകുമായിരിക്കും ഞാൻ വിചാരിച്ചു. പക്ഷെ എനിക്കറിയാം ദൈവം നമുക്കൊരു ആലോചന തന്നിട്ടുണ്ടെങ്കിൽ അതിന് പ്രകാരം മുമ്പോട്ട് പോകും. ചിലപ്പോൾ ചാലഞ്ചസ് ഒക്കെ ഉണ്ടാകും, പക്ഷെ ദൈവം നമ്മുടെ കൂടെ അതിലൊക്കെ സഹായിക്കുമെന്ന് മനസ്സിലായി. അപ്പൊ എന്റെ ഏത് ടീം ലീഡറാണോ എന്നെ പ്രശ്നം ഉണ്ടാക്കിയത് ആ ടീം ലീഡറെ ദൈവം
സ്ഥലം മാറ്റി. നല്ലൊരു സ്നേഹമുള്ള ടീം ലീഡർ, കറക്റ്റ് ഞാൻ പ്രഗ്നന്റ് ആണെന്ന് പറയുന്ന സമയത്ത് നല്ലൊരു സ്നേഹമുള്ള ടീം ലീഡർ. NHS ജോലി ചെയ്യുന്നവരോട് ചോദിച്ചാൽ അറിയാം, ഒരു ആഴ്ചയിലൊക്കെ നമ്മൾ ഇത്രയും കൃത്യം മണിക്കൂർ നമ്മൾ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൽ 1 മണിക്കൂർ കുറവ് വർക്ക് ചെയ്താൽ അത് വർക്ക് ചെയ്യാൻ വേണ്ടി നമ്മളെ വീണ്ടും വിളിപ്പിക്കും. അത്രയും സ്ട്രിക്റ്റ് ഉള്ള സമയത്ത് എനിക്കൊരു 6 മാസത്തോളം വീട്ടിലിരുന്ന് ഞാൻ മുഴുവൻ ശമ്പളം മേടിച്ചു. എന്തെന്ന് പറഞ്ഞാൽ എനിക്ക് എപ്പോഴും തലറിഞ്ഞു വീഴുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. അപ്പൊ ആദ്യത്തെ 2 മാസം അവർ കണ്ടെടുത്തോളം ഞാൻ വളരെ എഫിഷ്യന്റ് ആയിട്ട് ഞാൻ വർക്ക് ചെയ്തു. അപ്പം പുള്ളി എന്നോട് പറയും, ഞാൻ ജോലിക്ക് വരട്ടെ എന്ന് പറഞ്ഞാൽ പുള്ളി പറയും നീ വരണ്ടെന്ന് പറയും. എന്നിട്ട് എന്റെ എല്ലാ അറ്റൻഡൻസ് എഴുതി എനിക്ക് വേണ്ടി എന്റെ മാനേജർ 6 മാസം ഫുൾ സാലറിയോടെ എനിക്ക് മെറ്റർനിറ്റിയിൽ ഇരിക്കുക. അത് കഴിഞ്ഞപ്പോ ഒരു വർഷം ഒരു 28ാമത്തെ ആഴ്ച ആയപ്പോ പണ്ട് പ്രശ്നം തുടങ്ങിയത് വീണ്ടും 28ാമത്തെ ആഴ്ചയിൽ പെട്ടെന്ന് എനിക്ക് പെയിൻ സ്റ്റാർട്ട് ചെയ്തു. എന്നെ എമർജൻസിയിലേക്ക് കൊണ്ടുപോകാനായിട്ട് ഇടയായി. പെട്ടെന്ന് നോക്കുമ്പോൾ ഡെലിവറി പെയിൻ ആണ്, ലേബർ സ്റ്റാർട്ടായി, യൂട്രസ് ഓപ്പൺ ആയി ഒക്കെ പറഞ്ഞ് എന്നോട് അവർ ടെസ്റ്റ് ചെയ്തിട്ട് പറഞ്ഞു 10 ദിവസത്തിനുള്ളിൽ ഈ 2ാമത്തെ കുഞ്ഞ് ജനിക്കും. ആദ്യം ഓൾറെഡി ഇങ്ങനെ ഒരു ഹിസ്റ്ററി ഉണ്ടല്ലോ, ഇതിനൊന്നും ചെയ്യാൻ പറ്റത്തില്ല. കുഞ്ഞിന് ഹാർട്ടിന് പ്രശ്നം, ലിവറിന് പ്രശ്നം, ലങ്സിന് പ്രശ്നം, ബ്രെയിന് പ്രശ്നം, മൊത്തം പ്രശ്നമാണ്. എത്ര മാസം ICU കിടക്കണമെന്ന് പറയാൻ പറ്റത്തില്ല. 28 ആഴ്ച എന്ന് പറഞ്ഞാൽ ഒത്തിരി ഏർലിയാണ്. അതിലൊരു കുറച്ചുകൂടെ ആഴ്ച ഉണ്ടെങ്കിൽ അവരൊരു പക്ഷേ ആ കുഞ്ഞിനെ എന്നെ കൊന്നു കളയും. ബിക്കോസ് ആ ഒരു ടൈം പീരീഡ് കഴിഞ്ഞാലേ അവർ കുഞ്ഞിനെ ICUലെങ്കിലും വെക്കത്തുള്ളൂ. അങ്ങനത്തെ സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ട്. അപ്പം 28 ആഴ്ചയിൽ അവർ പറഞ്ഞു നമ്മൾ നോക്കാം, ഇത്രയും പ്രശ്നങ്ങളുണ്ട്, നിങ്ങൾ പ്രിപ്പയർ ആയിരിക്കണം. അന്ന് എന്റെ മനസ്സോട് പറഞ്ഞു, ഒരു പ്രാവശ്യം എന്റെ കുഞ്ഞിനെ നേരെ ഒരു പ്രാവശ്യം വെല്ലുവിളി ഉയർത്തിയതാണ്. ഈ പ്രാവശ്യം ശത്രുവിനോ ഒന്നിനും എന്റെ കുഞ്ഞിനെ തൊടുവാൻ ഞാൻ അനുവദിക്കത്തില്ല. അവർ പറഞ്ഞു 10 ദിവസത്തിൽ ഇത് നടക്കും എന്ന് പറഞ്ഞു. എന്നെ എമർജൻസിയിലേക്ക് കയറ്റും, എന്നെ ലേബർ റൂമിലേക്ക് കയറ്റും, ഒന്നും സംഭവിക്കത്തില്ല. വീണ്ടും റൂമിലേക്ക് കയറ്റും. ഇങ്ങനെ കറങ്ങി കറങ്ങി 10 ദിവസം ആയപ്പോ അവർ പറഞ്ഞു ഇനി പൊക്കോ, കാര്യമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ നോക്കുമ്പോൾ ആളുകൾ 28 കഴിഞ്ഞു, 30 കഴിഞ്ഞു, 34 കഴിഞ്ഞു, 36 കഴിഞ്ഞപ്പോ ഞാൻ ഫുൾ ക്ഷീണമായി. ഞാൻ പറഞ്ഞു എന്റെ കർത്താവെ ഇനി എനിക്ക് സഹിക്കാൻ വയ്യ, എങ്ങനെയും പുറത്താക്കി തരണേ എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു. അങ്ങനെ 37ാമത്തെ ആഴ്ചയില് അനുഗ്രഹിക്കപ്പെട്ട 4.5 കിലോ ഉള്ള അതിസുന്ദരനായ ആരോഗ്യം ഞാൻ എന്തൊക്കെ എന്റെ മനസ്സിൽ ഞാൻ ദൈവത്തോട് ചോദിച്ചോ അത്രയും അനുഗ്രഹിക്കപ്പെട്ട ഒരു തലമുറ ദൈവം എനിക്ക് തരാനായിട്ട് ഇടയായി. പ്രശ്നം അവിടെ തീർന്നില്ല. അത് കഴിഞ്ഞ് ഡെലിവറി കഴിഞ്ഞ് 1 മാസം ആയപ്പോഴത്തേക്ക് ഞാൻ വലിയൊരു ഡിപ്രഷനിലേക്ക് പോകുവാനായിട്ട് ഇടയായി. ഇന്ന് ഞാൻ ഇവിടെ ഇരിക്കുന്നതിന്റെ കാര്യം കൂടെ മാത്രം ഞാൻ പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. വലിയൊരു ഡിപ്രഷനിലേക്ക് കടന്നുപോയി. ഞങ്ങൾ ഉണ്ടായിരുന്ന UK ആ ഭാഗത്ത് ദൈവമക്കൾ അധികം ഇല്ല. ഞങ്ങളുടെ ചർച്ച 1.5 മണിക്കൂർ ഞങ്ങൾക്ക് ട്രാവൽ ചെയ്യണം. സംസാരിക്കാൻ ഒരാളും ഇല്ല. എന്റെ വീട്ടിലേക്ക് കടന്നു വരാൻ ആരുമില്ല. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് ഒരാളും ഇല്ല. ഭയങ്കര ഒറ്റപ്പെടലിന്റെ ഒരു അനുഭവം. അതിന്റെ കൂടെ ഇവിടുത്തെ വിന്ററും. ഇപ്പം കണ്ടോ 3-4 മണി ആയതോളം അപ്പോഴേക്ക് കൂരി ഇരുട്ടായി. എല്ലാം കൂടെ ആയി പോസ്റ്റ് നേറ്റൽ ഡിപ്രഷനിലേക്ക് ഞാൻ പോകുവാനായിട്ട് ഇടയായി. ഒരു ദിവസം അച്ഛനെ നോക്കുമ്പോ ഞാൻ വാഷ്റൂമിൽ പോകുന്ന പോലെ തോന്നി. കുറച്ചു നേരം കഴിഞ്ഞ് എന്റെ അനക്കൊന്നും ഇല്ലാന്ന് പറഞ്ഞപ്പോ വീണ്ടും വന്ന് നോക്കുമ്പോ ഞാൻ 2 മണിക്കൂർ ഒരേ ഇരിപ്പ് ഇരുന്നിട്ടുണ്ട്. ഞാൻ അറിഞ്ഞിട്ടില്ല. അവിടെ ഇരുന്ന് കരഞ്ഞു വല്ലാണ്ടായി. എന്നെ അച്ഛനെ എടുത്തോണ്ടാണ് തിരിച്ച് എന്നെ റൂമിലേക്ക് കൊണ്ടുവരുവാനായിട്ട് ഇടയത്. 2-2.5 മാസം കഴിഞ്ഞു. എന്റെ സ്റ്റിച്ചസ് ഒന്നും ഹീൽ ആവുന്നില്ല, എന്റെ ബ്ലീഡിങ് സ്റ്റോപ്പ് ആവുന്നില്ല. പെട്ടെന്ന് ഒരു ദിവസം നോക്കുമ്പോൾ എന്റെ കുഞ്ഞിനെ ഫീഡ് ചെയ്ത് നോക്കുമ്പോൾ ഒരു തുള്ളി പാലും ഇല്ല. ഇത്രയ്ക്കൊരു പ്രശ്നമുള്ള സാഹചര്യത്തിൽ ഞാൻ ദൈവത്തോട് ഞാൻ ചോദിച്ചു, കർത്താവേ ഇനി ഞാൻ എങ്ങനെ മുമ്പോട്ട് പോകും? എനിക്ക് ഒരു കാര്യം മനസ്സിലായി, ഇത് എന്റെ എതിരെ വരുന്ന ഒരു ശത്രുവിന്റെ ഒരു പോരാട്ടം, ഞാൻ ജയിക്കും. ഒന്നിനെ എന്നെ തളർത്തുവാൻ ഞാൻ അനുഭവിക്കത്തില്ല എന്ന് 2 ആഴ്ച സിസേറിയൻ കഴിഞ്ഞിരിക്കുമ്പോൾ ഞാൻ ഒരു ദിവസം ദൈവസ്ഥാനത്തിൽ ഉപവാസെടുത്ത് പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങി. ഞാൻ അച്ഛനോട് പറഞ്ഞു നമുക്ക് ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കാം. ദൈവമക്കളെ കീഴടക്കാൻ ഒരു ശക്തിയും ഈ ലോകത്തില്ല. അത് ഏത് രോഗമായാലും ഏത് ശത്രുവിന്റെ തീയമ്പായാലും അതിന്റെ മേലെ ജയമെടുത്ത യേശുവിനെയാണ് നമ്മൾ ആരാധിക്കുന്നത് എന്ന് പറഞ്ഞ് ഞങ്ങൾ ഈ വിഷയത്തിന് വേണ്ടി ശക്തമായി പ്രാർത്ഥിക്കാൻ ഇടയായി. ഒറ്റ ഡ്രോപ്പ് പാല് പോലും ഇല്ലാതിരുന്ന സ്ഥലത്ത് ഇപ്പൊ 1 വർഷം കഴിഞ്ഞ് ഇപ്പോഴും ഞാൻ ഫീഡ് ചെയ്യുന്നുണ്ട് കുഞ്ഞിനെ, ഒരു കുറവും ഇല്ലാതെ. അതിന് ദൈവം ഒരു വിടുതൽ തന്നു. അതിനുശേഷം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഓരോ വ്യക്തികൾ എന്നെ പെട്ടെന്ന് വിളിക്കുവാനായിട്ട് ഇടയായി. അമേരിക്കയിൽ നിന്നും, അതിൽ ചിലർ ഇന്ന് നമ്മുടെ മീറ്റിംഗ് ജോയിൻ ആയിട്ടുണ്ട്. അമേരിക്കയിൽ നിന്നും കുവൈറ്റിൽ നിന്നൊക്കെ പെട്ടെന്ന് വിളിച്ചിട്ട് സിസ്റ്റർ ഒരു മെസ്സേജ് കൊടുക്കുവോ, ഒരു ടെസ്റ്റ് മണി കൊടുക്കുവോ എന്നൊക്കെ. അപ്പൊ ഞാൻ അവിടുത്തെ കർത്താവേ ഇവിടെ ഒരു മനുഷ്യനും അറിയത്തില്ല എന്ന് വിചാരിച്ച് ഞാൻ വിഷമിച്ചിരിക്കുന്ന സമയത്ത് ഓരോരുത്തരും എന്നെ ഇങ്ങനെ വിളിക്കുവാനായിട്ട് തുടങ്ങി. എന്റെ ആദ്യത്തെ മെസ്സേജ് ഞാൻ കൊടുക്കുമ്പോൾ എന്റെ കുഞ്ഞിന് വെറും 3 ആഴ്ച പ്രായം. ആ കുഞ്ഞിനെ ഞാൻ കൈകളിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ടാണ് ആ 3 മണിക്കൂർ 4 മണിക്കൂർ ദൈവസന്നാന്ന് ഞാൻ ഇരിക്കുവാനായിട്ട് ഇടയായത്. ബാക്ക് ചിലപ്പോൾ 9 മണിക്കൂർ വരെ ഞാൻ ഒറ്റയടിക്ക്
അതുപോലെ ഇരുന്ന സംഭവങ്ങളുണ്ട്. ദൈവസന്നിധാനത്തിൽ ഇരിക്കുമ്പോൾ മാത്രമേ എനിക്ക് സമാധാനമുള്ളൂ. അത് കഴിഞ്ഞ് എണീക്കുമ്പോൾ എനിക്ക് ഭയങ്കര വെപ്രാളമാണ്. അതുകൊണ്ട് എന്നെ കൊണ്ട് കഴിയാവുന്നത്രയും സമയം പല ഭാഷകളിൽ ദൈവത്തെ ആരാധിക്കുവാൻ, ദൈവത്തെ സ്തുതിക്കുവാൻ ദൈവം എനിക്ക് അവസരം തന്നു. എനിക്ക് മലയാളത്തിൽ മെസ്സേജ് ഞാൻ അങ്ങനെ കൊടുക്കാറില്ലായിരുന്നു. ഇംഗ്ലീഷിലും പല ഭാഷകളായിരുന്നു. എന്നാൽ ഹല്ലേലൂയ, ദൈവം ആ ഭാഷന്റെ ജ്ഞാനം തന്നു. ഇന്ന് അനേക മലയാള പ്രേയർ ഗ്രൂപ്പ്സിൽ ഹല്ലേലൂയ ദൈവവചനവുമായി ദൈവത്തിന്റെ സാക്ഷിയുമായി നിൽക്കുവാനുള്ള അവസരം കർത്താവ് തന്നു. അത് മാത്രമല്ല, 2 വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ ദൈവത്തോട് ചോദിച്ചു, ദൈവത്തിന്റെ വേല ചെയ്ത് തുടങ്ങിയപ്പോൾ ഉണ്ടല്ലോ ഉള്ളിൽ ഭയങ്കര ഒരു സന്തോഷം. ഞാൻ പറയും, എനിക്ക് ഇനി ജോലിക്കൊന്നും പോവാൻ താല്പര്യമില്ല എന്ന രീതിയിൽ ഞാനായി. എമർജൻസി ആകുമ്പോൾ സൺഡേ ഒക്കെ നമുക്ക് ജോലിക്ക് പോകണം. പക്ഷെ കഴിഞ്ഞ വർഷം എനിക്കറിയാം, ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവെ ഒരു ഞായറാഴ്ച എന്റെ ഡ്യൂട്ടി ഇടരുത്. എനിക്കറിയത്തില്ല, ഇന്ന വരെ എനിക്ക് ഒരു ഞായറാഴ്ച ഡ്യൂട്ടി വന്നിട്ടില്ല. NHS വർക്ക് ചെയ്യുന്നവർക്ക് അറിയാം, അങ്ങനെ ഒന്നും നടക്കാൻ ഒരു ചാൻസും ഇല്ല. പക്ഷെ ഒരു ഞായറാഴ്ച വരെ എനിക്ക് ഡ്യൂട്ടി ഇട്ട് ഞാനിന്ന് സിക്ക് വിളിച്ചു. അതിൽ പിന്നെ ഇന്നേ വരെ സൺഡേ എനിക്ക് ഡ്യൂട്ടി വന്നില്ല. പക്ഷെ ഇനി മെറ്റേണിറ്റി കഴിഞ്ഞ് പോകുമ്പോൾ അത് നടക്കത്തില്ല എന്ന് എനിക്കറിയാം. ഞാൻ പറഞ്ഞു, കർത്താവെ എനിക്ക് പുതിയ ജോലി തരണം, എനിക്ക് നീ അത്ഭുതം ചെയ്യണം, എനിക്ക് ശനിയാഴ്ച ഞായറാഴ്ച ഒക്കെ ലീവ് വേണം, എനിക്ക് ദൈവത്തെ ആരാധിക്കാനുള്ള സാഹചര്യം ദൈവം ഒരുക്കി തരണം എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു. അങ്ങനെ ഇരിക്കുമ്പം വീണ്ടും ഞാൻ ഒരു ജോലിക്ക് അപ്ലൈ ചെയ്തില്ല. പെട്ടെന്ന് തന്നെ ഒരു കൂട്ടുകാരി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഇവിടെ ഒരു GP ഇവിടെ ഒരു ക്ലിനിക്കില് ഒരു വേക്കൻസി ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഹല്ലേലൂയ, ഒരു ഫോമും ഫില്ല് ചെയ്തില്ല, ഒരു അപ്ലിക്കേഷനും കൊടുത്തില്ല, എനിക്ക് ജോലി കിട്ടി. ആമേൻ. ജോലി കിട്ടി. വിസയ്ക്ക് കൊടുക്കുമ്പോഴാണ് ഫോം ഫില്ല് ചെയ്യുന്നത്, എന്റെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കുന്നത്. ഹല്ലേലൂയ. അങ്ങനെ അടുത്ത ആഴ്ച 1 വർഷത്തെ മെറ്റർണിറ്റി ലീവിന് ശേഷം ഞാൻ ദൈവത്തോട് ചോദിച്ചതുപോലെ തന്നെ കർത്താവ് എനിക്ക് സൗകര്യമുള്ള ഒരു സ്ഥലം തന്നു, അനുഗ്രഹിക്കപ്പെട്ട ഒരു സഭ തന്നു, തൊട്ട് 10 മിനിറ്റ് ഡിസ്റ്റൻസിൽ എനിക്ക് സഭ തന്നു. അത് മാത്രമല്ല, എന്റെ മുറ്റത്താണ് എന്റെ വർക്ക് പ്ലേസ്, എന്റെ മുറ്റത്താണ് എന്റെ സ്കൂള്. നമ്മൾ ദൈവത്തോട് ഒരു കാര്യം, ഞാൻ 10 മിനിറ്റ് ദൂരത്തെ ചർച്ച് മാത്രമേ ചോദിച്ചുള്ളൂ, പക്ഷേ നമുക്ക് ജോലിക്ക് ആവശ്യമായത്, നമ്മുടെ കുടുംബത്തിന് ആവശ്യമായത് എല്ലാം കർത്താവ് നമുക്ക് തരും. വചനം പറയുന്നത്, മുന്നമേ ദൈവത്തിന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പേൻ, അതോടെ നിങ്ങൾക്ക് സകലവും ലഭിക്കും എന്ന് പറഞ്ഞെങ്കിൽ അത് അതേപടി തന്നെയാണ്. When you put God first, he will do the rest. That is the message of my story. അതുകൊണ്ട് അടുത്ത ആഴ്ച തൊട്ട് ഞാൻ ജോലിക്ക് കയറാൻ പോവാണ്. ദൈവമക്കൾ എല്ലാവരും എന്നെ ഓർത്ത് പ്രാർത്ഥിക്കണം. എന്നെ കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഇൻസ്പയർ ആയിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും അറിയിക്കണം. ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഈ വരും തലമുറയുടെ നടുവിൽ നമ്മൾ വെറുതെ ഒരു ജോലി ചെയ്തു ഇല്ലെങ്കിൽ ഒരു കാര്യം ചെയ്ത് പോകുവാനായിട്ടല്ല ദൈവം നമ്മളെ ആഗ്രഹിക്കുന്നത്. നശിച്ചുപോകുന്ന തലമുറയുടെ നടുവിൽ ദൈവത്തിന്റെ സാക്ഷികളായി നിൽക്കുവാൻ, ലോകത്തെമ്പാടും കടന്നു പോകുവാൻ, അനേകരെ ദൈവത്തിലേക്ക് നേടുവാൻ ദൈവം നമ്മളെയും ഈ ഗ്രൂപ്പിലുള്ള എല്ലാവരും സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. താങ്ക് യു ആൻഡ് ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു സോ മച്ച് ചേച്ചി, നമ്മളുടെ കൂടെ ചേർന്ന് ഇങ്ങനെ ഒരു സമയം ചെലവഴിച്ച് എല്ലാ ടെസ്റ്റിമണീസും എല്ലാ എക്സ്പീരിയൻസും ഷെയർ ചെയ്ത് ഞാൻ വിശ്വസിക്കുന്നു ഇത് കുറേ പേർക്ക് ഇതൊരു അനുഗ്രഹമായി തീർന്നു ഞാൻ വിശ്വസിക്കുന്നു. ചില കാര്യങ്ങൾ എൻ്റെ മനസ്സിൽ കൂടെ പോയത് ഫെയ്ത്ത് വിശ്വാസം, നമ്മൾ കാണാത്ത കാര്യങ്ങളും അതിനകത്ത് ആക്ഷൻ എടുക്കുന്നത്. ഇപ്പോൾ ചേച്ചി കുറേ ഇൻസ്റ്റൻസസ് പറഞ്ഞാൽ എക്സാം എഴുതാൻ പോയ ഒക്കെ കാര്യങ്ങൾ നമ്മൾ വിശ്വാസം ഉണ്ടെന്ന് മാത്രം പറയുമല്ല, പക്ഷെ അതിനായിട്ടുള്ള ആക്ഷനും എടുക്കണം. അതാണ് നോട്ട് ഓൺലി ദാറ്റ്, സ്ട്രോങ് ഡിസിഷൻസ് എടുക്കണം. നമ്മൾ കർത്താവിനായിട്ട് എപ്പോഴാണോ സ്ട്രോങ് ഡിസിഷൻസ് എടുക്കണേ അപ്പോൾ കർത്താവ് നമ്മളെ മാനിക്കുകയും ചെയ്യും. അതുമാത്രമല്ല, ഹിസ് ആം ഇസ് നെവർ ഷോർട്ട് ടു സേവ് യു. നമ്മളെ എവിടാണോ തളർന്നിരിക്കുന്നത്, എവിടാണോ നമ്മൾ മുട്ടുമടക്കി കർത്താവിൻ്റെ അടുക്കിരിക്കുന്നത്, ഹിസ് ആം വിൽ കം ആൻഡ് നമ്മൾക്കൊരിക്കലും നമ്മൾ അൺറീച്ചബിൾ ആയിരിക്കാം, പക്ഷെ കർത്താവിൻ്റെ അടുക്ക് നമ്മൾ എപ്പോഴും റീച്ചബിൾ ആണ്. ഹീൽ ഓൾവേസ് റീച്ച് ഔട്ട് ടു യു. അതാണ് ഇന്ന് നമുക്ക് അതിനകത്തു നിന്നൊക്കെ നമുക്ക് പഠിക്കാൻ പറ്റി. സോ നമ്മളുടെ വ്യൂവേഴ്സിനായി ചേച്ചി പ്രാർത്ഥിക്കണം. സോ പ്രാർത്ഥിച്ച് കൺക്ലൂഡ് ചെയ്യുന്ന ചേച്ചി. നമുക്ക് പ്രാർത്ഥിക്കാം. Hallelujah, hallelujah. Thank you, Lord. Thank you, Jesus. We worship you, we worship you. ഞാൻ ദിവാസലമായി സ്നേഹിക്കുന്ന സ്വർഗ്ഗസ്ഥ പിതാവാം ദൈവമേ, അപ്പാ നല്ല സമയത്തിനായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവേ. അപ്പാ ഞങ്ങൾക്ക് ഒരുമിച്ച് ദൈവത്തിന്റെ പാദപീഠത്തിങ്കൽ കടന്നു വരുവാൻ കർത്താവെ ഇടയാക്കിയതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ദൈവം എത്ര നല്ലവനെന്ന കർത്താവേ. അപ്പാ രുചിച്ചറിഞ്ഞ ഞങ്ങൾ കർത്താവേ, അനേകരെ നടുവിലപ്പാ ദൈവത്തെ ഉയർത്തുവാൻ തന്ന നല്ല ഈ അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നപ്പാ. കടന്നു വന്ന ഓരോ നിന്റെ ദാസന്മാരെയും കുഞ്ഞുങ്ങളെയും
കർത്താവേ, ദൈവമേ നീ അനുഗ്രഹിക്കണമെന്നോട് ഞാൻ പ്രാർത്ഥിക്കുന്ന കർത്താവേ. ദൈവമേ ഈ മെസ്സേജ് കേൾക്കുന്ന ഓരോരുത്തരുടെ ജീവിതത്തിൽ വലിയൊരു ട്രാൻസ്ഫർമേഷൻ ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവേ. പ്രത്യേകിച്ച് കർത്താവേ, ദൈവം നല്ല ഡിസിഷൻസ് എടുക്കാൻ കഴിയാതെ കൺഫ്യൂസ് ആയി ഞങ്ങളുടെ കുഞ്ഞുങ്ങളുണ്ട് കർത്താവേ. ദൈവമേ അവർക്ക് വേണ്ടി ദൈവം നല്ലൊരു ദൈവമേ അഡ്വൈസറായി കർത്താവേ, അവർക്ക് വേണ്ടതായ നല്ല വഴികളെ കർത്താവേ ദൈവം നീ തുറന്നു കൊടുക്കണേന്നോട് ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഭാവിയെ കുറിച്ച് പ്രയാസപ്പെടുന്ന കുഞ്ഞുങ്ങൾ ഉണ്ടെങ്കിൽ കർത്താവേ, അവർക്ക് വേണ്ടി ദൈവഹിതം കർത്താവേ നീ വെളിപ്പെടുത്തി കൊടുക്കണേ കർത്താവേ. അനുഗ്രഹമായ കർത്താവേ വഴികളെ ദൈവം നീ ഒരുക്കണേന്നോട് ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ദൈവമേ യേശുപ്പ, ഏതെങ്കിലും കുഞ്ഞുങ്ങൾ കർത്താവേ മാനസികമായ ഡിപ്രഷനിലോ ആങ്സൈറ്റിയിലോ എന്തെങ്കിലും ഇഷ്യൂസിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ കർത്താവേ, ദൈവത്തിന്റെ ദിവ്യ സമാധാനം കർത്താവേ അവരുടെ ഹൃദയങ്ങളിൽ വ്യാപരിക്കട്ടെ എന്നോട് ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവേ. രോഗികളായി കർത്താവേ ഏതെങ്കിലും കുഞ്ഞുങ്ങളിൽ നിന്ന് ദൈവം ഞങ്ങളെ കേൾക്കുന്നുണ്ടെങ്കിൽ ഹല്ലേലൂയ, അടിയുടെ മേലെ വ്യാപരിച്ച അതേ വിടുതല്ല കരം കർത്താവേ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ കർത്താവേ ആ രോഗക്കിടക്കുകളെ മാറ്റി വിരിച്ചു കർത്താവേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ, ഞങ്ങളുടെ യുവ തലമുറകളെ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ കർത്താവേ ആ രോഗബന്ധനങ്ങളിൽ നിന്ന് കർത്താവേ നീ അഴിച്ചു മാറ്റണേ എന്നോട് ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവേ. സാമ്പത്തിക ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങളിലേക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. അപ്പാ ദൈവത്തിന്റെ സ്വർഗീയ ഭണ്ഡാരത്തിൽ കർത്താവേ ഒന്നിനും കുറവില്ലല്ലോ കർത്താവേ. ഹല്ലേലൂയ, ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങൾക്കും അപ്പ നീ മതിയായ ദൈവമാണ് കർത്താവേ. ഇന്ന് ഞങ്ങൾ ഇത്രത്തോളം കേട്ടതുപോലെ തന്നെ കർത്താവേ ഹല്ലേലൂയ, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കർത്താവേ അപ്പാ ദൈവമേ സ്വർഗ്ഗത്തിന്റെ കിഴിവാതിൽ തുറന്നു കർത്താവേ ഹല്ലേലൂയ, അനുഗ്രഹങ്ങൾ നന്മകൾ കർത്താവേ ദൈവമേ അവർക്ക് വേണ്ടി നീ പകരണേന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവേ. എല്ലാത്തിനേക്കാൾ ഉപരിയായി കർത്താവേ അപ്പാ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ദൈവമായിട്ടൊരു എൻകൗണ്ടർ ഉണ്ടാകട്ടെ കർത്താവേ, ദൈവിക എക്സ്പീരിയൻസ് ഉണ്ടാകട്ടെ കർത്താവേ ഹല്ലേലൂയ. ഞങ്ങളുടെ ഒരു കുഞ്ഞു പോലും നഷ്ടപ്പെട്ടു പോകുവാൻ അപ്പാ ദൈവമേ നീ അനുവദിക്കലെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവേ. യാതൊരു ഇന്റർനെറ്റിന്റെ അഡിക്ഷനിലോ കർത്താവേ, പിയർ പ്രഷറിലോ കർത്താവേ, ലോക മോഹങ്ങളിലോ കർത്താവേ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ആരും കർത്താവേ അകപ്പെട്ടു പോകുവാൻ നീ അനുവദിക്കത്തില്ലേ കർത്താവേ. യേശുപ്പ, അങ്ങനെ ആരെങ്കിലും കർത്താവേ ഹല്ലേലൂയ ഞങ്ങൾ ഇന്ന് കേൾക്കുന്നുണ്ടെങ്കിൽ കർത്താവേ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ കർത്താവേ അവർ ഏത് സ്ഥിതി ആയാലും കർത്താവേ, ഏത് ബന്ധനത്തിൽ ആയാലും കർത്താവേ, ഇന്ന് പകൽക്കാലം കർത്താവേ അവർക്ക് വേണ്ടി എന്റെ അപ്പച്ചനപ്പ അത്ഭുതങ്ങളെ ചെയ്യണേന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവേ ഹല്ലേലൂയ. ഈ ടെസ്റ്റിമണി കേൾക്കുന്ന ഓരോരുത്തരുടെ ഹൃദയങ്ങളോടൊപ്പ പരിശുദ്ധാത്മാവേ നീ വ്യക്തമായി ഇടപെടണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവേ. അനേക കുഞ്ഞുങ്ങൾ ദൈവത്തെ അറിയുവാൻ, ദൈവസന്നിധാനത്തിൽ കടന്നു വരുവാൻ, ദൈവത്തിന്റെ സാക്ഷികളായി തീരുവാൻ ദൈവം നീ ഇടയാക്കണ കർത്താവേ. ഞങ്ങളുടെ തലമുറയുടെ നടുവിൽ ഒരു റിവൈവൽ കർത്താവേ നീ അയക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ പ്രോഫിറ്റ്സ് ആകുവാൻ, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ദൈവത്തിന്റെ ദാസന്മാരാകുവാൻ, അനുഗ്രഹപ്പെട്ട ട്രാൻസ്ലേറ്റേഴ്സ് ആയി തീരുവാൻ കർത്താവേ, നല്ല ലിറ്ററേച്ചർ എഴുതുന്നവരായി തീരുവാൻ കർത്താവേ ഹല്ലേലൂയ. അവരുടെ മേലെ ദൈവത്തിന് ആവശ്യമായ കർത്താവേ ഹല്ലേലൂയ സ്വർഗ്ഗത്തിലെയും ഭൂമിയിലെ സകല അനുഗ്രഹങ്ങളെ കർത്താവേ കൊടുത്ത് നീ അവരെ മാനിക്കണ കർത്താവേ. അവരുടെ എഡ്യൂക്കേഷൻ ഒരു എക്സലൻസ് നീ കൊടുക്കണ കർത്താവേ, അവരുടെ ജോലികളിൽ ഒരു എക്സലൻസ് നീ കൊടുക്കണ കർത്താവേ, നല്ല ജീവിത പങ്കാളികളെ അവർക്ക് കൊടുക്കണ കർത്താവേ ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ട ആത്മീയ അറ്റ്മോസ്ഫിയറിൽ അവർ ആയി തീരുവാ ദൈവം നീ ഇടയാക്കണ കർത്താവേ. ഇന്ന് കടന്നു വന്ന എല്ലാ കുഞ്ഞുങ്ങൾക്കും കർത്താവേ, ഇന്ന് നമ്മുടെ ഈ കാണുന്ന എല്ലാരും കർത്താവേ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അടിയും ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അവരായിരുന്ന സ്ഥലങ്ങളിൽ കർത്താവേ ദൈവത്തിന്റെ സാക്ഷികളായി തീരുവാൻ ഇടയാക്കണേ കർത്താവേ. ദൈവമേ യുവാ ഫോർ ജീസസ് കർത്താവേ ഈ സെഗ്മെന്റിനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കടന്നു വന്ന ഓരോ ദൈവ മക്കളെയും കർത്താവേ നീ അനുഗ്രഹിക്കണ കർത്താവേ. അനേക തലമുറകൾ ഇതുവഴി നേടുവാൻ അവരെ നീ ഇടയാക്കണേ അപ്പ. ദൈവമേ ലീഡറിന്റെ കുഞ്ഞുങ്ങൾക്കായി സ്തോത്രം. ദൈവത്തിന്റെ പുത്തൻ അഭിഷേകം കർത്താവേ അവരുടെ മേൽ നീ പകരണ കർത്താവേ. മാനസിക കാര്യങ്ങൾക്ക് അപ്പുറത്തായി കർത്താവേ ഒരാത്മിക ദൈവമേ ഹല്ലേലൂയ ഒരു നദിന്റെ ഒഴുക്കപ്പ കുഞ്ഞുങ്ങളുടെ മേൽ നടക്കട്ടെ കർത്താവേ. അവരെ ഭാവിയെ നീ അനുഗ്രഹിക്കണേ, അവരുടെ കുടുംബത്തെ നീ അനുഗ്രഹിക്കണേ. ഈ ആസാദി ടിവിനെ കർത്താവേ നീ അനുഗ്രഹിക്കണേ, അനേകർക്ക് അനുഗ്രഹമായി തീരുവാൻ ദൈവം നീ സഹായിക്കുന്ന ഓർത്ത് സ്തോത്രം. ഇങ്ങനൊരു അവസരം തന്നതിനായി സ്തോത്രം കർത്താവേ. ഞങ്ങൾ എന്ത് ചെയ്താലും അപ്പ ദൈവനാമം മാത്രം മഹത്വപ്പെടട്ടെ കർത്താവേ. അങ്ങനെ നീ ചെയ്യുന്ന ഓർത്ത് സ്തോത്രം. കൃപേശാന്യ അപ്പച്ചൻ ഞങ്ങളുടെ കൂടെ ഇരിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയുണ്ടായ സ്തോത്രം സ്ഥലം ഞാൻ ജീവൻ അർപ്പിച്ച യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ. Once again, thank you ചേച്ചി for joining and thank you all for joining with us. ഞാൻ വിശ്വസിക്കുന്ന ഇത് യൂട്യൂബിൽ കാണുന്നവർക്കും ഇതിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നവരെല്ലാവർക്കും ഇതൊരു അനുഗ്രഹമായി തീരട്ടെ. Thank you all for joining. God bless you all.